അതിനായി ബഹുമാന്യനായ TP ശശികുമാർ സാറിനെ ഏറെ ആദരവോടുകൂടി സ്നേഹത്തോടുകൂടി ക്ഷണിക്കുകയാണ്. നമസ്കാരം. നമസ്കാരം. ഒരേ പോലെ നല്ല ഉറക്കം വന്നു. ഞാൻ ഇൻസ്പയർ ലേണിംഗുമായിട്ടുള്ള ബന്ധം ഓർത്തെടുക്കൽ യൂണിവേഴ്സൽ എഞ്ചിനീയറിംഗ് കോളേജ് പയ്യന്നൂരിലെ ഒരു സമ്മാനദാനത്തിന് എന്നെ വിളിച്ചപ്പോൾ ഞാൻ ചോദിച്ചു, എന്താ സമ്മാനം കൊടുക്കണമെന്ന് ചോദിച്ചു. അല്ലേ പറഞ്ഞ ഇതേപോലെ നാടയുടെ മുകളിൽ പതക്കം കെട്ടിയിട്ടാണ് പറഞ്ഞത്. പയ്യന്നൂരുള്ള ചില സ്കൂൾസിൽ എല്ലാ വിഷയത്തിലും A+ കിട്ടുന്ന 400 പിള്ളേരൊക്കെ ഉണ്ടാവും. എല്ലാവർക്കും A+ ആണ്. വളരെ എളുപ്പം കിട്ടാവുന്ന ഒരു സാധനം A+ ആണ്. പലയിടത്തും ഗസ്റ്റായിട്ട് ഞാൻ പോയിട്ടുണ്ട്. ഞാൻ പഠിച്ച സ്കൂളിൽ തന്നെ, പഠിച്ചതെന്ന് പറയാൻ പറ്റില്ല, പഠിക്കാത്തതുകൊണ്ട് പുറത്താക്കിയ സ്കൂളിൽ തന്നെ ചീഫ് ഗസ്റ്റായിട്ട് ഞാൻ പോയിട്ടുണ്ട്. 8ാം ക്ലാസ്സിൽ ഏറ്റവും മോശം കുട്ടിയായിട്ട് സ്കൂളിൽ നിന്ന് പുറത്താക്കിയതാണ്. നിന്നെ ഒന്നിനും കൊള്ളില്ല, TC ഒക്കെയാണ് തന്നു വിട്ടത്. ആ സ്കൂളിൽ കുറെ കാലം കഴിഞ്ഞിട്ട് A+. അപ്പൊ എല്ലാ പിള്ളേർക്കും A+ ആണ്, എഴുതിയ എല്ലാവർക്കും A+. അപ്പൊ ചില കുട്ടികളോടൊക്കെ സമ്മാനം കൊടുക്കുമ്പോൾ ഞാൻ ചോദിക്കും, ഇംഗ്ലീഷിലൊക്കെ A+ ഉണ്ടല്ലോ, സർക്കിളിന്റെ സ്പെല്ലിംഗ് എന്താണ്? SIRK ആയിരിക്കും. അപ്പൊ എനിക്ക് മനസ്സിലായി എന്തുകൊണ്ടാണ് ഈ ടീച്ചർമാർ ഇങ്ങനെ കൊടുക്കുന്നത്. കാരണം ടീച്ചർമാർക്കും വലിയ വിവരം ലഭിക്കുക, അവർക്കും സംശയമാണ്. കുറെ പേര് അങ്ങനെ എഴുതി കഴിഞ്ഞാൽ അങ്ങനെയും ആവാം എന്നാണ്. കാരണം കളറിന്റെ സ്പെല്ലിംഗ് എന്തിപ്പം LOUR ആണോ LOR ആണോ? ബ്രിട്ടീഷുകാർ ഭരിക്കുന്ന കാലത്ത് LOUR. ഇപ്പൊ അമേരിക്കയാണ് ലോകം ഭരിക്കുന്നത്. അപ്പൊ എന്തായി? സ്പെല്ലിംഗ് മാറി. ഇപ്പൊ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ ഇങ്ങനൊരു അഭ്യാസമാണ്. അന്ന് ഞാൻ പറഞ്ഞു പാടില്ല, മനോരമായി ബുക്ക് സമ്മാനം കൊടുക്കണം, ഇന്നലെ ഞാൻ വരുള്ളൂ. കാരണം എൻ്റെ ഒരു വലിയൊരു പ്രശ്നം, ഞാൻ BSc പാസ്സായ സമയത്ത് എൻ്റെ ബ്രദർ ഓൾ ഇന്ത്യ സർവീസിൽ, ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസിൽ കയറി. എന്റെ നാട്ടിലുള്ള ആദ്യത്തെ സിവിൽ സർവീസ്, കേരളത്തിന്റെ ഫോറസ്റ്റിന്റെ ചീഫായിട്ടാണ് റിട്ടയർ ആയത്. മറ്റേ ബ്ലൂ ലൈറ്റ് ഒക്കെ അടിച്ച് അത് പോകാൻ പറ്റുന്ന ഒരാൾ നാട്ടിലൊക്കെ ഉണ്ടാവുന്നത് ആദ്യമായിട്ട് എൻ്റെ ബ്രദറാണ്. അപ്പൊ ഞാൻ BSc പഠിക്കുന്ന സമയത്ത് അതുവരെയൊക്കെ മോശം സ്റ്റുഡൻ്റ് ആയിരുന്നു. ഏറ്റവും മോശം സ്റ്റുഡൻ്റ് ആരാണെന്ന് പറഞ്ഞിട്ട് 2 പേരെ സെലക്ട് ചെയ്ത് വന്നത് ഞാനാണ്. അത് കഴിഞ്ഞപ്പോഴാണ് വിചാരിച്ചത് എനിക്കും ഇതാവാൻ പറ്റുമോ. അങ്ങനെയാണ് ഞാൻ IAS താല്പര്യമൊക്കെ വെച്ച് കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിലാണ് MSc പഠിക്കുന്ന കാലത്ത് ആദ്യത്തെ ടെസ്റ്റ് കഴിഞ്ഞപ്പോൾ മാത്തമാറ്റിക്സ് ആണ് MScക്ക് ചേർന്നത്. MScക്ക് ചേരാൻ വേറെ കാര്യമൊന്നുമില്ല, മാത്തമാറ്റിക്സിനോടുള്ള ഇഷ്ടമൊന്നല്ല, ബ്രദറോടുള്ള ദേഷ്യമാണ്. കാരണം ബ്രദർ പറഞ്ഞാൽ എനിക്ക് മാത്സ് പഠിക്കാൻ പറ്റില്ല, മലയാളമേ പഠിക്കാൻ പറ്റുള്ളൂ. അന്ന് ഈ കവിതയൊക്കെ ചെല്ലുന്ന ചില ദോഷമുണ്ട് നമുക്ക്. 1970-80കളിലൊക്കെ കേരളം ഭരിച്ചിരുന്നതും പ്രസ്ഥാനങ്ങളും ഇദ്ദേഹത്തിന്റെ നാട്ടുകാരനാണ് ഞാൻ, അല്ലേ? ഏറ്റവും കൂടുതൽ തമാശ പറയുന്ന ചീഫ് മിനിസ്റ്ററൊക്കെ ഉണ്ടായിരുന്നത്. അപ്പൊ അവരുടെയൊക്കെ ഒരു ആക്കം കൊണ്ട് അത്തരം ചിന്തകൾ മാത്രം, ഗവൺമെന്റിന് ഒന്നും ചെയ്യാൻ പറ്റില്ല, ജനങ്ങൾക്ക് പലതും ഗവൺമെന്റിനെതിരെ ചെയ്യാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്ന ഒരു ലോകമാണല്ലോ അത്. അപ്പോ അത് മാറിയപ്പോഴാണ് ഗവൺമെന്റിലായാൽ പലതും ചെയ്യാൻ പറ്റുമെന്നുള്ളൊരാഗ്രഹം. അങ്ങനെയാണ് IASന്റെ താല്പര്യം. പക്ഷെ IAS പ്രിപ്പയർ ചെയ്യുമ്പോൾ ലൈബ്രറിയിൽ ഇരിക്കണം, വായിക്കണം, പത്രം വായിക്കണം. അതൊക്കെ ചെയ്ത സമയത്താണ് മാത്തമാറ്റിക്സിൽ ആദ്യത്തെ ടെസ്റ്റ് പേപ്പറിന് 25 മാർക്കിൽ 0 മാർക്ക് കിട്ടി എനിക്ക് MScക്ക്. രണ്ടാമതും ഞാൻ തോറ്റു.
പളിസായി. അപ്പൊ എന്തുകൊണ്ട് എനിക്ക് 0 കിട്ടി എന്നുള്ള ചോദ്യത്തിന് രാത്രി ഇരുന്ന് അതിന്റെ ഫുൾ ആൻസർ നോക്കിയപ്പോൾ പലതും ഞാൻ ശരി എഴുതിയതൊക്കെ മാഷ് തെറ്റാ മാർക്ക് ചെയ്തിരുന്നു. അതെന്താ സംഭവം എന്നറിയാണ്ട് പിറ്റേ ദിവസം രാവിലെ ഞാൻ എന്റെ HOD ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റ് റൂമിൽ പോയിട്ട് ഞാൻ പറഞ്ഞു, ഞാൻ ശരി എഴുതിയതൊക്കെ മാഷ് തെറ്റെഴുതി, നിനക്ക് 0 കിട്ടിയാലേ നീ പോവുള്ളൂ. IAS ആണല്ലോ എന്റെ ആഗ്രഹം, എന്തിനാ ഒരു സീറ്റ് കളയണേ? പെട്ടെന്ന് പോയാൽ ഞങ്ങൾക്ക് വേറെ ആരെങ്കിലും ഇവിടെ അഡ്മിറ്റ് ചെയ്യും. ഒരു സീറ്റ് വേസ്റ്റ് ആക്കി കളയാനോ? കാരണം സിവിൽ വർക്ക് സർവീസ് കിട്ടാൻ എന്ത് മതി? ഗ്രാജുവേഷൻ മതി. പോസ്റ്റ് ഗ്രാജുവേഷൻ ഒരു സീറ്റ് എന്തിനാ വെറുതെ കളയുന്നത്? മാത്തമാറ്റിക്സിന്റെ ആകെ 10 സീറ്റേ ഉള്ളൂ കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിൽ. കമ്പ്യൂട്ടർ സയൻസ് എന്ന് പറയുന്ന വിഷയം 3 പുസ്തകത്തിൽ തീരും. അന്ന് ഫുൾ കമ്പ്യൂട്ടർ സയൻസ് പഠിച്ചു എന്നൊക്കെ എനിക്ക് ആക്കം കൂട്ടി പറയാൻ പറ്റുന്ന ഒരു അവസ്ഥയായിരുന്നു. അപ്പൊ മാഷിനെ പുറത്താക്കാൻ തീരുമാനിച്ചാണ്. ഞാൻ പറഞ്ഞത് എന്തായാലും വിടില്ല. അന്ന് മാഷ് 2ാമത്തെ ക്ലാസ്സിൽ വന്ന് ആദ്യത്തെ ദിവസത്തെ 25 മാർക്കിന്റെ ക്വസ്റ്റ്യൻ യെസ് ഓർ നോ. എന്താണ് എഴുതേണ്ടത്? യെസ് ഓർ നോ. ഞാൻ വിചാരിച്ചു ഭഗവാൻ പോലും എന്നെ സങ്കല്പം യെസ് ഓർ നോ ഉള്ളത് എന്തെങ്കിലുമൊക്കെ എഴുതിയാൽ എല്ലാം എസ് ഇട്ടാലും ഒരു 50% കിട്ടില്ല അല്ലേ? എല്ലാം നോ ഇട്ടാലും ഒരു 50% കിട്ടണം. അപ്പൊ എസ് ഓർ നോ ക്വസ്റ്റ്യൻ 50% കിട്ടാൻ ഈ ഒരു ട്രിക്ക് ഉണ്ട്. അങ്ങനെയാണ് ചില IAS ട്രെയിനിങ് കൊടുക്കുന്ന കേരളത്തിലെ പ്രസിദ്ധനായ ഒരു IPS കാരൻ പറഞ്ഞു നടക്കുന്ന ഒരു വാക്കാണ്. നിങ്ങൾക്ക് ആളെ മനസ്സിലായെന്ന് തോന്നുന്നു. ഓക്കെ, അങ്ങനെയൊക്കെയാണ് അദ്ദേഹം IPS കിട്ടിയെന്ന് തോന്നുന്നു. ഇദ്ദേഹത്തിന്റെ ഗ്രൂപ്പാണ്. എന്നെ ഭഗവാൻ പോലും കടാക്ഷിച്ചിട്ടില്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ടെസ്റ്റ് ചെയ്തത്. പിറ്റേ ദിവസം മാഷ് അതേ ക്വസ്റ്റ്യൻ പേപ്പർ തന്നിട്ട് ഇന്നലെ തന്ന ആൻസറിനെ ജസ്റ്റിഫൈ എന്നാണ് ഒറ്റ വാക്കുള്ളൂ ബോർഡിൽ എഴുതിയത്, ജസ്റ്റിഫൈ. ഇന്നലത്തെ ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുക, ഓരോ ആൻസർ ഷീറ്റും നിങ്ങൾ എന്തുകൊണ്ട് എസ് എഴുതി, എന്തുകൊണ്ട് നോ എഴുതി, അത് ജസ്റ്റിഫൈ ആവും. ആ ടെസ്റ്റിൽ 25 മാർക്ക് എനിക്ക് കിട്ടി. കാരണം എക്സാം കഴിഞ്ഞപ്പോൾ ഞാൻ എന്ത് വിട്ടില്ല? ക്വസ്റ്റ്യൻ പേപ്പർ വിട്ടില്ല. മനസ്സിലാവുന്നത് പറഞ്ഞത്? എല്ലാവരുടെയും ധാരണ എക്സാം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യരുത്? ബുക്ക് അടച്ചു വെക്കണം അല്ലേ? അതെനിക്ക് വലിയൊരു അറിവായിരുന്നു. പിന്നെ കാലെ ഹൈദരാബാദിലൊക്കെ ഏറ്റവും നല്ല സ്കൂൾസിൽ ഇപ്പൊ ഇവിടെ ടീച്ചർ പറഞ്ഞതുപോലെ ഈ സ്കൂളിലൊക്കെ വന്ന് ക്ലാസ് എടുക്കുന്ന സമയത്തും ഞാൻ പറയാറുള്ളത്, എക്സാമിനേഷൻ കഴിയുന്നത് വരെ ടെക്സ്റ്റ് ബുക്ക് വായിക്കണം. എക്സാം കഴിഞ്ഞ് ആൻസർ ഷീറ്റ് ടീച്ചേഴ്സ് കറക്റ്റ് ചെയ്യാന്ന് പറയാം. ഇറ്റ്സ് കോൾഡ് എ കറക്ഷൻ. പക്ഷെ ആരും കറക്റ്റ് ചെയ്യാറില്ല, മാർക്ക് കൊടുക്കാറില്ല, തെറ്റും ശരി ഇടാറുണ്ട്. പക്ഷെ എന്താണ് ആ പണിയുടെ പേര്? കറക്ഷൻ. കറക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ജിൻസി ടീച്ചറൊക്കെ ഇരിക്കുന്നുണ്ട്, എന്റെ സ്റ്റുഡന്റ് ആണ് അല്ലെ? സംഭവിക്കില്ല, എന്റെ സ്റ്റുഡന്റ് ആണ്. ഇന്നലെ ഞാൻ വിളിച്ചിട്ട് പറഞ്ഞു കേൾക്കാനായിട്ട് വരികയാണ്. കഴിഞ്ഞ പ്രാവശ്യം 12 പ്രോഗ്രാമിന് വന്നപ്പോൾ ടീച്ചറുടെ സ്റ്റുഡന്റ് അടുത്തിരിക്കുന്ന സമയത്തുള്ള ആ സ്റ്റുഡന്റ് അടുത്തെടുത്ത പടം എനിക്ക് അയച്ചെന്നിട്ട് ഇല്ലേ, ഇതൊക്കെ ഓരോന്ന് ഓർക്കും ഞാൻ. എല്ലാവരും ഓർക്കില്ല, പക്ഷെ എന്നെ സ്ഥിരമായിട്ട് കോണ്ടാക്ട് ചെയ്യുന്ന, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നവരൊക്കെ ജീവിതാന്തം വരെ ഓർക്കുന്നുണ്ട്. നല്ലതായാലും ചിന്തയല്ല. അങ്ങനെ കുറെ നല്ല അനുഭവങ്ങളുള്ള സ്ഥലമാണ് ആലപ്പുഴ. എന്നിട്ട് ചില സ്കൂൾസിലൊക്കെ പോയിട്ട് എക്സാം കഴിഞ്ഞ് പുറത്തിറങ്ങിയ കുട്ടികളുണ്ട് അല്ലേ? അവർക്ക് നല്ല ചോക്ലേറ്റും മിൽക്കി ബാറും കൂൾ ഡ്രിങ്ക്സും ഒക്കെ മേടിച്ചു കൊടുത്ത് ഇതേ ക്വസ്റ്റ്യൻ പേപ്പർ കൊടുത്ത് 2ാമത് എക്സാം എഴുതാം. ഞാൻ വിദ്യാഭ്യാസത്തിൽ എന്റെ ഗവേഷണം അങ്ങനെയൊക്കെയാണ്. ഞാൻ കണ്ടിട്ടുള്ളത്, ഒരു പ്രാവശ്യം എക്സാം എഴുതിയാൽ പിന്നെ ബ്രെയിനിൽ ഒന്നും ഉണ്ടാവില്ല. എന്താ ചെയ്യാ? ഫോർമാറ്റ് ചെയ്ത പോലെ ഫ്ലോപ്പി ഡ്രൈവിൽ കട്ട് ആൻഡ് പേസ്റ്റ് ചെയ്തില്ലേ, അതേപോലെ അങ്ങോട്ട് ബുദ്ധിയിൽ നിന്ന് അങ്ങോട്ട് പേപ്പറിൽ എഴുതി കഴിഞ്ഞാൽ പിന്നെ ബുദ്ധിയിൽ ഒന്നും ഉണ്ടാവില്ല. എന്റെ മോളാണ് ഗൗരിക്കുട്ടി, 5ാം ക്ലാസ് മുതൽ എന്റെ കൂടെ. ഗവൺമെന്റ് ആദ്യമായിട്ട് ആലപ്പുഴയിലെ പ്രോഗ്രാമിന് KC വേണുഗോപാലിനെ ബൊക്കെ കൊടുക്കാൻ പറഞ്ഞപ്പോ ഗൗരി പറഞ്ഞു, KCക്കാണെങ്കിൽ കൊടുക്കില്ല, ഡോക്ടർ DPS-നാണ് കൊടുക്കുന്നത്. KC ഞാൻ ക്ലാസ്മേറ്റ് ആണ്, ഞങ്ങൾ കൂടെ ഒരേ ക്ലാസ്സിൽ ഉഴപ്പി പഠിച്ചതാണ്, ഒരേ വോളിബോൾ ഗ്രൗണ്ടിൽ കൂടെ കളിച്ചതാണ്. ഇവിടെ വന്നാൽ KCയുടെ വീട്ടിലായിരുന്നു പണ്ട് കഞ്ഞി കുടിക്കാറ്. എന്റെ ബന്ധുവാണ്. ആലപ്പുഴയിലാണ് എനിക്ക് തോന്നുന്നു കണ്ണൂരിന്റെ ശേഷം ഏറ്റവും കൂടുതൽ, അല്ലെങ്കിൽ കണ്ണൂരിനേക്കാളും കൂടുതൽ എനിക്ക് പ്രോഗ്രാം ഉണ്ടായിരുന്നത് ആലപ്പുഴയിലാണ്. അതിന് കാരണം സംഭവം തന്നെയാണ്. ആദ്യത്തെ കാരണക്കാരൻ വീണു.
അത് 2 വ്യാഴവട്ടമായി. എന്തോ പറഞ്ഞു വന്ന് പറയാണ്ട് പറഞ്ഞു പോയത്. 2 എന്താണ്? 2 വ്യാഴവട്ടം. ആ 2 വ്യാഴവട്ടം നമ്മൾ മലയാളത്തിൽ എല്ലാവരും പറയും അല്ലേ? അല്ലേ? ഇനി ഒരു ചോദ്യം ചോദിക്കാം. ജൂപ്പിറ്റർ എന്ന പ്ലാനറ്റ് സൂര്യനെ കറങ്ങാൻ എത്ര കാലം എടുക്കും? പറയുന്നത് വ്യാഴവട്ടം എന്നാണ്. ആണോ അല്ലയോ? വ്യാഴവട്ടം എന്ന് എത്ര കൊല്ലം? 12 കൊല്ലം. ജൂപ്പിറ്റർ എന്ന് പറയുന്ന പ്ലാനറ്റ് വ്യാഴാണെന്ന് അറിയാലോ. പക്ഷെ ഇത് എക്സാമിനേഷന് ജൂപ്പിറ്റർ സൗരയൂഥത്തിൽ കറങ്ങാൻ എത്ര സമയം എടുക്കുന്നു ചോദിച്ചു കഴിഞ്ഞാൽ 12 11.something. അത് ചിലപ്പോൾ വരും. എന്താ കാരണം അറിയാം? ഈ ടിക്കിൾ ടിക്കിൾ ലിറ്റിൽ സ്റ്റാർ പഠിക്കുന്ന പോലെയാണ്. അത് പഠിക്കും. ആര് പഠിപ്പിക്കും? LKG ടീച്ചർമാർ അല്ലേ? ആ ടീച്ചറോട് ചോദിക്കുക ഇതാരാ എഴുതിയത്. ഏത് കവിതയും എഴുതാനൊരു കവി ഉണ്ടാവില്ല അല്ലേ? അപ്പൊ ടീച്ചർ എന്ന് പറയും ഞാൻ ഇപ്പൊ വരാം, പിന്നെ ഭാഗത്ത് കാണില്ല. കണിതം ഇങ്ങനെ പഠിച്ചിട്ടല്ലാതെ ഒരിക്കലും അതിനപ്പുറം കടന്ന് ചിന്തിച്ചിട്ടില്ല. കുട്ടികളുടെ വിവരം മാത്രമേ ടീച്ചർമാർക്ക് ഉള്ളൂ. അവർക്ക് കുറച്ച് നേരത്തെ അറിയാം അല്ലേ? കുട്ടികൾക്ക് കുറച്ച് ശേഷം അറിയാം. പക്ഷെ ഞാൻ തിരിച്ചറിയും. ഞാൻ BSc പഠിക്കുമ്പോൾ നല്ല കുട്ടിയാവാൻ തീരുമാനിച്ചപ്പോൾ ആദ്യം ചെയ്തത് ക്ലാസ് ഫുൾ പഠിച്ചിട്ടാണ്. എനിക്ക് ഇംഗ്ലീഷ് തീരെ അറിയില്ല. ട്രിഗണോമെട്രി എന്ന് പറയുന്ന ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള 11th 12th ക്ലാസ്സിൽ എന്നെ പഠിപ്പിക്കുന്ന മാഷ് 3 മാസം കഴിഞ്ഞപ്പോഴാണ് ടെക്സ്റ്റ് ബുക്കിൽ ഈ സബ്ജക്ട് എവിടെയാണെന്ന് ഞാൻ കണ്ടുപിടിച്ചത്. ഇത്ര കഷ്ടപ്പെട്ടിട്ട്. കാരണം ഇംഗ്ലീഷ് വായിക്കാൻ പോലും അറിയില്ല. മലയാളം മീഡിയത്തിൽ പഠിച്ചത്. ഇംഗ്ലീഷ് വായിക്കാൻ അറിയാത്തത് ട്രിഗണോമെട്രിയാണ്. ട്രിഗണോമെട്രി എനിക്ക് അറിയണ്ടേ? മാഷ് പറഞ്ഞില്ല, ഡിക്ഷണറി ഇല്ല. ഇന്നത്തെ പോലെ ഗൂഗിൾ ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെ ചോദിക്കാൻ പറ്റില്ല. ഇങ്ങനെ ചോദിക്കും, ഒരു രക്ഷയില്ല, കിട്ടില്ല. അവര് ക്ലാസ് മിക്കവാറും പുറത്തു പോകും. ഏറ്റവും മോശം സ്റ്റുഡന്റ്. മാത്തമാറ്റിക്സ് ടീച്ചറൊക്കെ എന്ന് പറഞ്ഞാൽ അടുപ്പിക്കാൻ പറ്റാത്ത വർക്കാണ്. സാധാരണ എല്ലായിടത്തും അങ്ങനെയാണ്. കാരണം അവർക്ക് കമ്മ്യൂണിക്കേഷൻ സ്കിൽ കുറവാണ് അല്ലേ? അവര് സംസാരിക്കുമ്പോൾ ഇടയിൽ വർത്താനം പറയാൻ ഡോണ്ട് ഇന്റർപ്ലേറ്റ് എന്നൊക്കെ പറയും. ഓക്കെ, വേർ ഈസ് യുവർ ഹൗസ്, വേർ ഈസ് യുവർ ക്ലാസ് റൂം എന്ന് വെച്ചാൽ ന്യൂമറേറ്റർ, വേർ ആർ യു ഗോയിങ്, ഡിനോമിനേറ്റർ. കാരണം അവരുടെ ഇംഗ്ലീഷ് മാത്തമാറ്റിക്സ് മാത്രമാണ്. അപ്പൊ അങ്ങനെയൊക്കെ ആകുമ്പോൾ ഞാൻ വിചാരിച്ചു പോരാ, എനിക്ക് ഇംഗ്ലീഷ് നന്നായിട്ട് പഠിക്കണം. ഇംഗ്ലീഷ് പഠിക്കണം തീരുമാനിച്ചപ്പോൾ ഞാൻ ആദ്യം ചെയ്തത് മാക്ബത്ത് പഠിക്കുമ്പോൾ കംപ്ലീറ്റ് മാക്ബത്ത് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടാണ് ഞാൻ ക്ലാസ്സിലേക്ക്. അപ്പൊ മാഷ് ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ വരുമ്പോൾ ബുക്ക് നോക്കി വായിക്കും. എനിക്കിത് എങ്ങനെയാണ്? എനിക്ക് ഫുൾ ബൈ ഹാർട്ട്. അപ്പൊ നമ്മൾ ഫുൾ ബൈ ഹാർട്ട് പഠിച്ചൊരു സ്ഥാനം മാഷന്മാർ പഠിപ്പിക്കുമ്പോൾ നമ്മൾ എങ്ങനെ ഇരിക്കും എന്ന് പറയും. ഞാൻ തെറ്റ് കാരണം പിടിക്കാതെ അല്ലേ? മലയാളം ക്ലാസ്സിലൊക്കെ ടീച്ചർമാർ ചോദിച്ചിട്ട് എല്ലാ വിഷയവും മലയാളം മാഷ് കഴിഞ്ഞ പ്രാവശ്യം നിർത്തിയ ക്ലാസ് നിർത്തിയിട്ട് നല്ല മാഷന്മാരായിരുന്നു. ക്ലാസ് നിർത്തി അടുത്ത ക്ലാസ് വരുമ്പം എവിടെയാണ് നിർത്തിയതെന്ന് ചോദിക്കും. അത് പറയാനുള്ള ധൃതിയിൽ ഫസ്റ്റ് ഞാൻ ഇരിക്കുക. അത് പറയലല്ല, ഇങ്ങനെ ചൊല്ലിത്തിട്ടുണ്ട്. മികവിടെ വീരപത്തനത്തിൽ സുഖനമാടിയ താകേക്കുടങ്ങൾ പകൽ പ്രതികള നമസ്കരന്തൻ പ്രകടനീചികളാൽ തിളങ്ങി വിന്നി പല പല വേണ്ട രണ്ടു പാടം വിലസന തൽപരതീങ്കരുടെ അലസരൂപിൻ മഹാദ്രിതൻ കലക വിഭാനരന്തരംഗ വിപൂസമുഖിത നിവേശമാമൻ ഇങ്ങനെ ചൊല്ലുക. ആ ബുക്ക് ഫുൾ ബൈ ഹാർട്ട്. നിങ്ങൾ ധരിക്കുന്ന ബൈ ഹാർട്ട് അല്ല, ലേൺ ബൈ ഹാർട്ട് എന്ന് പറയാറില്ല സാധാരണ. പക്ഷെ പാരന്റ്സ് എന്താ പറയാ? Don't learn by heart. ഞാൻ തന്നെ don't learn by heart but learn by മനസ്സറിഞ്ഞ് പഠിക്കണം. ഞാനങ്ങനെ മനസ്സറിഞ്ഞ് പഠിച്ചു. അത് പഠിക്കാൻ തുടങ്ങിയപ്പോഴാണ് നമ്മൾ എന്താവുന്നത്? പഠനത്തിലുള്ളൊരു പർട്ടം എന്ന് പറഞ്ഞാൽ എന്താ? ഭ്രാന്തനാണ്. അർത്ഥം ഡിക്ഷണറി എപ്പോഴും കയ്യിൽ വെച്ചിട്ട് അടിച്ചോണ്ടിരിക്കും കേട്ടോ. പർട്ടം എന്നാണ് അർത്ഥം. പർട്ടം എന്ന് പറഞ്ഞാൽ ഭ്രാന്തനാണ്. ഞാൻ എന്തായി മാറും? അങ്ങനെ ആയാൽ കുറെ കാലം പെർട്ടായാൽ പിന്നെ ആരായി മാറും? എക്സ്പെർട്ടാണ്. അതാണ് എക്സ്പെർട്ട്. ഈ എക്സ്പെർട്ട് എന്നുള്ള വാക്ക് എങ്ങനെ വന്നു എന്ന് നോക്കുമ്പോഴാണ് ആദ്യം എന്താവണം? പെർട്ടാണ്. പിന്നെ കുറച്ച് കഴിയുമ്പോൾ എക്സ്പെർട്ടാണ്. ഇപ്പം കഴിഞ്ഞ ഒരാഴ്ച ഞാൻ വെസ്റ്റ് ബംഗാളിലായിരുന്നു. നല്ല പൊടിയും നിറച്ചും പൊടി. ശ്വസിച്ച് കഴിഞ്ഞ് നോക്കിക്കഴിഞ്ഞാൽ ടിഷ്യൂ എടുത്ത് നിറച്ചും പൊടിയും. നമുക്ക് സഹിക്കാൻ പറ്റില്ല ആ സ്ഥലത്ത്. ആ അവസ്ഥയിൽ അവിടെ നീങ്ങുമ്പോൾ ഓരോ ക്ലാസ് എടുക്കുമ്പോഴും ഓരോ സ്ഥലത്ത് ഇങ്ങനെ യാത്ര ചെയ്യുമ്പോഴും ഒക്കെ തോന്നുന്നു ഇതിനവിടെയൊക്കെ വരണേ സുഖമായി വീട്ടിൽ നമുക്ക് നല്ല ഓരോ പ്രാവശ്യം പോകുമ്പോഴും വരും. ഇനി ആ ഭാഗത്ത് പോവില്ല, പിന്നെയും പോകും. എന്താ കാരണം?
പഠിക്കാനുള്ള താല്പര്യമുള്ള കുറേ ടീച്ചർമാർ. അവിടെ പഠിപ്പിച്ചത് LKG UKG പഠിപ്പിക്കുന്ന ടീച്ചർമാരാണ്. ഞാനിപ്പോൾ എൻ്റെ ഒരു ഇഷ്ട വിഷയം കഴിഞ്ഞ 3-4 മാസത്തിനുള്ളിൽ ഞാൻ 6 പുസ്തകം എഴുതിയിട്ടുണ്ട്. 6 ബുക്സ്. അതിൽ 4 പുസ്തകം A to Z ആണ്. എയിൽ നിന്നാണ് തുടങ്ങുക, BCD. ചാപ്റ്റർ ഹെഡിങ്ങും അങ്ങനെയാണ്, ടൈറ്റിലും അങ്ങനെയാണ്. അവസാനത്തെ 4ാമത്തെ ബുക്ക് തരുമ്പോൾ Z തരും. A to Z ഓഫ് ഏജ് 3 to grade 3 എഡ്യൂക്കേഷൻ ആണ്. ഏജ് 3 to grade 3. ഏറ്റവും ചെറിയ കുട്ടികളെ നമ്മൾ എങ്ങനെ പഠിപ്പിക്കും? ഇപ്പം വേണ്ടി പറഞ്ഞല്ലോ, എൻ്റെ മക്കളെ സ്റ്റേഷനിൽ വന്നപ്പോൾ ഞാൻ ബസ് സ്റ്റാൻഡിൽ സാധാരണ നമ്മൾ പിള്ളേരെ പറഞ്ഞു വിടാൻ നിൽക്കില്ലേ, ഓട്ടോറിക്ഷ കാത്തെത്തുള്ളൂ അല്ലേ? ആ നിൽക്കുന്ന സമയത്ത് അന്നൊക്കെ ഡെക്കൻ ക്രോണിക്കലിന് 1.5 രൂപയും എക്സ്പ്രസിന് 2 രൂപ, ടൈംസ് ഓഫ് ഇന്ത്യക്ക് 1 രൂപയ്ക്കാണ്. അപ്പൊ ഞാൻ കുറേ പോക്കറ്റിൽ വെച്ചിട്ടാ അതെടുത്തിട്ട് കൊടുത്തിട്ട് പറയും, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പത്രം പഠിക്കണം. ഇപ്പൊ 2 മക്കൾ ഓടും, ആരാണ് ആദ്യം എത്തുന്നത് അയാൾക്ക് ആദ്യത്തെ ചോയ്സ്. അയാൾ ഡെക്കൻ ക്രോണിക്കൽ പഠിച്ചാൽ മറ്റേ എന്താ പഠിക്കാവൂ? മറ്റൊരു പത്രം. എപ്പോ? LKG. എന്നിട്ട് ബസ് സ്റ്റാൻഡിൽ ഇരുന്നിട്ട് 2 പേപ്പറും തുറന്നിട്ട് ഈ ന്യൂസ് ഇതിലെവിടെയാണ് വായിക്കാൻ പഠിച്ചില്ല. എന്തെളുപ്പമാണ് വായിക്കാൻ പഠിക്കാൻ, നമുക്ക് ഒരു ടെൻഷനും ഇല്ല. അല്ലെങ്കിൽ ചോദിച്ചോണ്ടിരിക്കും, എന്താ പറ്റി വരാത്ത, എന്താ ഓട്ടോസ് വരാത്ത, സ്കൂളിൽ കൊണ്ടുവിടുമോ, ലേറ്റ് ആവുമോ? ഇതൊരു ചിന്തയില്ല, ഇതൊരു കളിയാണ്. ആ കളിയിലൂടെ സ്വന്തം അനുഭവത്തിൽ സാക്ഷാത് അനുഭവോ നശ്രുതോ ന ഗുരുദർശിത ലോകാന ഉപകാരായ യതത് സർവം പ്രദർശിതം. ലോകത്തിന് എന്താണോ ഉപകാരമുള്ളത് അത് പഠിപ്പിക്കുന്ന ആളാണ് ശാസ്ത്രം. അങ്ങനെ ആവണം. അപ്പൊ അത് ഓരോ കർമ്മത്തിലൂടെയും നമ്മൾ എത്തിക്കണം. പലപ്പോഴും ആലപ്പുഴയിലൊക്കെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സംഭവം, കുറെ ക്വസ്റ്റ്യൻസ് വരും. ചില ഡിസ്ട്രിക്റ്റിലൊക്കെ അത് വരില്ല, ചിലർക്ക് ചോദ്യങ്ങൾ ചോദിക്കില്ല. ഏറ്റവും വലിയ കുഴപ്പം ചോദ്യങ്ങളില്ലാതെയാണ്. ആ ചോദ്യങ്ങൾ എത്രയുണ്ടോ, ചെറിയ കുട്ടികളൊക്കെ ജനിച്ചു വളർന്ന മുട്ടിൽ എഴുതുന്ന സമയത്ത് നടക്കാൻ തുടങ്ങുമ്പോൾ ഓരോ സാധനവും വീട്ടിലുള്ള എടുത്തിട്ട് ഒന്ന് ചോദിക്കും, ഇതെന്താ 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 ഇതെന്താന്ന് ചോദിക്കുമല്ലയോ? കുറച്ച് കഴിയുമ്പോൾ അച്ഛനും അമ്മയും എന്ത് പറയും? ഇതെന്തായാലും എനിക്കെന്താ മിണ്ടാണ്ടിരിക്കുന്നു. എന്താ കാരണം? നമുക്ക് ഉത്തരവില്ല. ആണോ അല്ലയോ? പല സ്ഥലത്തും പോയിട്ട് ചോദ്യം ചോദിക്കാൻ പറഞ്ഞാൽ ഒരു ക്വസ്റ്റ്യൻ, 1 മണിക്കൂർ ക്ലാസ് എടുത്ത് പോയി കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ ചെയ്യാം. അടുത്ത കാലത്ത് എന്നെ പുറത്താക്കി എന്ന് പറഞ്ഞ സ്കൂളിൽ തന്നെ അടുത്ത കാലത്ത് 12ാം ക്ലാസ് എടുക്കാൻ പോയി. തളിപ്പറമ്പിൽ താങ്കൂർ വിദ്യാനികേതൻ എന്ന് പറയുന്ന സ്കൂൾ. ഒരു ടീച്ചർ ഒരു ചോദ്യം ഉണ്ടെന്ന് ചോദിച്ചു. ചോദ്യം വീട്ടിലുള്ള അവനവന്റെ കുട്ടിക്കുള്ള ഒരു ചോദ്യം, ഉത്തരം. എന്നിട്ട് എന്നോട് അവൻ കുട്ടിയെ കുറിച്ച് നല്ല കേരളത്തിൽ കുറെ പറഞ്ഞു. അബ്ദുൽ കലാം, ഇപ്പം ഏറ്റവും ഫേമസ് അബ്ദുൽ കലാം ആണ്. എല്ലാ കൊട്ടേഷൻസും അബ്ദുൽ കലാമിന്റെ പേരിലേക്കാണ്. എനിക്ക് ഓർമ്മയുണ്ട്, ദുബായിൽ നിന്നൊരു റേഡിയോയിൽ അബ്ദുൽ കലാമിന്റെ കൊട്ടേഷൻ വന്നപ്പോ ഉടനെ ഞാൻ ആ റേഡിയോ എന്റെ സുഹൃത്താണ്, ഇത് അബ്ദുൽ കലാമിന്റെ അല്ല, സ്വാമി വിവേകാനന്ദന്റെയാണ്. ഇയാളത് പറഞ്ഞത് കൊണ്ട് അല്ലേ, അങ്ങനല്ലേ? പോളോക്കയിലോ ഭയങ്കര ഫേമസ് ആണ് കൊട്ടേഷൻ. അടുത്ത കാലത്ത് ഒരു ബുക്ക് റിവ്യൂ പ്രോഗ്രാം പോളോക്കയിലോ അല്ല ഇത് പറഞ്ഞത്, ഉപനിഷത്തിലുണ്ടാവും. ഈ റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് ആരാണോ ഫേമസ് അയാളുടേതായി മാറും കൊട്ടേഷൻ. അപ്പൊ പലപ്പോഴും നമ്മുടെ വായന ചുരുങ്ങിപ്പോയി. എന്താണോ ഫേമസ് അതാണ് നമ്മൾ കേൾക്കുക. ആണോ അല്ലയോ? സത്യത്തിലേക്ക് ആരും നോക്കാറില്ല, ആരും ചോദ്യങ്ങൾ ചോദിക്കാറില്ല. ഓരോ കൊട്ടേഷൻസ് കേൾക്കുമ്പോഴും ഇത് ആരാ പറഞ്ഞത്, ഒന്നും കൂടി ഒന്ന് നോക്കാം, ലെറ്റ് മീ ചെക്ക്, കറക്റ്റ് ഓർ നോട്ട്. ഒന്നും വിശ്വസിക്കരുത്. നമ്മളെ കാണുന്നത് വിശ്വസിക്കരുത്. എങ്ങനെ? സാക്ഷാത് അനുഭവിച്ചറിയാൻ. നശ്രുതോ, കേട്ടിട്ടുള്ളതല്ല വിശ്വസിക്കേണ്ടത്. ന ഗുരുദർശിത, ഏതെങ്കിലും ടീച്ചർ പറഞ്ഞതൊന്നും വിശ്വസിക്കരുത്. മനസ്സിലായി? ഏതാ ഭാരതത്തിന്റെ രാഷ്ട്രഭാഷ? നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ തെറ്റായിട്ട് എഴുതിയിട്ടുണ്ട് ഹിന്ദിയിൽ. 1 ഓഫ് ദ നാഷണൽ ലാംഗ്വേജസ് മാത്രമാണ് ഹിന്ദി. മനസ്സിലായോ? മലയാളവും രാഷ്ട്രഭാഷയാണ്. രാഷ്ട്രം അംഗീകരിച്ചിട്ടുള്ള റീജിയണൽ ലാംഗ്വേജ് ഒക്കെ രാഷ്ട്രഭാഷയാണ്. അതിനെതിരെ കേസ് കൊടുക്കുന്ന കമ്മിറ്റിയിലെ മെമ്പറായിരുന്നു ഞാൻ ഹൈദരാബാദിൽ. CBSEക്കെതിരെ ഈ ബുക്ക് തിരുത്തണം എന്ന് പറഞ്ഞിട്ട്. അപ്പൊ പലപ്പോഴും ടെക്സ്റ്റ് ബുക്കിൽ അടുത്ത കാലത്ത് വെസ്റ്റ് ബംഗാളിൽ ഒരു സ്കൂളിൽ കണ്ടു, യുറാനസ്, നെപ്റ്റ്യൂൺ,
പ്ലൂട്ടോ പണ്ടേ മാറി, ഇതിനെയൊക്കെ പുറത്താക്കി. ഇപ്പൊ 8 ഉള്ളൂ, 9 ഇല്ല. പക്ഷെ ചിത്രത്തിൽ അതിപ്പോഴും ഉള്ളൂ. എന്താ കാരണം? പണ്ടേ വരച്ചു വെച്ചതാണ്. പഠിപ്പിച്ച ടീച്ചർമാരും നമ്മളൊക്കെ പഠിച്ചിട്ടുണ്ട് പ്ലൂട്ടോ ഉണ്ടെന്ന് അല്ലെ. പിന്നെയാണ് നമ്മുടെ മൈക്രോസ്കോപ്പ് കുറച്ചുകൂടി നന്നായപ്പോ മനസ്സിലായത് അത് ഖരവസ്തു അല്ല, ഒരു പ്ലാനറ്റ് അല്ല, കുറെ പൊടിപടലങ്ങൾ കൂടി നിൽക്കുന്ന സ്ഥലമാണ്. അതുകൊണ്ട് അതിന് പ്ലാനറ്റ് അല്ല എന്നിട്ട് പുറത്താക്കി. പക്ഷെ ആ പുറത്തായത് അപ്ഡേറ്റ് ചെയ്തില്ല. പലപ്പോഴും പറ്റുന്ന ഇത് പറയാൻ കാരണം എല്ലാം തെറ്റാണെന്ന് വിശ്വസിക്കാനല്ല, ചോദ്യം ചോദിക്കാനുള്ള കഴിവാണ് വേണ്ടത്. പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ്. നാളത്തെ ഭാവി എന്താണ്? പ്രോംപ്റ്റ് എന്ന് പറഞ്ഞാൽ നാടകമൊക്കെ അഭിനയിക്കുമ്പോൾ ഡയലോഗിന്റെ ഹാഫ് പീസ് പറഞ്ഞു കൊടുക്കില്ലേ, കറക്റ്റിന്റെ ബാക്കിൽ സെറ്റ്, അതിനാണ് പ്രോംപ്റ്റിംഗ് എന്ന് പറയുന്നത്. ഈ പ്രോംപ്റ്റിംഗ് സാധിക്കുന്നത് അത് ഏറ്റവും കൂടുതലുള്ളത് ആർക്കാ? മനുഷ്യന്മാർക്കാണ്. അതിലേറ്റവും കൂടുതലുള്ള ആർക്കാ? കുട്ടികൾക്കാണ്. അത് നഷ്ടപ്പെടുന്നതാണ് നമ്മുടെ വിദ്യാഭ്യാസം. തിരിച്ചത് കിട്ടുമ്പോഴാണ് നമ്മൾ ആരാവുക? ശരിക്കും പഠിക്കാൻ താല്പര്യമുള്ളവരായിട്ട് മാറും. പണ്ട് പരിഷത്തിന്റെ ഒരു പാട്ടുണ്ടായിരുന്നു. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ പ്രസിഡന്റ് ആയിരുന്നു എന്റെ പ്രൊഫസർ ടി പി ശ്രീധരൻ. നിങ്ങൾ പാടൂ, അത്യാവശ്യം നമ്മൾ അല്ലേ? റിപ്പീറ്റ് ചെയ്യാം. ഞാൻ പാടുമ്പോൾ അപ്പോഴേ അതിന് സുഖം ഉണ്ടാവും, അല്ലെങ്കിൽ ആക്കുണ്ടാവും. ഞാൻ റെക്കോർഡ് ചെയ്യുന്നത് ആലപ്പുഴക്ക് സ്റ്റണ്ട് ഇതൊക്കെ യൂട്യൂബിൽ പോകും. വേർഡ് പറഞ്ഞാൽ അത്ര 500 ആവും. 5000 10,000-ലധികം യൂട്യൂബുകൾ. 500 നാനോ എന്ന് പറയുന്ന എന്റെ ക്യാമ്പിന്റെ മാത്രം ഉണ്ടാവും. ഓക്കെ. പക്ഷെ എന്നെ നിങ്ങൾ തപ്പിയാൽ ചിലപ്പോൾ കിട്ടില്ല. കാരണം മോണിറ്റൈസ് ചെയ്താലേ യൂട്യൂബ് മുമ്പിലേക്ക് കിട്ടുന്നത്. അഡ്വർടൈസ്മെന്റ് ഇടയ്ക്ക് വരുമല്ലോ, അപ്പോഴേ യൂട്യൂബ് എന്ത് ചെയ്യുള്ളൂ? പ്രൊമോട്ട് ചെയ്യുള്ളൂ. പക്ഷെ എന്റെ വീഡിയോ കാണുമ്പോൾ അഡ്വർടൈസ്മെന്റ് വേണ്ട. അഡ്വർടൈസ്മെന്റ് വരുമ്പോഴാണ് നമുക്ക് കാശ് ഉണ്ടാക്കാൻ പറ്റും. എനിക്ക് കാശ് വേണ്ട. എന്താ കാരണം? എനിക്ക് കാശുള്ള കുറേ ആൾക്കാർ എന്റെ കൂടെ അല്ലേ? ആർജിതേ ദുഃഖം വേയേ ദുഃഖം ധനം സർവത്ര ദുഃഖം. ഏറ്റവും വലിയ ദുഃഖം എന്താണെന്നറിയോ? എന്താ നിങ്ങളുടെയൊക്കെ ഏറ്റവും വലിയ ദുഃഖം? പാരന്റ്സിന്റെ ഏറ്റവും വലിയ ദുഃഖം എന്താ? മക്കൾക്ക് ഏറ്റവും നല്ല ശമ്പളമുള്ള ജോലി കിട്ടും. വേണം വേണ്ടിയോ? പലരും ചോദിക്കും, പക്ഷെ ജോലി കിട്ടോ? ഇപ്പൊ തരാൻ വന്നോളാൻ പറയും. കൂലി ചോദിക്കരുത്. ജോലിയാണോ വേണ്ട കൂലിയാണോ? ജോലിയൊന്നും വേണ്ട, കൂലി കിട്ടിയാൽ അല്ലേ? ഇപ്പൊ ജോലി കിട്ടാൻ എളുപ്പമാണ്. പക്ഷെ എന്താ ബുദ്ധിമുട്ട്? കൂലി കിട്ടാനാണ് ബുദ്ധിമുട്ട്. നല്ല ജോലി കിട്ടാൻ ബുദ്ധിമുട്ടാണ്. ഹൈദരാബാദിൽ ഒരു സെന്റർ ഉണ്ട്, സെന്റർ ഫോർ ഹ്യൂമൻ റിസോഴ്സസ്, മാരി ചെന്നാറണ്ടി ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഹ്യൂമൻ റിസോഴ്സസ്. ഏറ്റവും വലിയ പോലീസ് ഓഫീസേഴ്സ്, ഏറ്റവും വലിയ ഡോക്ടേഴ്സ്, അവരൊക്കെ ട്രെയിൻ ചെയ്യിപ്പിക്കുന്ന സ്ഥലത്തൊരു ടീച്ചറാണ്. കുറെ കൊല്ലം. അപ്പൊ ചെന്നൊക്കെ പറയും, 18 വർഷമായി ഇതേ സീറ്റിലിരിക്കുന്നു, എന്ത് കിട്ടിയില്ല? പ്രൊമോഷൻ കിട്ടിയില്ല. എന്നാ വിട്ടു പോയിക്കൂടെ എനിക്ക്? അയ്യോ, ഈ ജോലി പോയാൽ പിന്നെ വേറെ ഒരു പണിയും കിട്ടില്ല. അപ്പൊ നിങ്ങൾക്ക് അറിയാം നിങ്ങൾ യൂസ്ലെസ് ആണ്. എന്തറിയാം? യൂസ്ലെസ് ആണ്. പക്ഷെ എന്ത് വേണം? പ്രൊമോഷൻ. ആലോചിച്ചു ഭാരതത്തിന്റെ ജനനിബിഡമായ നിർജ്ജനത. ആർ രാമേന്ദ്രൻ നായരുടെ കവിത. എന്താണ് കവിത? ജനനിബിഡമായ നിർജ്ജനത. ഈ ചിതറിച്ച ഭൂപടത്തെ നോക്കി ഞാൻ കവി ചോദിക്കുകയാണ്, നിങ്ങൾ ഈ ഭാരതത്തെ ഇന്നും സ്നേഹിക്കുന്നുണ്ടോ? ഉണ്ട്. ചിതറിഞ്ഞ ഈ ഭൂപടത്തെ. സ്വാമി വിവേകാനന്ദൻ ഭാരതത്തിന് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് പറഞ്ഞു, ഭാരതം സ്വാതന്ത്ര്യം കിട്ടാൻ പക്വതയായിട്ടില്ല. പക്വതയായിരുന്നെങ്കിൽ മഹാത്മാഗാന്ധി കാഞ്ഞു പോയില്ലേ? മനസ്സിലാവുന്നു? പക്വതയായിട്ടില്ല എന്നാണ്. ഭാരതം ഇപ്പം നന്നായിട്ട് ഡെവലപ്മെന്റിലേക്ക് പോകുന്നുണ്ട്. പക്ഷെ എന്തായിട്ടില്ല എന്നറിയോ? പക്വതയായിട്ടില്ല. എന്താ കാരണം? മിനിഞ്ഞാന്ന് നടന്നു. ഞാൻ ഹൈദരാബാദിൽ പുറപ്പെട്ടത് മിനിഞ്ഞാന്ന് മാതൃഭൂമിയുടെ കേരളത്തിന്റെ വിദ്യാഭ്യാസത്തെ കുറിച്ചുള്ള നല്ലൊരു പ്രോഗ്രാം ഉണ്ടായി. കോട്ടയം ഭാഗത്തുള്ള പല വില്ലേജുകളിലും സ്കൂളുകളില് കുട്ടികളില്ല. എന്താ കാരണം? ഹോൾ വില്ലേജ് അടുത്ത ജനറേഷൻ അല്ലേ. ഇപ്പൊ ഞാനൊക്കെ പഠിക്കുന്ന കാലത്ത് എൻ്റെ ഒരു കസിൻ മാത്രമാണ്, ഒറ്റ കസിൻ. ഞങ്ങളുടെ ഹോൾ ഫാമിലി 5 സിസ്റ്റേഴ്സ് ആണ് എൻ്റെ മദർ. അവരുടെ മക്കളടക്കം അന്നൊക്കെ ഇഷ്ടംപോലെ പിള്ളേരാണ്, 7 പിള്ളേർ. 35-36 ഡയറക്റ്റ് കസിൻസ്. ആ ഡയറക്റ്റ് കസിൻസില് ഒരാൾ മാത്രമാണ് അമേരിക്കയിൽ പോയി പഠിച്ചത്. പ്രിൻസ്റ്റൺ യൂണിവേഴ്സിറ്റിയിലെ കെമിസ്ട്രി ആണ് പഠിച്ചത്.
ഇന്ത്യയിലെ ഇന്നത്തെ ഏറ്റവും നല്ല കെമിസ്റ്റ് ആരാന്ന് ചോദിച്ചാൽ എന്റെ ബ്രദറാണ്, കസിൻ ബ്രദറാണ്. പ്രൊഫസർ TP രാധാകൃഷ്ണൻ, സെൻട്രൽ യൂണിവേഴ്സിറ്റി ഹൈദരാബാദിലാണ്. കോട്ടയം യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലറായിട്ട് വിളിച്ചപ്പോഴാണ് പറഞ്ഞത് എനിക്ക് പണിയൊന്നും വേണ്ട, എന്ന റിസർച്ചും പഠനവും ഗവേഷണവും ഒക്കെയാണ് എന്റെ വിഷയം. അങ്ങനെ ഇൻവൈറ്റ് ചെയ്തു. വൺ ഓഫ് ദ ബെസ്റ്റ് സയന്റിസ്റ്റ്, കേരളീയൻ ആയതുകൊണ്ടും മലയാളി ആയതുകൊണ്ടും ഇവിടെ വിളിച്ചാൽ വന്നിട്ടില്ല. കാരണം അഡ്മിനിസ്ട്രേഷൻ അല്ല എനിക്കിഷ്ടം, എന്താണ് ഗവേഷണമാണെന്ന് പറഞ്ഞിട്ട് വിട്ടാണ്. ഇന്ന് എന്റെ മക്കളുടെ കസിൻസില് 1-2 പേര്, ഏകദേശം 300ഓളം പേരുണ്ടാവും. ഈ എല്ലാ മക്കളുടെയും മക്കളുടെ മക്കളെ കൂടെ 300 പേരുണ്ടാവും. ആ 300 പേരില് ഏകദേശം 290 പേരും ഇന്ത്യക്ക് വെളിയിൽ. മനസ്സിലാവുണ്ടോ പറഞ്ഞു മനസ്സിലായി? ഇപ്പൊ ഡോക്ടർ ധന്യ ചോദിച്ചു ഞാൻ എവിടെയാണ്, ഞാൻ ഗൂഗിൾ മാപ്പിൽ എടുത്ത് ഡോക്ടർ TPS നടിച്ചോ. ഗൂഗിൾ മാപ്പിൽ വെച്ചിട്ട് ഡോക്ടർ TPS നടിച്ചാൽ ഹൈദരാബാദിൽ 2 പേര്. ഇരിങ്ങാലക്കുടയിലാണ് എന്റെ വൈഫിന്റെ വീട്. അവരുടെ തറവാടും ഞാനാണ് മെയിൻറ്റെയിൻ ചെയ്തിട്ട് അവിടെയും ക്യാമ്പുകൾ നടത്താറുണ്ട്. ആദ്യത്തെ ക്യാമ്പിൽ 35 കുട്ടികൾ ഉണ്ടായിരുന്നു. അതിൽ 17 പേര് ഐസറിൽ പോയി. പകുതി ആൾക്കാർ നേരിട്ട് ഐസറിൽ, ഇന്ത്യയിലെ ബെസ്റ്റ് യൂണിവേഴ്സിറ്റി, 1 മാസത്തെ ക്യാമ്പായിരുന്നു. അങ്ങനെ ഒരു ക്യാമ്പിന്റെ പടമാണ് ധന്യ ചോദിച്ചത്. അവിടെയും പ്രോഗ്രാം നടത്താറുണ്ട്. ഇപ്പോ മറ്റൊരു സ്ഥലമാണ് വീട് പറഞ്ഞ എന്റെ തറവാട് എന്ന് പറയുന്ന 10-20 വർഷം പഴക്കമുള്ള ഞാൻ. അവിടെയാണ് ആദ്യം ഗൗരി മാത്രമല്ല, നമ്മുടെ ക്യാമ്പിൽ വരുമ്പോൾ അച്ഛനും അമ്മയും മക്കളും എല്ലാവരും വരും. ഒരു കുടുംബമാണ്. അത് പഠനമല്ല, എന്താണ് എല്ലാവരും കൂടി ചേർന്നിട്ട് എന്റെ അടുത്ത ബന്ധുക്കൾ ജീവിക്കുന്നത് പോലെ എന്റെ കൂടെ ജീവിക്കുക. എന്താ പഠിക്കുക, എന്താ പഠിപ്പിക്കുക എന്ന് വെച്ചാൽ ഒന്നും പഠിപ്പിക്കില്ല. എന്താ പഠിക്കുക എന്ന് വെച്ചാൽ നിങ്ങൾ പഠിക്കുക, നിങ്ങൾ പഠിച്ചു കൊടുക്കുക. മനസ്സിലാണോ? അപ്പൊ നിങ്ങൾ ഇപ്പൊ നോക്കിയാൽ കാണാം. ഇന്നലെ അങ്ങനെ ഞാൻ പോസ്റ്റ് ചെയ്തു. അതിന്റെ കഴിഞ്ഞ ആഴ്ച നടന്ന ക്യാമ്പില് അമേരിക്കയിൽ നിന്നുള്ള 2 പേരുണ്ടായിരുന്നു, ഹൈദരാബാദിൽ നിന്ന് 2 പേരുണ്ടായിരുന്നു, നൽകൊണ്ടയിൽ നിന്നുള്ള ഒരാളുണ്ടായിരുന്നു, കേരളത്തിൽ തൊട്ടടുത്തുള്ള കുറച്ച് പേരുണ്ടായിരുന്നു. ഒരു ദിവസം വൈകുന്നേരം പറഞ്ഞു നമ്മൾ കഞ്ഞി വെക്കാൻ പഠിക്കണം. വ്യത്യസ്തമായ ഒരു കഞ്ഞി വെക്കാൻ പഠിക്കണമെങ്കിൽ ഡോക്ടർ TPSന്റെ ക്ലാസ് നിങ്ങൾക്ക് വേണം. ഓക്കെ, അപ്പൊ അതിൽ കഞ്ഞി വെക്കാനാണ് പഠിപ്പിച്ചത്. പക്ഷെ അതിൽ കുറെ പഠിക്കാനുണ്ട്. നമ്മൾ ഓരോ കഞ്ഞിയുടെ സാധനം ഇടുമ്പോ ഇതെന്താണെന്ന് ചോദിക്കുമല്ലോ. ആ അവരുടെ മദർട്ടങ്ങും അതർട്ടങ്ങും വ്യത്യാസമില്ലേ, അതിൽ പറയുന്ന ഭാഷകൾ വ്യത്യാസമില്ലേ. അപ്പൊ കൾച്ചർ പഠിച്ചു, വ്യത്യസ്തമായ ഭാഷകൾ പഠിച്ചു. മനസ്സിലാവുന്നുണ്ടോ? ഭാഷ പഠിക്കാൻ എന്തെളുപ്പം അറിയും. ഭാഷ പഠിക്കാൻ നല്ല എളുപ്പം. വെസ്റ്റ് ബംഗാളിലെ പ്രസിഡന്റ് ആദ്യം ചെയ്ത് ടിങ്കിൾ ടിങ്കിൾ ലിറ്റിൽ സ്റ്റാർ ബംഗാളിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തു. ഇന്നലെ ഹൗസ് ബോട്ടിലായിരുന്നു. ഹൗസ് ബോട്ടിൽ സംസാരിക്കുന്നത് ബംഗാളിയാണ്. അമി ബംഗ്ലാ അവരോട് പറഞ്ഞു, ബംഗാൾ പറയും. അവരോട് പറഞ്ഞു എന്നെ കണ്ട് ഗസ് ചെയ്യാൻ പറഞ്ഞു ഏത് നാട്ടുകാരനാണ്. അപ്പൊ അവൻ പറഞ്ഞു ഡൽഹിയിൽ നിന്ന് വരുന്ന ആളാണ്. എന്നെ കണ്ടാൽ മലയാളിയാൻ തോന്നുന്നില്ല. നമ്മൾ അവരോട് പറയുന്ന ഭാഷയിൽ വ്യത്യാസമാണ്. ഹിന്ദിയിലും ഇംഗ്ലീഷിലൊക്കെ പറയുമ്പോൾ പെട്ടെന്ന് പിടിക്കും. കാരണം കുറേ സ്ഥലത്ത് ജോലി ചെയ്തിട്ട് പരിചയമുള്ള ഒരാളാണ്, എബ്രോഡിൽ പോയിട്ട് ജോലി ചെയ്തത്. അപ്പൊ അവന്റെ ഭാഷയില് ടിങ്കിൾ ടിങ്കിൾ ട്രാൻസ്ലേറ്റ് ചെയ്ത് ഞാൻ അവനെ കൽപ്പിച്ചു. ആദ്യമായിട്ട് കേൾക്കണം. അവന്റെ മുഖം കാണാൻ എന്ത് ത്രില്ലാണെന്ന് അറിയോ? ഹോട്ടൽ മാനേജ്മെന്റ് മലയാളം ടിങ്കിൾ ടിങ്കിൾ ട്രാൻസ്ലേഷൻ അറിയോ? മിന്നും മിന്നും താരകമേ എന്തത്ഭുതമാണ് ഈ ദൃശ്യം, മീതെ മീതെ മാനത്ത് വൈഡൂര്യമ്പോൾ മിന്നുന്നു. കുറച്ച് കരുത്തുണ്ടാവണം, അപ്പോഴേ ഇതൊക്കെ വരുള്ളൂ. മെർസു മെർസു ആകാശത്ത് തെലുങ്ക്. ഓക്കെ, അപ്പൊ ഓരോ ഭാഷയിലും നമുക്ക് പഠിക്കാൻ. ഭാഷ പഠിക്കാൻ എന്തെളുപ്പ? അവിടെ പറയും, അവിടെ, ഇവിടെ, എവിടെ, അങ്ങേ, ഇങ്ങേ, അങ്ങേ, അങ്ങേ, ഇങ്ങേ, എങ്കേ, അല്ലി, ഇല്ലി, എല്ലി, അക്കടെ, ഇക്കടെ, എക്കടെ, ഉധർ, ഇധർ, കിധർ, there, here, where. ഇത്ര ഭാഷ പഠിക്കുന്നത് ഇല്ലേ? നമ്മൾ ആകെ ഈ 3 വാക്ക് പഠിച്ചാൽ എന്തു സംസാരിക്കാൻ ആരംഭമാണ്. പക്ഷെ എന്താ ഇല്ലാത്തത്? ഡോക്ടർ ധന്യ പറഞ്ഞതുപോലെ അന്തർമുഖ, അല്ലെ? ലളിതാസഹസ്രനാമം അറിയോ? അന്തർമുഖ സമാരംഭ. പിന്നെ എന്തിനാ ചെല്ലണേ? തുടങ്ങേണ്ടത് അന്തർമുഖമായിട്ടാണ്. പക്ഷെ പുറത്തു വരുമ്പോ ലക്ഷണത്തെ ആളായിട്ട് മാറണം. നല്ല കമ്മ്യൂണിക്കേഷൻ. അതെന്ത് വേണം? അതിനാണ് ഞാൻ പറഞ്ഞത് കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ പണ്ടത്തെ പാട്ട്. ഓരോ ചെറു ചെറു വസ്തുവിലും വിരൽ തൊട്ടു തൊട്ടങ്ങ് ചോദിക്കൂ, എങ്ങനെ ഇത് കിട്ടി?
എന്തിന്ന ധീരത? ഉറക്കെ, ഇത് ആലപ്പുഴയാണോ? എന്തിന്ന ധീരത? ഇപ്പോൾ തുടങ്ങുവൻ, എല്ലാം നിങ്ങൾ പഠിക്കണം. തയ്യാറാവണം ഇപ്പോൾ തന്നെ, ആത്മശക്തിയായി മാറിയിടാൻ. ഒരാഗ്രഹമില്ല പഠിക്കാൻ. ഹൈദരാബാദില് ഞാൻ താമസിക്കുന്ന സിറ്റിയുടെ സെന്ററിലാണ്. ഞാൻ പത്രം മേടിക്കുന്നത് നിർത്തി. കാരണം ഓൺലൈനിൽ 3-4 പത്രം വായിക്കാം, മലയാള മനോരമ ഒക്കെ വായിക്കാം. പക്ഷെ മകൻ, ഞാൻ പണ്ട് പഠിപ്പിച്ചു പറഞ്ഞല്ലോ പത്രം വായിക്കുന്ന ശീലം. ഇപ്പൊ ഈ എന്റെ ചെറിയ മകന്റെ മാരേജിന്റെ സമയത്ത് വന്ന സമയത്ത് ആദ്യം ചോദിച്ചത് പത്രം ഇടാറില്ല കൂടെ. ഞാൻ അതൊക്കെ മാറി പോയി, ഇപ്പൊ പത്രം കിട്ടാറില്ല. ഡിസ്ട്രിബ്യൂഷൻ ഇല്ല, പറഞ്ഞ വിശ്വസിച്ചില്ല. ഹൈദരാബാദ് സെന്ററിന് റെയിൽവേ സ്റ്റേഷനിലല്ലാതെ ഉള്ള എല്ലാ പത്രം വിൽക്കുന്ന ചെറിയ കടകളും കൂട്ടിയിരിക്കും. വെറുതെ ഒന്ന് ഓടിച്ചു നോക്കി, എല്ലായിടത്തും മുക്കിലും മൂലക്കും പണ്ട് പത്രവും സിഗരറ്റും ഉണ്ടായിരുന്നു. ഇപ്പൊ പബ്ലിക് സിഗരറ്റ് വലി സ്റ്റോപ്പ് ചെയ്തതുകൊണ്ട് എന്തില്ല, പത്രവും ഇല്ല. അല്ലെങ്കിൽ സാധാരണ സിഗരറ്റ് വലിക്കാൻ പോകും, ആ സമയത്തിന് പത്രം മേടിക്കും. രണ്ടും പത്രം വായനയില്ല. ഡോക്ടർ TPS ഹൗ ടു റീഡ് ന്യൂസ് പേപ്പർ നിങ്ങൾക്ക് യൂട്യൂബിൽ കാണാം. സിവിൽ സർവീസ് IAS, ഡെസ്റ്റിനേഷൻ IAS. സുബോധൻ ഞാൻ കുറേ നടന്ന് കേരളത്തിൽ പ്രോഗ്രാം നടത്തിയിട്ടുള്ളതാണ്. എന്താണ് ഡെസ്റ്റിനേഷൻ IAS? എല്ലാവരുടെയും ധാരണ IAS എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് ആണ്. അല്ല, ഇൻസ്പയർ, ഇൻസ്പയർ, ആസ്പയർ, സക്സസ്. നമ്മൾ ഇൻസ്പയർ ചെയ്യണം, ആൾക്കാരെ നല്ലപോലെ മോട്ടിവേറ്റ് ചെയ്യണം. റൈറ്റ്? ഒരു കാര്യമില്ല. എന്താ കാരണം? ഒരു പ്രാവശ്യം കുളിച്ചാൽ ശുദ്ധാവുമോ? അതുപോലെയാണ് ഒരു പ്രസംഗം കേട്ടാൽ എന്താ രസം, അത് കഴിഞ്ഞാൽ പിന്നെ പിറ്റേ ദിവസം അത് മാറും. അതൊക്കെ ഒരു ഗുണവും. ഉദ്യമം, നോ യൂസ്. ഉദ്യമം, സ്റ്റാർട്ട് കൈയോട്ട് തന്നാ പിന്നെ നിന്നു. ഉദ്യമം. പിന്നെ എന്ത് വേണം? ആക്ഷൻ. നല്ല സാഹസം എന്നാണ് പറയാം. എന്താ പറയാ? അതിസാഹസം പാടില്ല, സാഹസം. ഉദ്യമം, ലൗഡർ, റിപ്പീറ്റ്. ഉദ്യമം, സാഹസം. അതിനെന്ത് വേണം? ധൈര്യം, ബുദ്ധി, ശക്തി, പരാക്രമം. എന്താ പരാക്രമം? മലയാളത്തിൽ പരാക്രമം സ്ത്രീകളിലല്ല ഇന്റർസെപ്ഷൻ ഇല്ലേ? മലയാളത്തിന്റെ തെറ്റാണ്. മലയാളത്തിൽ പൊട്ട ഭാഷ ആണോ അല്ലേ? ആണ്. ഈ ഇരിക്കുന്നതിൽ ഈ കുട്ടി ചെറ്റയാണ്. ചെറ്റ. പണ്ട് കേരളധർമ്മ കോളേജിൽ മലയാള ഭാഷയുടെ, ഞാൻ യൂണിവേഴ്സിറ്റിയുടെ ഡയറക്ടറായിരുന്നു. അപ്പൊ പല ഇനോഗ്രേഷൻ വിളിക്കുമ്പോൾ കുറെ പോലീസുകാരും നമ്മുടെ അലക്സാണ്ടർ ജേക്കബ് ഇരിക്കുന്നത്. അതിനിടയിലാണ് ഒരാളെ ചെറ്റാന്ന് വെച്ചത്. എന്താ ചെറ്റാന്ന് പറഞ്ഞ അർത്ഥം? ചെറ്റപ്പരാന്ന് പറഞ്ഞ അർത്ഥം. ഈ ഇരിക്കുന്നതിൽ കുട്ടി ചെറുതാണെന്ന് പറഞ്ഞാൽ എന്താ ചേട്ടാ? ആരെങ്കിലും നിങ്ങളെ ചെറ്റാന്ന് വിളിച്ചാൽ എന്ത് ചെയ്യണം? എന്താ ചേട്ടാ? ധൈര്യത്തിൽ ചോദിച്ചോ. ചെറ്റ തെറ്റായ വാക്കല്ല, ആണോ? ഈ ക്ലാസ് ആകെ ഞാൻ കൊളാക്കാൻ പോകും. മോശം വാക്കാണോ കുളം? ആണോ? കുളം എന്ന് പറഞ്ഞാൽ എന്താ? ആൾക്കാരെ ശുദ്ധമാക്കുന്ന സ്ഥലം ആണോ അല്ലയോ? അപ്പൊ ഈ ക്ലാസ് കൊളായെന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഇവിടുന്ന് പുറത്തു പോകുമ്പോഴത്തേക്കും എല്ലാവരും ശുദ്ധമായിരുന്നു. എന്റെ പേര് ഡോക്ടർ TP ശശികുമാർ ആണോ അല്ലയോ? TP എന്ന് തല്ലിപ്പൊടിതാണ്. എന്റെ പേര് മറക്കോ? ഇല്ല. എന്റെ പേരെന്താണ്? തല്ലിപ്പൊടി. മലയാളത്തിൽ തല്ല് എന്ന് പറഞ്ഞ മോശം വാക്കാണോ? ആണോ? പൊളി എന്ന് പറഞ്ഞാൽ ആണോ? അല്ല. പിന്നെ തല്ലിപ്പൊടി പൊടി നല്ല മോശം വാക്കാവും. ഇനി അഥവാ ആണെന്ന് വിചാരിക്കാം, തല്ല് തന്നെയല്ലേ അടി. അപ്പൊ തല്ലിപ്പൊടിക്ക് വരാൻ അടിപൊളിയായാലോ? ഇതെന്തൊരു ഭാഷ നോക്കൂ. ഒരു തല്ലിപ്പൊടി എന്ന് പറയുമ്പോൾ മോശം, അടിപൊളി എന്ന് പറയുമ്പോ എന്റെ ഭഗവാൻ, ആകെ കൺഫ്യൂഷൻ. എന്താ കാരണം? നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഇല്ലാത്തത് എന്താ കാരണം? നിങ്ങൾ ആലോചിക്കാറില്ലേ? എന്റെ പ്രശ്നം എന്താണ്? ആലോചിക്കുമ്പോൾ എന്ത് കൂടും? കൺഫ്യൂഷൻ കൂടും. പക്ഷെ കൺഫ്യൂഷൻ കൂടി അവസാനം നമ്മൾ എന്ത് ചെയ്യണം? അതിനെ ഫ്യൂസ് ചെയ്യണം.
അപ്പൊ ധന്യ പറഞ്ഞ സമയത്ത് ഉപയോഗിച്ച വാക്കുണ്ട്. ഞാൻ ഈ വാക്കുകളൊക്കെ എഴുതി വെക്കുക ചെയ്യിക്കുമ്പോ അതിൽ വെച്ചിട്ടാണ് നമ്മൾ പിടിക്കുക. അപ്പൊ അതില് ഭയങ്കരം എന്നുള്ള വാക്ക് 2-3 പേര് ഉപയോഗിച്ചു. എല്ലാരും പറയുന്ന ഒരു വാക്കാണ് ഭയങ്കരം. അയാൾക്ക് ഭയങ്കര വിവരം. ഭയങ്കരം എന്നുള്ളതാണ് ഭയപ്പെടുത്തുന്നതാണ് ഭയങ്കരം, അല്ലേ? ഒരാളെ കാണുമ്പോൾ, വിവരമുള്ള ആളെ കാണുമ്പോൾ നമ്മൾ ഭയപ്പെടണം. എന്താ വേണ്ടേ? ഭയങ്കരത്തിന്റെ ഓപ്പോസിറ്റ് എന്താണെന്ന് നിങ്ങൾക്കറിയോ മലയാളികളെ? ശങ്കരൻ. ഇതുവരെ ഉപയോഗിച്ചിട്ടുണ്ടോ? ശങ്കര മഴ എന്ന് പറഞ്ഞ അർത്ഥം നമ്മൾ എന്താ പറയാ? സാധാരണ ഭയങ്കര മഴ എന്ന് പറയും. മഴ എന്തിനാ ഭയങ്കര? നമ്മളെ ഭയപ്പെടുന്നതാണോ മഴ? എന്റെ നാട്ടിലൊക്കെ ക്യാമ്പിൽ വന്നു കഴിഞ്ഞാൽ നല്ല മഴ വരുമ്പോ എന്റെ പിള്ളേരോട് പറയും ഡ്രസ്സൊക്കെ കഴിച്ചോ, മഴ കൊള്ളാൻ പറയും. ശങ്കര മഴയാന്നാ പറയും. എന്താ പറയാ? വാക്കിനോളം തൂക്കമില്ലി ഊക്കൻ ഭൂമിക്ക് പോലുമേ. എന്താണ്? വാക്കിനോളം തൂക്കമില്ലി ഊക്കൻ ഭൂമിക്ക് പോലുമേ. ഈ കവിത എവിടെ കേട്ടോ? സാധ്യതയില്ല. ഡോക്ടർ TPSന്റെ കവിതയാണ്. ഞാൻ അത്ര ഫേമസ് അല്ലല്ലോ. നമ്മൾ പലപ്പോഴും വാക്കുകൾ ഉപയോഗിക്കുമ്പോ കൃത്യമായി നന്നായി ആലോചിച്ച് ഉപയോഗിക്കുമ്പോ വാക്കിന് എന്തുണ്ടാവും? അപ്പൊ നിങ്ങൾ ആരാവും? കവിയാവും. അതാണ് കമ്മ്യൂണിക്കേഷൻ. അത് പറയുന്നതല്ല. ഒരാളോട് സംസാരിക്കാതിരുന്നത് കൊണ്ട് അയാൾ മോശമാണെന്നില്ല. നല്ല എഴുത്തുള്ള കവിത എഴുതാം, നല്ലപോലെ എഴുതാൻ പറ്റും. നല്ലപോലെ പഠിച്ചാലേ നല്ലപോലെ എഴുതാൻ പറ്റും. പക്ഷെ ഞാനൊക്കെ കവിത എഴുതി തുടങ്ങി. ഇനിയിപ്പോ ചോദിച്ചു ഈ കവിത തന്നിട്ടുണ്ടോ? ലൈഫ് ഭയങ്കര ബുദ്ധിമുട്ടാണെന്നാണ് ധന്യവാദം. എന്റെ ബുക്കിന്റെ പേര് ലൈഫ് മെയ്ഡ് സിമ്പിൾ ആണ്. അതിന്റെ ലാസ്റ്റ് എഴുതിയ ഭാഗമാണ് അകവൂർ നാരായണൻ. അദ്ദേഹം എനിക്ക് തോന്നുന്നു ഭാരതത്തിലെ ഏറ്റവും പ്രസിദ്ധമായ മൾട്ടി ലാംഗ്വേജ് സ്പെഷ്യലിസ്റ്റ് ആണ്. ഡൽഹി യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറായിരുന്നു. അപ്പൊ ഞാൻ എന്റെ പുസ്തകവും 2 പുസ്തകം ഡൽഹിയിൽ ഇരിക്കുന്ന സമയത്ത് അധികം പണിയൊന്നുമില്ല. കുറെ ആകെ എനിക്ക് തോന്നുന്നു 2 കൊല്ലത്തില് 94 ഫയല് സൈൻ ചെയ്തിട്ടേ ഉള്ളൂ. അപ്പൊ ഈ 2 ബുക്കും കൊണ്ടുപോകും. എന്നിട്ട് പറഞ്ഞത് അവതാരിക എഴുതിക്കണം. ഒന്ന് എന്താണ് ഇത്, കൊള്ളുമോ ഈ ബുക്ക്? അങ്ങനെയാണ് അതിന് മോഡേൺ തിരുക്കുറൾ എഴുതിയത്. അപ്പൊ ഞാൻ കൊടുത്തത് ഒരു പേനയും ഒരു ബണ്ടിൽ പേപ്പറും. അപ്പൊ സാധാരണ നമ്മൾ അവതാരിക കൊടുക്കുമ്പോൾ അവർക്ക് 2 കാര്യത്തിന്റെ ആവശ്യമില്ല. അപ്പൊ കുറക്കണ്ട, ഒരു ബണ്ടിൽ പേപ്പറും ഒരു പേനയും. സാധാരണ കുറേ അവതാരിക എഴുതും. പക്ഷെ ആദ്യമായിട്ട് ഒരാൾ ഇങ്ങനൊരു ഗിഫ്റ്റ് ഞാൻ ആവശ്യമുള്ള സാധനം എഴുതുന്ന ആൾക്ക് 2 കാര്യമല്ലേ വേണം. അപ്പൊ എന്റെ അടുത്ത് നോക്കിയാൽ കുറേ പേനകളുണ്ടാവും. എന്റെ ബാഗിൽ കുറെ പേനകളും കുറെ പേപ്പറും കുറെ കാത്തുണ്ട പേപ്പറും ഒക്കെ ഉണ്ടാവും. എന്താ ആയുധം വേണ്ടത്? ഞാൻ പറഞ്ഞതാണ് പുത്തനൊരായുധമാണു നിനക്കി പുസ്തകം കയ്യിലെടുത്തു. നിങ്ങൾ എത്ര പേരുടെ പേപ്പറും പേനയായിട്ട് ക്ലാസ് എത്ര പേര് എഴുതിയിട്ടുണ്ട്? ഇതൊക്കെ അതിന്റെ പണം എടുത്ത് എനിക്ക് അയച്ചു. വളരെ വളരെ വലുതാണ്. ഇത് എഴുതുമ്പോ അല്ലെങ്കിൽ റെക്കോർഡ് ചെയ്യണം. ഞാൻ ഇവിടെ റെക്കോർഡ് ചെയ്യുന്നുണ്ട്, അവിടെ റെക്കോർഡ് ചെയ്യുന്നുണ്ട്, അവിടെ റെക്കോർഡ് ചെയ്യുന്നുണ്ട്, കുറേ റെക്കോർഡാണ്. ഇതൊക്കെ കൂട്ടിച്ചേർത്തിട്ടാണ് പിന്നെ യൂട്യൂബിലേക്ക്. ഈ എഴുതുന്ന സ്വഭാവം ഇല്ലെങ്കിൽ പഠിക്കുന്നില്ല. 2 ഹാബിറ്റാണ്, ടേക്കിംഗ് നോട്ട്സ് ആൻഡ് മേക്കിംഗ് നോട്ട്സ്. അപ്പൊ ഒരു അവതാരിക എഴുതണമെങ്കിൽ കുറേ നോട്ടുകൾ ഉണ്ടാകും. എനിക്ക് തോന്നുന്നു അകവൂറിന്റെ അവസാനം എഴുതിയിട്ടുള്ളത് എന്റെ പുസ്തകത്തിന്റെ, അത് കഴിഞ്ഞ് അദ്ദേഹം മരിച്ചു, വയസ്സായി, കുറേ വയസ്സായിട്ടുള്ളതാണ്. എന്റെ റിലീസ് ഫംഗ്ഷന് വന്നിട്ടുള്ള യൂട്യൂബിൽ പോയി കാണുന്നുണ്ട് അകവൂർ സാർ. നല്ല പ്രഭാഷണം എന്നറിയും. എന്റെ ഗുരുവിന്റെ അടുത്ത സുഹൃത്താണ്. അതുകൊണ്ടാണ് എനിക്ക് അപ്രോച്ചബിലിറ്റി കിട്ടുന്നത്. KPC ബ്രഹ്മശ്രീ KPC അഞ്ജൻ ഭട്ടതിരിപ്പാടിന്റെ റെഫറൻസിലാണ് ഞാൻ പോകുന്നത്. അല്ലെങ്കിൽ അദ്ദേഹത്തൊന്നും കാണാൻ തന്നെ പറ്റില്ല. നമുക്ക് ഭയത്തോടു കൂടിയാണ് ഞാൻ കൊടുത്തത്. എന്നാൽ ആദ്യത്തെ ഒരു കവിതയല്ലേ, നമുക്ക് മോട്ടിവേഷൻ വേണമെങ്കിൽ ഈ കവിത വായിക്കണ്ട, അതിന്റെ എസൻസ് മനസ്സിലാക്കിയാണ്. അടുത്ത കാലത്ത് കൽക്കട്ട പോയ സമയത്ത് രാജ്ഭവനിലാണ് താമസിച്ചത്. രാജ്ഭവൻ എന്ന് പറഞ്ഞാൽ അറിയാം, ഗവർണറുടെ വീട്. കാരണം നിങ്ങളുടെ നാട്ടുകാരൻ തന്നെയാണ് ആനന്ദബോസ്. ആനന്ദബോസ് ആണ് വെസ്റ്റ് ബംഗാളിന്റെ ഗവർണർ. അദ്ദേഹം സെക്രട്ടറി ആയിരിക്കുമ്പോഴാണ് ഞാൻ അവിടെ ഡെപ്യൂട്ടി ഡയറക്ടർ. അപ്പൊ ഞങ്ങൾ അടുത്ത സുഹൃത്തുക്കളാണ്. മിക്കവാറും പ്രോഗ്രാമുകളിൽ ഞങ്ങൾ കൂടെ ഉണ്ടാവും. അപ്പൊ എന്റെ ഈ പുസ്തകം ഞാൻ ഒരു പ്രോഗ്രാമിൽ ഞാൻ ഗിഫ്റ്റ് കൊടുത്തു. ഇത് കൊടുത്ത് ഫുൾ വായിച്ചു. അദ്ദേഹം വായിച്ചിട്ട് സാധാരണഗതിയിൽ ഒരു പുസ്തകം കൊടുത്ത് വായിച്ചു കഴിഞ്ഞാൽ നമ്മളൊന്നുമില്ലെങ്കിൽ പ്രിന്റ് ചെയ്യാൻ കാശ്. ഇപ്പൊ ഞാനല്ല ഇത് മുറക്കിയത് കേട്ടോ, സുബോധ് പ്രിന്റ് ചെയ്തതാണ്.
ആരെങ്കിലൊക്കെ പ്രിന്റ് ചെയ്ത് തരുന്നതാണ് നമ്മൾ ഡിസ്ട്രിക്ട് ഫ്രീ ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. ഇതെനിക്ക് തോന്നുന്നു നടുവിൽ ഇതിങ്ങനെ ഫ്രീ ആയിട്ട് കൊടുക്കാൻ വേണ്ടി പണ്ടെടുത്ത് നടക്കാറുണ്ട്, ഇപ്പൊ അതില്ല. അപ്പൊ ഇത് കഴിഞ്ഞപ്പോ എന്നോട് ആനന്ദ ബോസ് പറഞ്ഞു, ഒരു ദിവസം കഴിഞ്ഞിട്ടാണ് വിളിച്ചത്. സാധാരണ അങ്ങനെയല്ല, നല്ല വയനക്കാരനാണ്, ഉടനെ വിളിക്കും. ശശി തരൂരിന് കൊടുത്തപ്പോ പ്രോഗ്രാം കഴിഞ്ഞപ്പോഴത്തേക്കും എന്നെ വിളിച്ച് ഓരോ കവിതയെ കുറിച്ചുള്ള അഭിപ്രായം അപ്പൊക്കെ നടക്കും. അത്ര ഫാസ്റ്റ് ആയിട്ട് വായിക്കും. റൈറ്റ്? ആനന്ദ ബോസ് ഒരു ദിവസം കഴിഞ്ഞിട്ട് വിളിച്ചിട്ടുണ്ടോ പറഞ്ഞു, നീ എന്റെ ഒരു ദിവസം വേസ്റ്റ് ആക്കി. ഈ പുസ്തകം വായിച്ചിട്ട് ഒരു ദിവസം അദ്ദേഹം വേസ്റ്റ് ആക്കി. ഓക്കെ, അത്ര തുല്യത് 27 കവിതകൾ വായിക്കാൻ എത്ര സമയം വേണം? മാക്സിമം ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ, അത്രയല്ലേ വേണം. കുറച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇവിടെ എന്ത് പറ്റി, വാട്ട് ഹാപ്പൻഡ്? അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഇതിനകത്ത് ആദ്യത്തെ കവിതയുടെ പേര് ദ റേസ് ഫോർ ബർത്ത് എന്നാണ്. റേസ് ഫോർ ബർത്ത്. ആ കവിത വായിച്ചപ്പോ ഇതേ കവിത മലയാളത്തിൽ വന്നിട്ടുണ്ട്. അപ്പൊ താനിത് മോഷ്ടിച്ചെഴുതിയതാണ് എന്നുള്ള ധാരണയില് അയാളുടെ ബണ്ടിൽ ഓഫ് മാഗസീൻസ് കുറെ കൊല്ലങ്ങളായിട്ട് സൂക്ഷിച്ചു വെക്കുന്ന ഫുൾ തപ്പാണ് അയാൾ. എന്തിന്? ഇതിന്റെ മലയാളം ഇതിന്. അപ്പൊ ആലോചിച്ചൊക്കെ ഒരു IAS പഠിപ്പിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ സിലബസ് റിന്യൂവേഷൻ കമ്മിറ്റിയുടെ ഡയറക്ടറായിരുന്ന ആള്. നിങ്ങൾക്കറിയാമോ, ഇവിടെയുള്ള വലിയ ക്ഷേത്രത്തിന്റെ, പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ കമ്മിറ്റികളുടെ ചെയർമാനായിരുന്ന ആള്, ഇപ്പൊ ഗവർണർ ആയിട്ടുള്ള ആള്, നല്ല വായനക്കാരൻ. ഒരു ദിവസം ഫുൾ തപ്പുന്നത് പഴയ മാഗസീൻസ്. അപ്പൊ എത്ര കാലത്തെ മാഗസീൻസ് അയാൾ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടാവും ആലോചിച്ചു. എന്നിട്ട് തപ്പിയിട്ട് നോക്കുകയാണ്, ഞാൻ എവിടെ നിന്നാണ് ഇതേ സംഭവം മോഷ്ടിച്ചത്. എന്റെ പഹയ, നീ മലയാളത്തിലെ കവിതയൊന്നും എന്നോട് പറയേണ്ടായിരുന്നു. അവസാനം തപ്പി കണ്ടുപിടിച്ചപ്പോ ആരുടെ കവിത അത്? ഞാൻ മലയാളം ഹാരികയിൽ എഴുതിയിട്ടുള്ള കവിതയാണ്. അത് തന്നെയാണ് ഇംഗ്ലീഷിലേക്ക് ഞാൻ എഴുതിയത്. ഇന്ന് ആദ്യം പറയണ്ട ഞാൻ മലയാളത്തിൽ എഴുതിയിട്ടുണ്ട്. നമ്മൾ ചോദിച്ചില്ല. റൈറ്റ്? മില്യൺസ് ഓഫ് സ്പേം ഫ്രം ദ ഫാദർ. ജീവിതം ഭയങ്കര ബുദ്ധിമുട്ടാണോ അല്ലയോ? എല്ലാവരും കൈപ്പൊക്കെ ശരിക്കും പൊക്ക്, എന്നിട്ട് തലയിലൊക്കെ എന്റെ പടച്ചോനെ ജന്മം തുറഞ്ഞു പോട്ടെ അല്ലേ? രാവിലെ എണീറ്റ കണ്ണാടി നോക്കിയിട്ട് എന്റെ മൂക്ക് ശരിയില്ല, എന്റെ കണ്ണ് ശരിയില്ല. ഇപ്പൊ കുഴപ്പമില്ല അല്ലേ? ആ പ്രായത്തിലുള്ള കുറെ മക്കൾ നിങ്ങൾക്കുണ്ടല്ലോ അല്ലേ? അവരൊക്കെ നോക്കിയിട്ട് എന്താ പറയാ? എന്റെ കണ്ണ് ശരിയില്ലാലോ. എന്നല്ല കേട്ടോ, ഞാൻ തന്നെയാണ് ട്രിം ചെയ്യുന്നതും ഷേവ് ചെയ്യുന്നതും. അസുഖങ്ങൾ വന്നിട്ട് കുറെ വർഷങ്ങളായി, കണ്ടിട്ടേ ഇല്ല. 40-40 വർഷം. എന്നെ തൂക്കി നോക്കിയാൽ ഇപ്പോഴും 60 കിലോ. 40 വർഷമായി അല്ലേ? ജിൻസി എന്നെ പണ്ട് കാണുമ്പോഴേ ഒരു മാറ്റം. എന്താ കാരണം? മിതം ഭുക്ത്വാ ശതം ജപ്ത്വാ പദശതം ശനൈ മമ ഭാഗ്യേ ശയനസ്യ വിഷഗ്യം പ്രയോജനം. നിങ്ങൾക്ക് ഡോക്ടറെ കൊണ്ട് എന്താ ഗുണമുണ്ടാവുക? മിതം ഭുക്ത്വാ, കുറച്ച് വർഷം കഴിഞ്ഞ, ശതം ജപ്ത്വാ, അറിയാതെ, പദശതം ശനൈ, പതുക്കെ പതുക്കെ നടക്കുക. ഇപ്പൊ എങ്ങനെയാ പഠിപ്പിക്കുന്നത്? ഓടാനാ പഠിപ്പിച്ചത് അല്ലേ? ഓടി ഓടി അവസാനം എവിടെയെങ്കിലും ചാവും വീഴുന്നൊക്കെ കണ്ടപ്പോ പിന്നെ പറഞ്ഞു, ഇനി പുറത്തോടണ്ട, അകത്ത് ഓടുന്ന മിഷ്യന്റെ കാലം നിന്നാവില്ല. കുറച്ചു കാലം കഴിയുമ്പോൾ ബ്രഹ്മാവ് ഈ കാലം കഴിയുമ്പോൾ എടുത്ത് കളയും. കാരണം ഇയാളൊന്നും ഉപയോഗിക്കുന്നില്ല, ശരീരം ആകെ ഉപയോഗിക്കാണ്ടിരിക്കുന്ന ഒരവസ്ഥ വരും. ഇതൊന്നും ആവശ്യമില്ല. ആകെ ഓടി നടന്നിട്ടൊക്കെ മഹാന്മാരെ വീട്ടിൽ വന്നിട്ട് പറയും, കാരണം അവിടുന്ന് ഈ വറാന്തേന്ന് അടുക്കളക്കാരനായ കാര്യമില്ല. ഈ സ്ഥലം ഫുൾ ഓടാൻ സ്ഥലം സമയം. എന്താ വീട്ടിൽ പണിയെടുത്താൽ പോലെ? വീട്ടിലെ ഫുൾ പണിയെടുത്താൽ മതി, നല്ല ആരോഗ്യം ഉണ്ടാവും അല്ലേ? എല്ലാ ദിവസവും നടക്കുന്ന ഒരാൾ ആവശ്യത്തിന് നടക്കാൻ പറ്റും. ഞാനിപ്പോ കഴിഞ്ഞ ക്യാമ്പിന് പിള്ളേരെ കാണിച്ചു കൊടുത്ത എങ്ങനെ കവുങ്ങൊക്കെ ഇറങ്ങണം. അവർ സമ്മതിക്കുകയാണെങ്കിൽ ഒരു കവുങ്ങ് മറ്റേ കവുങ്ങിലേക്ക് ചാടും. ഇതൊക്കെ സ്ഥിരമായിട്ട് ചെയ്യുന്നത്. മനോരമയിൽ പണ്ട് ഒരു ഫുൾ പേജ് വന്നപ്പോ സൺഡേ സപ്ലിമെന്റിൽ വന്ന എന്റെ തെന്ന് കയറുന്ന ഒരു പടമാണ്. കുറേ കോള വന്നു. എന്തിനറിയോ? നാളെ എന്റെ വീട്ടിൽ കയറാൻ വരുമോ? കാരണം ഇവിടെ കിട്ടാത്ത ആ പണിക്ക് കാണാത്ത എല്ലാവർക്കും മടിയൊക്കെ ഉണ്ട്. ആ മടി മാറണം. ഏറ്റവും നല്ല ഉഷാറുള്ള ഉദ്യമം എന്താണ്? സാഹസം, ധൈര്യം, ബുദ്ധി, ശക്തി, പരാക്രമം. പരാക്രമം എന്ന് പറഞ്ഞാൽ എന്നെ ആരെങ്കിലും തടസ്സപ്പെടുത്തിയാൽ, ഞാനിപ്പോ ഇവിടെ ഇറങ്ങി പോകുന്ന സമയത്ത് ആരെങ്കിലും കാല് വിട്ട് ഞാൻ വീഴട്ടെ, വീഴാത്തവനുലകിലവൻ വീട് മണ്ണിൽ കിടക്കും, നാണക്കേടാണ് ഒഴിക്കേണ്ടത്, പൊടിപുരളും മുമ്പ് എഴുന്നേൽക്കണമല്ലോ. പെട്ടെന്ന് എഴുന്നേക്കണം. നമ്മളൊക്കെ ചെയ്യുന്നതാണ്. പക്ഷെ നമ്മൾ എവിടെ വീണാലും ആദ്യം ചെയ്യുന്നത് എന്താ അറിയോ? ആരെങ്കിലും കണ്ടോ നോക്കണം. ആണോ അല്ലയോ?
നല്ല ബാത്റൂമിൽ പോയിട്ട് ഫ്ലഷ് എവിടെയാണെന്ന് പ്രസ് ചെയ്യാൻ പറ്റാണ്ട് എവിടെയെങ്കിലൊക്കെ പ്രസ് ചെയ്ത് അബദ്ധമായാലും നമ്മൾ നോക്കും അല്ലേ? ഗ്ലാസ് ഡോർ തുറക്കുന്നതിന് വരെ തള്ളി കഴിഞ്ഞ് തല ഇടിച്ചാലും അപ്പോഴും നോക്കും ആരെങ്കിലും കണ്ടു. ഏറ്റവും നല്ല ഭയമുള്ളവരാണ്. എന്താ ഭയം? എന്റെ മാന്യത. അങ്ങനെ ഒരു മാന്യതയില്ല. വെറുതെ ഉപയോഗിക്കുന്ന വാക്കാ ബഹുമാന്യനായ വ്യക്തി. എന്ത് ബഹുമാന്യൻ? ഒരു ബഹുമാന്യ വിഷയം മാന്യതയേ ഇല്ല നമുക്ക്. അതൊക്കെ പോയി അത് ഉണ്ടാക്കി എടുക്കുന്നതാ. ലൈഫ് ഹാസ് ടു ബി ആസ് സിമ്പിൾ ആസ് യു ക്യാൻ. ഒരു ഭയം ഇല്ലാതെ നമുക്ക് ജീവിക്കും. നമ്മൾ എത്ര കോംപ്ലക്സ് ആക്കുന്നോ അത്രയും ഭയം കൂടും. റൈറ്റ്? ആ ഭയമില്ലാത്ത അവസ്ഥയിലാണ് നമുക്ക് ജന്മം കിട്ടിയത്. Millions of sperm from the father get into the mother's egg and only one sperm take birth and that's me. കോടാനുകോടി ബീജങ്ങള് അമ്മയുടെ ഗർഭപാത്രത്തിൽ പോയി ഒരു ബീജമാണ് നമ്മളായി മാറിയത്. ആണോ അല്ലയോ? എത്ര ബീജങ്ങൾക്ക് ജന്മം കിട്ടാതെ പോയി? മില്യൺസ്. അതാരായിരുന്നു? എന്റെ ജനിക്കാതെ പോയ സഹോദരി സഹോദരന്മാർ. My unborn brothers and sisters. And who is the winner? ആണോ അല്ലയോ? എല്ലാവരും കേൾക്കൊക്കെ എന്നിട്ട് പുറത്തടിച്ചിട്ട് പറഞ്ഞ വെൽ ഡൺ, വെൽ ഡൺ. എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് എന്ത് പറയണം? വെൽ ഡൺ. ഈ എഴുന്നേൽക്കുക എന്നുള്ളത് വലിയൊരു ഭാഗ്യമാണ്. ഭാരതീയ ശാസ്ത്രപ്രകാരം ഇപ്പൊ എന്നെ നടത്തിപ്പോകുന്നത് വിഷ്ണുവാണ്, കർമ്മമാണ് എന്നർത്ഥം. വിഷ്ണു എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ആക്ഷൻ, 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 ആക്ഷൻ. അത് മെന്റലി ഓർ ഫിസിക്കലി, ഇന്റലക്ച്വലി ഓർ സോഷ്യലി ഓർ ഇമോഷണലി വി ആർ ഓൾവേസ് ആക്റ്റീവ്. ആ ആക്റ്റീവ് ആയിട്ടുള്ള സമയത്ത് നമുക്ക് കിട്ടുന്നതാണ് എന്ത്? നമുക്ക് കിട്ടുന്നതാണ് നമുക്ക് കിട്ടുന്നതാണ് എന്ത്? ധനം. അതുകൊണ്ടാണ് വിഷ്ണുവിന്റെ ഭാര്യ ലക്ഷ്മി. രാവിലെ എഴുന്നേറ്റാൽ നമുക്ക് എന്ത് വേണം? എന്ത് വേണം? ക്രിയേറ്റീവ് ആയിട്ട് ജീവിക്കണം. എങ്ങനെ ക്രിയേറ്റീവ് ആവും? നല്ല ബ്രാഹ്മ മുഹൂർത്തത്തിൽ ബ്രഹ്മാവ് വിളിക്കും ഉണരണം. എപ്പോഴാണ് ബ്രഹ്മാവ് വിളിക്കുക? 7:30 വെളുപ്പിന് നമുക്ക് കേട്ടിട്ടുണ്ടോ? 7:30 നാഴിക. 7:30 നാഴിക എന്ന് പറഞ്ഞാൽ എത്രയാ? 2.5 മണിക്കൂർ. 6 മണിക്കാണ് ഉദയമെങ്കിൽ 2.5 മണിക്കൂർ നേരത്തെ നമ്മൾ ആര് വിളിക്കും? ബ്രഹ്മാവ് വിളിക്കും. ആ സമയത്തിനാണ് എന്ത് പറയാ? ബ്രഹ്മവും എന്നെയും വിളിക്കും. എഴുന്നേക്കടാ. ആര് പറയും? ഞാൻ നല്ല ഉറക്കത്തിലാണ്. ഓടാ. നല്ല ഉറക്കത്തിൽ വിളിച്ചാൽ നമുക്ക് എന്താ പറയാ? ഓടാന്ന്. അങ്ങനെ പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ കസിൻ ബ്രദേഴ്സും ഒക്കെ നമ്മൾ എന്ത് പറയും? എല്ലാ ബാക്കി ഭഗവാന്മാരും എന്റെ ഭാര്യയാണല്ലോ. ആര്? സരസ്വതി. നമ്മൾ എന്തെങ്കിലും പഠിക്കുമ്പോൾ ഭാര്യ എന്ത് പറയും? ഭർത്താവിനോട് പോടാന്നാണ്. ഭാര്യ സഹിക്കുമോ? അവരും പറയും പോടാ. അപ്പൊ ബ്രാഹ്മ മുഹൂർത്തത്തിൽ എഴുന്നേക്കണം. എഴുന്നേക്കുവോ? യെസ്. എഴുന്നേക്കണമെങ്കിൽ എന്ത് ചെയ്യണം? അമ്മ വിളിക്കണം. ഈ പാരന്റ്സ് എന്നോട് പറഞ്ഞത് പാരന്റ്സിന്റെ ക്ലാസ്സാണ്. അപ്പൊ പാരന്റ്സ് ആണ് ഏറ്റവും കള്ളത്തരം പറയുന്ന ഒരു ലോകത്ത്. മക്കളെ ചീത്തയാക്കുന്നത് ആരാന്നറിയോ? പാരന്റ്സ്. ഭയം ഉണ്ടാക്കുന്നത് ആരാന്നറിയോ? പാരന്റ്സ്. ധൈര്യം ഉണ്ടാക്കി കൊടുക്കുന്നത് ആരാന്നറിയോ? പാരന്റ്സ്. എനിക്ക് ഒരു ധൈര്യക്കുറവുണ്ടായിരുന്നില്ല ജീവിതത്തിൽ. കാരണം അച്ഛൻ 4 വയസ്സുള്ളപ്പോൾ മരിച്ചു. അമ്മക്ക് വിദ്യാഭ്യാസം തീരെയില്ല. 7 കുട്ടികൾ. അപ്പൊ ഇയാൾ നോക്കാൻ വല്ല സമയം ഉണ്ടാവും? പോണാൽ പോകട്ടും. എന്താ? നന്നായി നന്നായില്ല. പിന്നെ എന്ത് പറഞ്ഞാലും പറയും രക്ഷണപുത്രൻ എന്തിന്റെ യോധനം. നല്ല മക്കൾക്ക് പൈസ ആവശ്യമില്ല, അവരുണ്ടാക്കും. അലക്ഷണപുത്രൻ എന്തിന്റെ യോധനം. മോശം മക്കൾക്കും പൈസ ആവശ്യമില്ല, കാരണം കൊടുത്തിട്ട് കാര്യമില്ല, അവൻ നശിപ്പിക്കും. അപ്പൊ ആർക്കാ കാശ് വേണ്ടേ? ആർക്കും വേണ്ട. ഇതാണ് എന്നെ അമ്മ പഠിപ്പിച്ചത്. എന്റെ ഗുരുവും അങ്ങനെയാണ് പഠിപ്പിച്ചത്. നടന്നു പോകുന്ന പൊടിപുരണ്ട ഭൂമിയിൽ എന്റെ പാദസ്പർശമേറ്റ് ഞാൻ പുറത്തേക്ക് തള്ളുന്ന പൊടിയുടെ വിലയെ എന്റെ രൂപലോകത്തിന് ഞാൻ കൽപ്പിക്കാറുള്ളൂ എന്നാണ് എന്റെ KPC എന്നെ പഠിപ്പിച്ചത്. കാശുണ്ടാക്കാനൊക്കെ പറ്റുള്ളൂ, പക്ഷെ ഒരു ബുദ്ധിമുട്ടില്ലാതെ നമുക്ക് ജീവിക്കാൻ എന്തായാൽ മതി? എന്ത് വേണം? LEARN. എന്താണ്? ലേൺ. എൽബോർഡ് വെച്ചിട്ട് ഓടിക്കുന്ന നമ്മൾ റിമൂവ് ചെയ്താൽ എന്താവും? EARN. ലേണിംഗ് കഴിഞ്ഞാൽ ഏണിംഗ് കിട്ടും. അത് ഇവിടെ അല്ലെങ്കിൽ വേറെ. ഓക്കെ, ഇത് അറിഞ്ഞ് നമ്മളെ പഠിക്കുകയും ചെയ്യണമെങ്കിൽ
ഓരോ സംഭവത്തിലും ചോദ്യം ചോദിച്ച് എങ്ങനെ കിട്ടി, എന്തിനു പഠിക്കണം, എവിടെ പഠിക്കണം, എവിടെ അപ്ലിക്കബിൾ, എന്തിനാ പഠിക്കണമെന്ന് ചോദിക്കുന്നില്ല. അതുപോലെ അല്ലേ, തിലകൻ ഏതോ സിനിമയിൽ ഞാൻ പഠിക്കണേ, അതുപോലെ എന്തിനാ പഠിക്കണേ എന്ന് ചോദിക്കുന്ന, അത് പഠിപ്പിക്കുന്ന നല്ല ടീച്ചർമാരുണ്ടായിട്ട് കാര്യമില്ല. സത്സംഗ്, നല്ല ടീച്ചർമാരുണ്ടായാലും നമ്മൾ പഠിക്കണമെന്നില്ല. ആരുടെ കൂടെയാണ് നമ്മൾ ചെലവഴിക്കുന്നത്? അപ്പൊ ഏറ്റവും നല്ല കുട്ടികളുണ്ട്. ഏറ്റവും നല്ല കുട്ടികൾ ഉണ്ടാവുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് അവർ തമ്മിലുള്ള ഡിസ്കഷൻ ഉണ്ടായിട്ട് മാറും. അല്ലേ? സാക്ഷാൽ ശ്രീകൃഷ്ണൻ 6 സ്റ്റേറ്റ് കടന്നിട്ടാണ് അദ്ദേഹത്തിന്റെ LKG ക്ലാസ്സിൽ പോയത്. അവിടെയാണ് സുധാമയെ കാണുന്നത്, കുചേലനെ കാണുന്നത്. അപ്പൊ കുറേ ദൂരം. ഇന്ന് ഇവിടെ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ കൊച്ചിയിൽ ഒരു MSc പഠിക്കുന്ന ഒരു കുട്ടി വരുന്നൊക്കെ പറഞ്ഞതാ. ഇന്ന് മെസ്സേജ് അയച്ചു, ആലപ്പുഴ കുറേ ദൂരെയല്ലേ, അതുകൊണ്ട് വരുന്നില്ല. എവിടുന്ന്? കൊച്ചി. മനസ്സിലാവുണ്ടോ? ഇപ്പൊ പലരുടെയും ധാരണ വീട് വിട്ട് വേറെ എവിടെയെങ്കിലൊക്കെ പോയി കഴിഞ്ഞാൽ ഏതെങ്കിലും ആലോചിച്ചു നോക്കുക. റെസിഡൻഷ്യൽ പ്രോഗ്രാം എഡ്യൂക്കേഷൻ കൃഷ്ണന്റെ കാലത്ത് തുടങ്ങിയിട്ടുണ്ട്. രാമന്റെ കാലത്ത് രമണിയും കുശലിയും കുറെ ദൂരം പറഞ്ഞു വിട്ടോ. ചിത്രകൂട്, പന്ന എന്ന് പറഞ്ഞ സ്ഥലമാണ്, മധ്യപ്രദേശിനടുത്താണ്. അവിടെ ഇവിടേക്കൊക്കെ പറഞ്ഞു വെച്ചത്. എത്രയോ ദൂരെ ആൾക്കാരെ പറഞ്ഞു വെച്ചിരിക്കുന്നു. ആ റെസിഡൻഷ്യൽ പ്രോഗ്രാമിന്റെ ഗുണം എന്താണ്? കൂടെയുള്ള എല്ലാവർക്കും ഒരേ ചിന്തകളോടുകൂടി ഉണ്ടാവും. അല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ തിരിച്ചു പോയി കഴിയുമ്പോൾ നമ്മുടെ സംഭാഷണവും ചർച്ചയും ഡിസ്കഷൻസും ഒക്കെ വേറെ. 10ാം ക്ലാസ് വരെ ഇറ്റ്സ് ഓൾ റൈറ്റ്. ഇപ്പൊ വീണ്ടും ചോദിച്ചപ്പോഴും അതാണ് ഞാൻ പറഞ്ഞത്. ഏത് വിഷയം പഠിക്കണം? മാത്സ് അത്ര പഠിക്കില്ല, ഫിസിക്സ് നന്നായിട്ട് പഠിക്കും. ഒരിക്കലും സംഭവിക്കാത്ത സംഭവം മാത്സ് പഠിക്കുന്നവന് ഫിസിക്സ് പഠിക്കും. കാരണം ഞാൻ മാത്തമാറ്റിക്സ് ആണ് പഠിച്ചത്, എന്റെ PhD ഫിസിക്സിലാണ്. ഞാൻ വർക്ക് ചെയ്യുന്നത്, ഞാൻ PhD എടുത്തത് ഫ്ലൂയിഡ് മെക്കാനിക്സിലാണ്. പക്ഷെ ഞാൻ വർക്ക് ചെയ്തത് ഒപ്റ്റിക്സിലാണ്. ഫിസിക്സിന്റെ അങ്ങേയറ്റത്തുള്ള സംഭവമാണ്. ഞാൻ ഇലക്ട്രോണിക്സ് ഒക്കെയാണ് ട്രെയിനിങ് എടുത്തിട്ട്. ഇപ്പൊ ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്യുന്നത് കമ്പ്യൂട്ടർ സയൻസിലൊക്കെയാണ്. അപ്പം മാത്തമാറ്റിക്സും സ്റ്റാറ്റിസ്റ്റിക്സും കമ്പ്യൂട്ടർ സയൻസും ഒക്കെ ബന്ധപ്പെട്ടുണ്ട്. പക്ഷെ നമ്മൾ ഓരോ സ്വീറ്റ് ഉണ്ടാക്കുന്ന സമയത്ത് അതിന്റെ കണ്ടന്റ് ഒന്നാണെങ്കിലും ആദ്യം പഞ്ചസാരയാണോ ചൂടാക്കുന്നത്, എന്നിട്ട് മാവ് ഉണ്ടാക്കിയിട്ടാണോ മാവ് ഒഴിക്കുന്നത്, അല്ല മാവ് ചൂടാക്കിയിട്ട് പഞ്ചസാര ഇടുന്നത്, അല്ലെ ഉപ്മാവ് ഉണ്ടാക്കുമ്പോൾ അങ്ങനെ ചെയ്യാൻ. വെള്ളം തിളപ്പിച്ചിട്ട് റവ ഇടാം, അല്ലെങ്കിൽ റവ നല്ലപോലെ ചൂടാക്കിയിട്ട് വെള്ളം ഒഴിക്കാം. രണ്ടിനും രണ്ട് ടേസ്റ്റ് ഉണ്ട്, കണ്ടന്റ് തന്നെയാണ്. അപ്പൊ എവിടെ എങ്ങനെ ചേർക്കുന്നതാണ് നല്ല ടീച്ചേഴ്സിന് എവിടെ എങ്ങനെ ചേർക്കുന്നതാണ് മനസ്സിലാവും. അഡാപ്റ്റീവ് ലേണിംഗ് എന്ന് പറഞ്ഞിട്ട് ഒരു ബുക്ക് ഉണ്ട്, ഹൗ ടു ഗെറ്റ് അഡാപ്റ്റഡ് ടു ചിൽഡ്രൻ. കുട്ടികളിലേക്ക് എങ്ങനെ അഡാപ്റ്റ് ചെയ്ത് പഠിപ്പിക്കണം. അതിന് ഓരോ സമയത്തും ചോദ്യം ചോദിക്കാൻ പറ്റും. ആ ചോദ്യം ചോദിക്കണമെങ്കിൽ നമ്മുടെ എൻവയോൺമെന്റ് നിന്ന് മാറി വരുമ്പോ പറ്റില്ല. 10ാം ക്ലാസ് വരെ എല്ലാ വിഷയവും ബഫേ പോലെയാണ്. എല്ലാ വിഷയവും ടേസ്റ്റ് നോക്കിയിട്ട് പറയാം എനിക്ക് ഇതാണ് ടേസ്റ്റ്. ചിലത് ടേസ്റ്റ് ഉണ്ടാവില്ല, കാരണം അത് കുക്ക് ചെയ്താണ് മോശമാണ്. ഇപ്പൊ ചില മാത്സ് ഇഷ്ടമല്ല എന്ന് പറഞ്ഞാൽ പറയും ഫിസിക്സ് ഇഷ്ടമാണോ? ആണ്. മാത്സ് ഇഷ്ടമല്ല? അല്ല. എന്തോ കുഴപ്പമുണ്ട് മാത്സ് ടീച്ചർക്ക്. മാത്സും ഫിസിക്സും ഇഷ്ടമാണ്, കെമിസ്ട്രി ഇഷ്ടമല്ല എന്ന് പറഞ്ഞാലോ ഒരിക്കലും സംഭവിക്കില്ല. കാരണം കെമിസ്ട്രി പഠിക്കാണ്ട് ഫിസിക്സ് പഠിക്കാൻ പറ്റില്ല. കെമിസ്ട്രി ഇഷ്ടമാണ്, ബയോളജി ഇഷ്ടമല്ല, നോട്ട് പോസിബിൾ. കാരണം ഏത് മെഡിസിനും ബയോളജിക്കൽ, ഏത് കെമിസ്ട്രിയും ബയോകെമിസ്ട്രിയാണ് ബോഡി. ഫാർമക്കോളജിയും ബയോകെമിസ്ട്രിയും ഞാൻ പഠിച്ചാലേ എനിക്ക് സൈക്കോളജി പഠിക്കാൻ പറ്റുള്ളൂ. ഞാൻ MS സൈക്കോളജി പഠിക്കും, ബയോകെമിസ്ട്രി ഫാർമക്കോളജി പഠിച്ചത്. അപ്പൊ ശരീരത്തിന്റെ കെമിസ്ട്രി പഠിച്ചില്ലെങ്കിൽ എനിക്ക് എങ്ങനെ അഡ്രിനാലിൻ അറിയാം? ഇത് കൃത്യമായിട്ട് അറിയണമെങ്കിൽ കെമിസ്ട്രി പഠിക്കണം, ബയോളജി പഠിക്കണം. അപ്പൊ ഇത് രണ്ടും കണ്ടന്റ് ആയിട്ട് നമ്മൾ പഠിക്കണമെങ്കിൽ അതിനുള്ള ഒരു എൻവയോൺമെന്റ് ഉണ്ടാക്കണം. എനിക്ക് തോന്നുന്നു മിക്കവാറും സക്സസ്ഫുൾ ആയിട്ടുള്ള എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇത്തരം അറ്റ്ലീസ്റ്റ് 10th ക്ലാസ് കഴിഞ്ഞാൽ മാത്സും ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയും പഠിക്കാൻ പറ്റുന്ന അത്രയും അത് പഠിച്ചാൽ ജീവിതത്തിൽ പിന്നെ എവിടെയും പഠിക്കാം. ഞാൻ മാത്സും ഫിസിക്സും കെമിസ്ട്രിയും ഒന്നും പഠിച്ചില്ലെങ്കിൽ എനിക്ക് ഒരു കുഴപ്പമുണ്ടാവില്ല. പക്ഷെ അത് പഠിച്ചില്ലെങ്കിൽ, ഞാൻ കൊമേഴ്സാ പഠിച്ചിരുന്നെങ്കിൽ എനിക്ക് ഈ വിഷയം ജീവിതത്തിൽ ഒരിക്കലും പഠിക്കാൻ പറ്റും. പക്ഷെ ഇത് പഠിച്ചു കഴിഞ്ഞാൽ കൊമേഴ്സ് എപ്പോഴും പഠിക്കാം. ഞാൻ MBA പഠിച്ചതും കൊമേഴ്സ് പഠിച്ചതും എക്കണോമിക്സ് പഠിച്ചതും ഹിസ്റ്ററി പഠിച്ചതും ഒക്കെ അങ്ങനെയാണ്. ബേസിക് ആയിട്ട് 12ാം ക്ലാസ് വരെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ നല്ലപോലെ പഠിക്കാൻ പറ്റുന്നവരെ നല്ല സത്സംഗില്, നല്ല ടീച്ചേഴ്സില് കുറെ ചോദ്യങ്ങൾ ചോദിച്ച് ഡിസ്കസ് ചെയ്ത് പഠിക്കാൻ പറ്റുന്ന ഒരു സന്ദർഭത്തില് പഠിക്കാൻ പറ്റണം എന്നാണ് എന്റെ അഭിപ്രായം. അപ്പൊ അതിനുള്ളൊരു സാഹചര്യം കുറെ കാലം നമ്മളെ കൂടെ നടത്തി പല സ്ഥലത്തും സിവിൽ സർവീസും പഠിക്കാനുള്ള മെത്തേഡും ജീവിതവും ഒക്കെ പഠിപ്പിച്ച് നടന്ന സമയത്ത് ഞാൻ വിചാരിച്ചിട്ടുള്ളത് നല്ല ഒരു പെർഫോമർക്ക്, നല്ലൊരു പെർഫോമർ നന്നായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കണമെങ്കിൽ നല്ലൊരു ആറ്റിറ്റ്യൂഡ് ഉണ്ടാവും. ആറ്റിറ്റ്യൂഡ് സെറ്റിംഗ് എപ്പോഴും നല്ല ടീച്ചേഴ്സ്, നല്ല മെന്റർ, നല്ല എൻവയോൺമെന്റ്, നല്ല പീർ ഗ്രൂപ്പ്സ്, സത്സംഗ് കൂടെയുള്ളത്.
ആചാര്യ പാദമാദത്തെ ടീച്ചർമാരിൽ 1/4 പഠിക്കുള്ളൂ. പാദം ശിഷ്യ സ്വമേധയ സ്വന്തം 1/4 പഠിക്കാം. പാദം സ ബ്രഹ്മചാരിഭ്യ 1/4 പഠിക്കുന്നത് കൂടെ ഇരിക്കുന്നവരുടെ കൂടെയാണ്. പാദം കാലക്രമേണ ചേർന്ന്. അപ്പൊ ആ പഠിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവണം. അപ്പൊ ആറ്റിറ്റ്യൂഡ് സെറ്റിംഗ് ഉണ്ടാവും. പിന്നെ സ്കിൽ, റിപ്പീറ്റഡ് മെമ്മറി. ചെറിയ പ്രായം മുതൽ മെമ്മറിയാണ്. ആ മെമ്മറി അത്യാവശ്യമാണ്. LKG നമ്മളെ ബൈഹാർട്ട് പഠിപ്പിക്കുന്നതും ശ്ലോകങ്ങൾ പഠിപ്പിക്കുന്നതും ഒക്കെ ബൈഹാർട്ട് പഠിക്കാനുള്ള കഴിവാണ്. അത് സയൻസിലേക്ക് ഉപയോഗിക്കുമ്പോൾ വാക്കുകൾ എങ്ങനെ പഠിക്കണം, ഓരോ ടെർമിനോളജീസ് എങ്ങനെ പഠിക്കണം, അതെങ്ങനെ പെർമനന്റ് ആയിട്ട് വെക്കാം, ലോജിക്കൽ, അനലിറ്റിക്കൽ, അത്തരം റീസണിങ് എബിലിറ്റി, ഇതൊക്കെ കൂട്ടിച്ചേർത്തിട്ടുള്ള ഒരു വിദ്യാഭ്യാസം. അതിനുള്ള ഓപ്പർച്യൂണിറ്റിയാണ് P പെർഫോമൻസ് ഈക്വൽ ടു ആറ്റിറ്റ്യൂഡ് A പ്ലസ് സ്കിൽ പ്ലസ് ഓപ്പർച്യൂണിറ്റി. ഓപ്പർച്യൂണിറ്റിയാണ് എനിക്ക് തോന്നുന്നു നിങ്ങളുടെ മുമ്പിൽ തുറന്നു വെച്ചിരിക്കുന്നത്. അത് ഉപയോഗിക്കാനുള്ള എല്ലാ സന്ദർഭവും ഉണ്ടാവട്ടെ, സാധ്യമാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ആയാൽ LIFE എന്താണ് ലൈഫ്? എന്റെ എല്ലാ പുസ്തകവും ലൈഫാണ്. LIFE വേണമെന്ന് ഞാൻ തന്നിട്ടില്ലാന്നാ പറഞ്ഞത്. വേണമെന്ന് ഞാൻ തരണം വേണ്ടേ? ഈ രണ്ട് പുസ്തകം LIFE ലൈഫ് എന്നാണ്. എന്റെ എല്ലാ പുസ്തകവും നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാം. എന്റെ യൂട്യൂബിലുണ്ട്, അല്ല എന്റെ വെബ്സൈറ്റിലുണ്ട്. ഡോക്ടർ TPS ഒരു ഗ്യാപ്പില്ലാത്ത DRTPS അടിക്കാം. ഗോ ടു മൈ വെബ്സൈറ്റ്. എവിടെയെങ്കിലും മിസ്സായാല് 9502038875 അതാണ് എന്റെ നമ്പർ. 950. എന്റെ പേര് കൂടി സ്റ്റോർ ചെയ്ത് നോക്കണം, അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ നമ്പർ മാത്രം സ്റ്റോർ ചെയ്ത് പിറ്റേഴ്സ് വിളിക്കും. പൈപ്പ് ലീക്ക് എത്ര പ്രാവശ്യം വിളിക്കുന്നതൊക്കെ പറഞ്ഞ് എന്നെ വിളിക്കാറുണ്ട് ആലപ്പുഴയിൽ. കാരണം ഇത് നമ്പർ ഏതോ സ്റ്റോർ ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ കൺട്രോൾ വിളിക്കേണ്ടതാണ്. ഓക്കെ, അപ്പൊ നല്ലോണം തിരിച്ചു പറയും. ചിലപ്പോൾ കേൾക്കാനുള്ള ചെവി കറക്റ്റ് ആയിട്ടുണ്ടെങ്കിൽ എന്നെ അങ്ങനെ വിളിക്കും. റൈറ്റ്, നല്ലോണം വഴക്ക് പറയാറുണ്ട് ചിലപ്പോൾ. 9502038875 ഇതാണ് എന്റെ നമ്പർ. നിങ്ങൾക്ക് കാണാം, പുസ്തകങ്ങൾ ഡൗൺലോഡ് ചെയ്യാം. അതിനകത്ത് മിക്കവാറും ഇത്തരം പുസ്തകങ്ങൾ LIFE ഇപ്പൊ കുറെ പേര് അടിച്ചു, നല്ല മിസ്കോളായി. ഒരു മെസ്സേജ് അയക്കില്ല വാട്സപ്പിൽ, അതാണ് അത്യാവശ്യമായിട്ട് വേണ്ടത്. റൈറ്റ്, LIFE ലിവ് ഇൻ ഫുൾ എൻജോയ്മെന്റ്. LIFE ലിവ് ഇൻ ഫുൾ എൻജോയ്മെന്റ്. എങ്ങനെ ഇരിക്കണം? ഹാപ്പി. ഹാപ്പി ആണോ? ഇനി മക്കൾ പഠിക്കുന്നതോ എന്ത് കഷ്ടമാണ് പഠിക്കാൻ. പാടില്ല. എങ്ങനെ പഠിക്കണം? ലേൺ ഇൻ ഫുൾ എൻജോയ്മെന്റ്. എന്താണ് ലൈഫ്? ലേൺ ഇൻ ഫുൾ എൻജോയ്മെന്റ്. ആഘോഷിച്ച് പഠിക്കും. ചില കുട്ടികളൊക്കെ പറയും മാത്സ് പഠിക്കാൻ പറ്റുന്നില്ല, ഏത് ചാപ്റ്റർ വിളിച്ചോ, ഇപ്പൊ ഞാൻ പഠിച്ചോ, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള വിഷയം ആ ചാപ്റ്ററായിട്ട് മാറ്റി തരുന്നു. അതാണ് എന്റെ കാര്യം. അങ്ങനെയാണ് ചെയ്യാറ്. ഏതും നമ്മൾ നല്ലപോലെ കുക്ക് ചെയ്ത് കൊടുത്താലോ നല്ല ടേസ്റ്റ് ഉണ്ടാവും അല്ലേ? അതെങ്ങനെ കുക്ക് ചെയ്യുന്നതനുസരിച്ചിട്ടാണ്. അതാണ് വേണ്ടത്. റൈറ്റ്, LIFE ലേണിംഗ് ഈസ് എൻ ഇൻവെസ്റ്റ്മെന്റ് ഫോർ ഫ്യൂച്ചർ ഏർണിംഗ്. ഇന്ന് നല്ലപോലെ പഠിച്ചാൽ നാളെ ലക്ഷ്മി വന്നോളൂ. എന്താ കാരണം? ലക്ഷ്മിയുടെ ബ്രദറാണ് തൊട്ട് ബാക്കിൽ അല്ലേ? കരാഗ്രേ വസത്തെ ചൊല്ല്, കരാഗ്രേ വസത്തെ ലക്ഷ്മി. ലക്ഷ്മിയുടെ ഭർത്താവ് തൊട്ടടുത്ത് തന്നെ ഉണ്ടാവും, വിഷ്ണു. കരമധ്യേ സരസ്വതി, സരസ്വതിയുടെ ഭർത്താവ് ബ്രഹ്മാവ്. പക്ഷെ ബ്രഹ്മാവ് ചോദ്യത്തിന്റെ ഭഗവാനാണ്. ക്രിയേറ്റിവിറ്റി തുടങ്ങുന്നത് ചോദ്യത്തിലാണ്. അപ്പൊ എന്ത് ചെയ്യണം? ഓരോ ചെറു ചെറു വസ്തുവിലും വിരൽ തൊട്ടു തൊട്ടങ്ങ് ചോദിക്കൂ, എങ്ങനെ ഇത് കിട്ടി നിങ്ങൾക്ക്? എന്തിന് ധീരത? ഇപ്പോൾ തുടങ്ങുവിൻ, എല്ലാം നിങ്ങൾ പഠിക്കണം. തയ്യാറാവണം ഇപ്പോൾ തന്നെ. എന്തിനാണ്? വണ്ടർഫുൾ. ആജ്ഞാശക്തിയായി മാറിയിടാൻ. അതാണ് വേണ്ടത്. അങ്ങനെ ആജ്ഞാശക്തിയായിട്ട് മാറുമ്പോ നമ്മൾ ആരായി മാറും? മേക്കേഴ്സ് ഓഫ് ഇന്ത്യ. എന്റെ പുസ്തകം
ആരാണ് ഇന്ത്യ ഉണ്ടാക്കിയതെന്ന് പറഞ്ഞാൽ പ്രേം നസീറിന്റെ അടക്കം പേരില്ലാത്ത ഇന്ത്യക്കാരുടെ മാത്രം. ഓരോ തുറകളില് അത് സിവിൽ സർവീസ് ആവാം, സയന്റിസ്റ്റ് ആവാം, എക്കണോമിക്സ് ആവാം, ബിസിനസ് ആവാം, ഏത് തുറകളും 1000 പേര് പഠിച്ചാൽ ഇന്ത്യയെ പഠിച്ചു. അപ്പൊ എനിക്ക് ഇന്ത്യയെ അറിയണമെങ്കിൽ ഞാൻ ആരെ പഠിക്കണം? ഇന്ത്യയാക്കി മാറ്റിയ ആൾക്കാരെ പഠിക്കണം. അതാണ് ഹിസ്റ്ററി. അതറിയില്ലെങ്കിൽ മിസ്റ്ററി. റൈറ്റ്? അപ്പൊ അതുകൊണ്ട് ഹിസ്റ്ററി എന്താണെന്ന് ചോദിച്ചാൽ BC AD അല്ലെ? BC AD ABCDയിലുണ്ടൊരു തത്വം, കാലത്തിൻ തത്വം, ഏടിക്കുള്ളിൽ കുടുങ്ങിക്കിടക്കുന്നു BC എന്നാണ് തത്വം. ധനപണ്ഡിത് കുഞ്ഞുണ്ണി മാഷ്. ജനിച്ചോരുണ്ണി ഞാൻ കുഞ്ഞുണ്ണി, എന്നെ കണ്ടോരോ ഭാഗ്യവാന്മാർ, കാണാത്തോർ മഹാഭാഗ്യവാന്മാർ. ഡോക്ടർ തന്നെ പറഞ്ഞു ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല. എന്നെ കേട്ടോരോ ഭാഗ്യവാന്മാർ, കേൾക്കാത്തോർ മഹാഭാഗ്യവാന്മാർ. റൈറ്റ്? എന്നെ ശരിക്കും കേൾക്കണമെങ്കിൽ ഇവിടെ ഡിസ്കവറി സ്കൂളിൽ അല്ലേ, ദ ബ്രൈറ്റ് ലാൻഡ് ഡിസ്കവറി സ്കൂളില് ഉഷ വെങ്കടേഷ് വിളിച്ച സമയത്ത് ഞാൻ പറഞ്ഞു എനിക്ക് ബൊക്കയോ മാലയോ ഒന്നും തരണ്ട, കുഞ്ഞുണ്ണി മാഷിന്റെ കവിത കേൾക്കാം. കാരണം ഇംഗ്ലീഷ് മീഡിയത്തിൽ ഇവർ എങ്ങനെ ചെയ്യുന്ന അറിയാൻ വേണ്ടിയിട്ടാണ്. അസലായിട്ട് കുഞ്ഞുണ്ണി മാഷിന്റെ കവിത ചൊല്ലിയിട്ട് ഞാൻ വെൽക്കം ചെയ്തിട്ടുണ്ട്. നിങ്ങൾ അത് കേൾക്കണം. കാരണം ഞാൻ ഇവിടെയും അത്രയും കണക്ഷൻസ് കുഞ്ഞുണ്ണി മാഷിന്റെ ഞാൻ കേട്ടിട്ടില്ല. ഓക്കെ, ബ്രൈറ്റ് ലാൻഡ് ഡിസ്കവറി സ്കൂൾ, ദ ബ്രൈറ്റ് ലാൻഡ് ഡിസ്കവറി സ്കൂൾ, ഡോക്ടർ TPS നടിച്ചാൽ വിത്തൗട്ട് ഗ്യാപ്പ് DRTPS കണ്ടിന്യൂസ്, ഡോട്ട് ഒന്നും വേണ്ട. ഡോക്ടർ TPS ആലപ്പുഴ നടിച്ചു കഴിഞ്ഞാൽ ആലപ്പുഴ എല്ലാ പ്രോഗ്രാമും കിട്ടും. ബ്രൈറ്റ് ലാൻഡ് ഡിസ്കവറി സ്കൂളിൽ കിട്ടും. കുഞ്ഞുണ്ണി മാഷിന്റെ കവിത കേൾക്കാൻ മറക്കരുത്. കാരണം അതിനകത്ത് ജന്മം മരണം എന്ന് പറഞ്ഞൊരു കവിതയുണ്ട്. ജന്മത്തിന് കുറച്ച് പേരേ ഉള്ളൂ, മരിക്കുന്നതിന് കുറേ പര്യായങ്ങളുണ്ട്. അയാൾ തീപ്പെട്ട് പോയി, കാഞ്ഞു പോയി, അടിച്ചു പോയി, ചത്തുപോയി എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ എന്ത് രസകരമായിട്ടാണ് കുഞ്ഞുണ്ണി മാഷ് അത് എഴുതിയിരിക്കുന്നത്. അപ്പൊ ജീവിതത്തിൽ നമ്മൾ ജനിക്കുമ്പോഴൊക്കെ ആരും അല്ലാണ്ട, പക്ഷെ മരിക്കുമ്പോഴെങ്കിലും എന്ത് ആരെങ്കിലായിട്ട് മാതൃഭൂമി പേപ്പറിന്റെയോ മനോരമ പേപ്പറിന്റെയോ ലാസ്റ്റ് ചരമക്കോളത്തിൽ എന്ന് പറഞ്ഞിട്ട് എല്ലാ വയസ്സന്മാരും തുറന്നു നോക്കിയിട്ട് നോക്കും, എന്റെ പടം വന്നില്ലല്ലോ, അപ്പൊ ഉറപ്പായിട്ട് ഞാൻ ചത്തില്ല. അങ്ങനെ ചത്തില്ല എന്ന് ഉറപ്പുവരുത്താൻ മരണക്കോളം നോക്കുന്ന കുറെ വൃദ്ധന്മാരുള്ള സ്ഥലമാണ്. ഇത്രയും മരണക്കോളം ഒരു പത്രവും ലോകത്ത് ഞാൻ കണ്ടിട്ടില്ല. കാരണം എന്താ? ജനനിബിഡമായ നിർജ്ജനത. ചത്തൂന്ന് ഉറപ്പുവരുത്തുന്നവരെ ഇങ്ങനെ ജീവിച്ചു പോകുന്ന ആൾക്കാർ അങ്ങനെ ആവരുത്. എന്ത് ചെയ്യണം? നല്ല ആത്മാശക്തിയുള്ളവരായിട്ട് മാറട്ടെ. അതിന് ഇത്തരം എഡ്യൂക്കേഷൻ സിസ്റ്റംസ് ഗുണം ചെയ്യുമെന്ന് ഉറപ്പാണ്. അത് അനുഭവിക്കാൻ പെർഫോമൻസ്, ആറ്റിറ്റ്യൂഡ്, സ്കിൽ, ഓപ്പർച്യൂണിറ്റി, യൂസ് ദിസ് ഓപ്പർച്യൂണിറ്റി എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇതിന് സൗഭാഗ്യം തന്നിട്ടുള്ള സുബോധനും സുബോധന്റെ ടീമുകളൊക്കെ നിങ്ങൾക്ക് ഞങ്ങളൊക്കെ ഒരു കാലത്ത് തകർത്തിട്ടുള്ള കണ്ണൂരിലെ എന്റെ ഇൻട്രൊഡക്ഷൻ പ്രോഗ്രാമിൽ വീടുന്ന വേണു നിങ്ങളൊക്കെ ഒന്നുമില്ലാണ്ടായിരുന്നു. അതൊക്കെ പ്രകമ്പനം കൊള്ളിച്ച പ്രോഗ്രാമുകളാണ്. നിങ്ങളൊക്കെ കാണും. കണ്ണൂര് നമ്മുടെ ഡെസ്റ്റിനേഷൻ AS-ല് അബൂബക്കർ, ഹർഷ അബൂബക്കറൊക്കെ ഏതോ ഒരു മൂലയിൽ നിന്ന് വന്നിട്ടുള്ള കുട്ടിയാണ്. കണ്ണൂരിന്റെ ഒരു മൂലയിൽ. ആ പ്രോഗ്രാം കഴിഞ്ഞപ്പോൾ തന്നെ അവരുടെ ആഗ്രഹം ഡൽഹി പോയി പഠിക്കണമെന്നാണ്. നമ്മൾ ഇൻസ്പയർ ചെയ്തുകൊണ്ടാണ്. അതെനിക്ക് ഇവിടെ പറയും സിവിൽ സർവീസ് ട്രെയിനിങ്ങില് തിരുവനന്തപുരത്ത് എന്നെ പഠിപ്പിച്ച എല്ലാ കുട്ടികളും കുറച്ചെങ്കിലും അവിടെയൊക്കെ എത്തിയവർ എപ്പോഴും എവിടെയെങ്കിലും ഒക്കെ ഒരു കോൺടാക്ട് ചെയ്തിട്ട് ഞാനിപ്പോൾ ഇവിടെ പഠിക്കുന്നുണ്ട്, ഞാൻ ഡൽഹി പോകുന്നുണ്ട്, ഡൽഹി ഉണ്ടാവും, അങ്ങനെ അവിടെ വന്ന് കാണും. അങ്ങനെ കുറെ കുട്ടികളുണ്ട്. അവരൊക്കെ അത്തരം പ്രോഗ്രാമുകളിലൊക്കെ കോർഡിനേറ്റ് ചെയ്തിട്ടുള്ള ഓർഗനൈസ് ചെയ്തിട്ടുള്ള ആൾക്കാരാണ്. ഇതൊക്കെ കാണാന്നുള്ളത് വലിയ പഴയ ഓർമ്മകളൊക്കെ ഉണർത്താൻ ഞാൻ കുറെ ഈ വ്യാഴവട്ടം 24 വർഷം മുമ്പാണ് ഏകദേശം ഗവൺമെന്റ് പരിചയപ്പെടുന്നത്. 12 വർഷം കൊണ്ട് ഒരു വാഴവട്ടം മുമ്പാണ് നമ്മളൊക്കെ പരിചയപ്പെടുന്നത്. 2013-15 കാലഘട്ടങ്ങളിൽ കുറേ പ്രോഗ്രാം ചേർത്തല വന്നിറങ്ങും, സുബോധ് പിക്കപ്പ് ചെയ്യും, വീട്ടിൽ പോയി ഒരു കുളിയും ഡ്രസ്സ് മാറ്റും കഴിയും. അത് കഴിഞ്ഞ് കോട്ടയം ഭാഗത്തൊക്കെ ക്ലാസ് എടുത്ത് നടക്കും. അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നൊരു കാലം ഉണ്ടായിരുന്നു. ജീവിതത്തിൽ പലപ്പോഴും ആസ്വദിച്ച് ആലോചിച്ച് അയവിറക്കാറുള്ള കുറേ ഓർമ്മകൾ തന്നിട്ടുള്ള ആലപ്പുഴയ്ക്ക് നന്ദി, നമസ്കാരം. നിങ്ങളെല്ലാവരും ഭാഗ്യവാന്മാരാണ്. കാരണം ഇങ്ങനെ ഒരു നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ പഠിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികളും മക്കളൊക്കെ ഉണ്ടാവും. നമ്മളൊക്കെയുള്ള കാലത്ത് അതുണ്ടായിരുന്നില്ലല്ലോ. ആ സന്ദർഭം ഉണ്ടാക്കി തന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം. നിങ്ങളെ കാണാൻ സാധിച്ചതിൽ സന്തോഷം.
നമസ്കാരം. 15 മിനിറ്റ് താഴെയാണ് നമുക്ക് ഇന്ന് പരീക്ഷ എഴുതിയ 1000-ലധികം കുട്ടികളുടെ ആൻസർ ഷീറ്റ് വാല്യൂ ചെയ്ത് റിസൾട്ട് തയ്യാറാക്കാൻ ആവശ്യമുള്ളത്. ആ 15 മിനിറ്റ് സമയം എനിക്കറിയാം ഈ ഹാളിൽ സൗകര്യങ്ങളുടെ പരിമിതിയുണ്ട്. എന്നിരുന്നാലും കുഞ്ഞുങ്ങൾ കൂടുതൽ ക്ഷമയുള്ളവരാണ്. അപ്പോൾ കുഞ്ഞുങ്ങൾ നല്ല ക്ഷമയോടുകൂടി ഒരു 15 മിനിറ്റ് കൂടി കാത്തിരിക്കുക. പരമാവധി സീറ്റുകൾ രക്ഷാകർത്താക്കൾക്ക് ഇരിക്കുവാൻ നൽകിയിട്ട് കുട്ടികൾ നിങ്ങളുടെ മാതാപിതാക്കളെ ഇരുത്തി 15 മിനിറ്റ് ക്ഷമയോടെ ഇരിക്കണം. ആ 15 മിനിറ്റ് നേരം കുട്ടികളോട് സംസാരിക്കാൻ വേണ്ടി ഞാൻ ഡോക്ടർ TPS-നോട് അഭ്യർത്ഥിക്കുകയാണ്. ഓക്കെ, വണ്ടർഫുൾ. ഇന്ന് പോയിട്ട് വീട്ടിലെത്തിയാൽ പരീക്ഷയ്ക്ക് എഴുതിയില്ലേ? ഇല്ലേ? 100-ൽ 100 കിട്ടോ? കിട്ടുമോ? 100-ൽ 100 കിട്ടുമെങ്കിൽ അർത്ഥം ചോദ്യം ഉണ്ടാക്കാർക്ക് വിവരമില്ല. ഞാൻ അവസാനം ജോലി ചെയ്തത് ഹൈദരാബാദിലെ KL യൂണിവേഴ്സിറ്റിയിലാണ്. അവിടെ മാത്തമാറ്റിക്സ് പ്രൊഫസറാണ്. അവിടെ MBA, BBA, BTech കുട്ടികളൊക്കെ പഠിപ്പിക്കുമ്പോൾ എല്ലാ ക്ലാസ്സും കഴിഞ്ഞാൽ 1 മണിക്കൂർ ക്ലാസ് കഴിഞ്ഞാൽ 50 മിനിറ്റ് കഴിയുമ്പോൾ 10 മിനിറ്റ് പരീക്ഷ. ഓക്കെ, ആ പരീക്ഷയിൽ ചെയ്യാറുള്ളത് ഇന്റർനെറ്റിൽ നിന്നൊക്കെയുള്ള കുറെ 5 ചോദ്യം കോപ്പി ചെയ്ത് കൊടുക്കും. 5 ചോദ്യം ഈ ചോദ്യത്തെക്കാളും സിമ്പിൾ ആയിട്ടുള്ള ഞാൻ ഉണ്ടാക്കുന്ന ചോദ്യം കൊടുക്കും. അത് ഒരു ഇന്റർനെറ്റിലും തപ്പിയാൽ കിട്ടില്ല. മനസ്സിലായോ? എന്താ ചെയ്യാം? പഴയ 5 ചോദ്യങ്ങള് ഇന്റർനെറ്റിലൊക്കെ അവൈലബിൾ ആണ്. പിന്നെ ഞാൻ ഉണ്ടാക്കുന്ന ഇന്നോവേറ്റീവ് ആയിട്ട് വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യം. ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ മാർക്കിട്ട് കൊടുക്കുമ്പോൾ ഈ 5 ചോദ്യം ഞാൻ നോക്കുകയില്ല, കാരണം അതെല്ലാവർക്കും ശരിയാവും. പക്ഷെ ഞാൻ ഉണ്ടാക്കി കൊടുത്തിട്ടുള്ള 5 ചോദ്യങ്ങളിൽ എത്ര പേര്, അപ്പൊ മിക്കവാറും ആൾക്കാർ എന്ത് ചെയ്യും? ഈ 5 എണ്ണം എഴുതിയിട്ട് എനിക്ക് 50% കിട്ടിയല്ലോ, പാസ്സാവാനുള്ള മാർക്ക് 50% പറയും. ഇത് അധികം അറ്റംപ്റ്റ് ചെയ്യും, അല്ലെങ്കിൽ അതിൽ 1-2 എഴുതും, അതിൽ 1-2 തെറ്റും ചെയ്യും. മിക്കവാറും ആൾക്കാർക്ക് എന്റെ എക്സാം കഴിഞ്ഞാൽ 0 മാർക്ക്. 50 കിട്ടിയ ആൾക്കൊക്കെ അത് 100 മാറ്റും. കാരണം ഈ 50 മാത്രമേ ഞാൻ ഇവാലുവേറ്റ് ചെയ്യുള്ളൂ. കുറച്ച് കഴിഞ്ഞപ്പോഴാണ് പിള്ളേർക്ക് മനസ്സിലായത് ഇന്റേണൽ മാർക്സ് നമ്മൾ പറയേണ്ട കാര്യമില്ല, ലാസ്റ്റ് കൊടുക്കേ വേണം. കുറച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു, നിങ്ങൾ കോപ്പി ചെയ്ത് ഇത്തരം പരിപാടികൾ ചെയ്താൽ എവിടെ എത്തില്ല. ഓക്കെ, അപ്പൊ അതുകൊണ്ട് നല്ലപോലെ മാർക്ക് കിട്ടി എന്നുള്ളത് കൊണ്ട് നിങ്ങൾ വളരെ ബ്രില്യൻ്റ് ആണ്. കിട്ടാത്തതുകൊണ്ട് മോശമാണെന്നൊന്നും ഉണ്ടാകുന്ന എനിക്ക് തോന്നുന്നു. വേണ്ടത് എന്താണ്? റൈറ്റ്, കീപ്പ് ഓൺ റൈറ്റിംഗ് എക്സാംസ്. എത്ര എക്സാംസ് എഴുതാൻ പറ്റുമോ അത്ര എഴുതുക. പക്ഷെ ഇതിനൊക്കെ ബുദ്ധിമുട്ട് ഈ അമ്മമാരും അച്ഛന്മാരും ഇങ്ങനെ പ്രഷറൈസ് ചെയ്ത് എന്താ പാസ്സാകാത്ത ചോദിക്കല്ലോ, ഇല്ലേ? ആണോ അല്ലയോ? യെസ് ഓർ നോ? യെസ് ഓർ നോ? നിങ്ങൾ കണ്ടിട്ടുള്ള ലോകത്തിലെ ഏറ്റവും കളയവ് പറയുന്ന ഒരു മനുഷ്യൻ ആരാന്നറിയോ? നിങ്ങളുടെ അമ്മയാണ്. ആണോ അല്ലയോ? യെസ് ഓർ നോ? രാവിലെ 6 മണിക്ക് നിങ്ങളെ വിളിച്ചിട്ട് അച്ഛനോ അമ്മയോ എന്ന് പറയും, 7 മണിയായി എഴുന്നേക്കെന്ന് പറയും. പറയോ ഇല്ലയോ? ഇല്ലേ? നിങ്ങളോട് എന്തുകൊണ്ട് 6 മണിയായി എഴുന്നേക്കുമെന്ന് പറയാതെ 7 മണിയായി എഴുന്നേക്കുന്നു 6 മണിക്ക് പറയണത്? നിങ്ങൾ 6 മണിക്ക് വിളിച്ചു തുടങ്ങിയാലേ എത്ര മണിക്ക് എഴുന്നേക്കുള്ളൂ? അല്ലെങ്കിൽ 5 മണിക്ക് വിളിച്ചു തുടങ്ങിയാലേ എത്ര മണിക്ക് എഴുന്നേക്കുള്ളൂ? 6 മണിക്ക് എഴുന്നേക്കും. 1 മണിക്കൂർ വിളിക്കണം. ആര്? സാധാരണ ആരാ വിളിക്കുക? ഉറക്കെ അമ്മ. അച്ഛന്റെ വിചാരം അമ്മ നല്ല പോലെ വീട് നോക്കണ്ടെന്നാണ്. കാരണം എല്ലാ അച്ഛന്മാരും അന്തന്മാരാണ്. അവർക്ക് ഈ കാര്യങ്ങളിലൊന്നും വലിയ വിവരമില്ല. ഫൈൻ, അമ്മമാരി ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കും. അത് പൊതുജനങ്ങളൊക്കെ അറിയും. അടുത്ത വീട്ടുകാരൊക്കെ ചോദിച്ചാൽ എന്ത് കഷ്ടം, ആ സ്ത്രീ വളരെ കെയർഫുൾ ആയിട്ട് മക്കളെ വന്നു പറയുന്നത് ഫുൾ കള്ളത്തരം. അമ്മയെ കള്ളം പറയിപ്പിക്കുന്നത് ആരാ? നിങ്ങളാണ്. ആണോ അല്ലയോ? നിങ്ങൾ അമ്മ കള്ളത്തിയാവണോ അല്ല കള്ളം പറയാത്ത നല്ല സ്ത്രീ ആവണോ? അങ്ങനെയാണെങ്കിൽ നാളെ രാവിലെ അമ്മ വിളിക്കുന്നതിന് മുമ്പ് എഴുന്നേക്കണ്ടേ? ആർക്കാ അധികം പണി? ഓട്ടോറിക്ഷ ഡ്രൈവർ, ബസ് കണ്ടക്ടർ,
മിൽക്ക് കൊടുക്കുന്ന ആള്, പത്രം കൊടുക്കുന്ന ആള്, എല്ലാവരും അവരുടെ പണി തുടങ്ങി. പക്ഷെ സ്കൂൾ പഠിക്കുന്ന കുട്ടികൾ മാത്രം എന്താ ചെയ്യണേ? ഉറങ്ങുന്നുണ്ടോ? ഇല്ല. പുറത്ത് നടക്കുന്ന എല്ലാ സംഭവവും ശബ്ദവും ഒക്കെ കൃത്യമായിട്ട് കേൾക്കാൻ പറ്റും. എന്നിട്ട് കേൾക്കാത്തത് പോലെ അഭിനയിച്ച് കിടക്കും. അതിന് സ്വാമി വിവേകാനന്ദൻ പറഞ്ഞിട്ടുള്ള പേരാണ് തൂഷ്ണീഭാവം. എന്താണ്? ഉറക്കെ എന്താ ഭാവം? അപ്പൊ നിങ്ങളൊക്കെ തൂഷ്ണീഭാവത്തിലാണ് രാവിലെ. സ്വാമി വിവേകാനന്ദൻ പറഞ്ഞത് ഭാരതത്തിന്റെ ശാപം ഇങ്ങനെ ഉറക്കം നടിച്ചു കിടക്കുന്നവരാണെന്ന്. അതല്ലാതിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഉണർന്നാൽ ഉടൻ എഴുന്നേക്കണം. വേറെ എന്തും പറഞ്ഞു അത് മാത്രം നടക്കില്ല. കാരണം എന്താ? ഏറ്റവും സുഖമുള്ള സമയം എപ്പോഴാ? രാവിലെ ഉണർന്ന് ബാക്കിയുള്ളവർ പണിയെടുക്കുന്നതൊക്കെ കേട്ട് അല്ലേ? അമ്മ പാത്രം കഴുകുന്നത് കേൾക്കുമ്പോഴൊക്കെ എന്ത് സുഖ, ഇങ്ങനെ കേൾക്കാം അല്ലേ? അത് മാറ്റിയെടുക്കാനുള്ള ഒരു ചെറിയൊരു വിദ്യ ഞാൻ പറഞ്ഞിരട്ടെ. യെസ് ഓർ നോ? ഇന്ന് രാത്രി കിടക്കുമ്പോ 3 കുപ്പി, ഈ കുപ്പിയല്ല വലിയ കുപ്പി, 3 കുപ്പി വെള്ളം കുടിച്ച് കിടക്കാം. ഫൈൻ. രാവിലെ അമ്മ എഴുന്നേക്കുന്നതിന് മുമ്പ് ഒരു 3 മണിയാകുമ്പോ കാണാം എഴുന്നേറ്റ് ഓടണം. അപ്പൊ അമ്മ പറയും വേണ്ട മക്കളെ കിടന്നോ കുറച്ച് സമയം കൂടി. അപ്പൊ പറഞ്ഞ ഡേഞ്ചർ. ഇനി അതല്ല, ഇതൊന്നും പറഞ്ഞോ അറിയാതെയും കിടന്നു പോയി എന്ന് വിചാരിക്കും. നാട്ടുകാരൊക്കെ അറിയാം. കാരണം ബെഡ്ഷീറ്റ് ഒക്കെ വെളിയിൽ കൊണ്ടിടുമ്പോ ആൾക്കാർ ചോദിക്കും എന്ത് പറ്റും. അപ്പൊ നിങ്ങൾക്ക് തന്നെ നാണക്കേടാവും. അതുകൊണ്ട് മക്കളെ സ്വഭാവം മാറ്റണമെങ്കിൽ പറഞ്ഞിട്ട് കാര്യമില്ല. എന്ത് ചെയ്യണം? റൈറ്റ്. വേറൊരു അസൈൻമെന്റ് എല്ലാ കുട്ടികൾക്കും എന്താ അറിയോ? നല്ലൊരു A4 ഷീറ്റ് മേടിക്കുക. A4 ഷീറ്റ് എന്ന് പറഞ്ഞറിയില്ലേ? വേണ്ട, വലുതാവട്ടെ. A0 ഷീറ്റ് മേടിക്കുക. ചാർട്ട് പേപ്പർ അല്ലേ സ്കൂളിലൊക്കെ ഇല്ല, അത് മേടിക്കുക. എന്നിട്ട് അമ്മ സ്ഥിരമായിട്ട് പറയുന്ന വഴക്ക് കുറെ പറയാറില്ലേ, ചീത്ത പറയാറില്ലേ, അതൊക്കെ എഴുതി വെക്കുക. നല്ല ഡിഫറെന്റ് കളറിൽ. അച്ഛൻ പറയുന്ന വേറെ കളറില്, അടുത്ത ബന്ധുക്കളൊക്കെ പറയുന്ന വേറെ കളറില്, ആരൊക്കെ പറയാലോ, എന്തൊക്കെ ടീച്ചർമാർ പറയുന്നതൊക്കെ എഴുതി വെക്കുക. ഇത് സ്ഥിരം പറയുന്നതല്ല, നമ്മൾ കുറെ കാലം വെക്കല്ലേ. എന്നിട്ട് അവരോട് പറയാം ഇതൊക്കെ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്, എല്ലാ ദിവസവും ഞാൻ വായിച്ചോളാം, ഇനി പറഞ്ഞ സമയം പറയണ്ട. മനസ്സിലായോ? എന്നിട്ട് ഓരോ ദിവസം കഴിയുമ്പോൾ അവരോട് പറയാം ഇതിൽ വല്ല മാറ്റവും വരുത്തണമെങ്കിൽ നിങ്ങൾ മാറ്റി. അണ്ടർസ്റ്റുഡ്? കാരണം ഇത് കേട്ട് 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 അതിന് വിലയില്ലാണ്ടായിരിക്കും. യെസ് ഓർ നോ? അങ്ങനെയാവണോ? വേണോ? നമ്മൾ നന്നാവണമെങ്കിൽ ആര് വിചാരിക്കണം? ഉള്ളിന്റെ ഉള്ളിൽ വിചാരിക്കണം. ഹൃദയ ഹൃദയ ഗുഹര മധ്യേ കേവലം ബ്രഹ്മമാത്രം. എന്റെ ഹൃദയത്തിന്റെ ഉള്ളില് കുറെ ചോദ്യങ്ങൾ വരണം. ഞാൻ എന്തിനാ പഠിക്കണേ, എന്താ പഠിക്കണേ, ഇങ്ങനെ ചോദിച്ചു വരുമ്പോ പഠിക്കുന്ന ഓരോ കാര്യത്തിനും കൃത്യമായിട്ടുള്ള ഉത്തരം കിട്ടും. മനസ്സിലാവുന്നു? അങ്ങനെ പഠിച്ചാൽ പഠിക്കുമ്പോൾ നല്ല ഇൻട്രസ്റ്റോട് കൂടി പഠിക്കാൻ പറ്റും. ലാസ്റ്റ് പറഞ്ഞു കൊടുത്തത് ലേൺ ഇൻ ഫുൾ എൻജോയ്മെന്റ്. ലിവ് ഇൻ ഫുൾ എൻജോയ്മെന്റ്. രാവിലെ ആരെങ്കിലും വിളിച്ചുണർത്തുമ്പോഴുള്ള സുഖമല്ല, സ്വന്തം ഉണർന്നിട്ട് അവനവൻ കർമ്മങ്ങൾ ചെയ്യും. ആരെങ്കിലും പറഞ്ഞ ഡിസിപ്ലിൻ ആകുമ്പോ അവിടെ ഇരിക്കണമെന്നിരിക്കുമ്പോൾ ഒരു സുഖം ഉണ്ടാവില്ല. നമ്മൾ തന്നെ എഴുന്നിട്ട് ഞാനിങ്ങനെ ഇരിക്കാന്ന് പറഞ്ഞാലോ ഒരു സുഖമുണ്ടോ? ഇല്ലേ? ആണോ അല്ലയോ? നിങ്ങളുടെയൊക്കെ വയസ്സിൽ എത്രയെന്ന് ഒരു പേപ്പറിൽ എഴുതി വെക്കാം. എത്ര ഉണ്ടാവും? 13, 14, 15, 12. ആണോ അല്ലയോ? ഈ നിമിഷം മുതൽ നിങ്ങളുടെ ധാരണ ഒരു 10 വയസ്സ് കൂട്ടി ആലോചിക്കണം. അപ്പൊ ഇപ്പൊ 12 വയസ്സുള്ള ആള് എങ്ങനെ അഭിനയിക്കണം? 22 വയസ്സുള്ള പോലെ അഭിനയിക്കണം. അപ്പൊ എങ്ങനെ നിൽക്കും? ഇങ്ങനെ നിൽക്കും, ഇങ്ങനെ നിൽക്കും. You'll become bold, right? സിനിമയിലൊക്കെ കണ്ടിട്ടില്ലേ ഈ തമാശയും ബഗഡു റോളൊക്കെ അഭിനയിക്കുന്ന ആൾക്കാർ ഇങ്ങനെയൊക്കെ നിൽക്കുള്ളൂ. മമ്മൂട്ടി അപ്പൊക്കെ ഇങ്ങനെ നിൽക്കുവോ? സിനിമയിൽ ഇങ്ങനെ നിൽക്കാം, ഗാംഭീര്യത്തോടു കൂടി നിൽക്കാം അല്ലെ? അപ്പൊ നിങ്ങളുടെ നിൽപ്പും നടപ്പും ഒക്കെ എങ്ങനെയായിട്ട് മാറും? കുറച്ചും കൂടി മച്ചുവേർഡ് ആവും, കുറച്ചും കൂടി സീരിയസ് ആവും. യെസ് ഓർ നോ? ജീവിതം തന്നെ മാറും. അപ്പൊ നമ്മൾ എങ്ങനെയാവണം എന്ന് ചോദിച്ചാൽ എങ്ങനെയാണോ നാളെ ആവേണ്ടത് അതുപോലെ ഇന്നു മുതൽ അഭിനയിച്ചു തുടങ്ങണം. അണ്ടർസ്റ്റുഡ്? അച്ഛനും അമ്മയും എന്ത് ചെയ്യണം? എന്തുകൊണ്ടാണ് വഴക്ക് പറയുന്നത്? വേറെ പണിയൊന്നും ഇല്ലാത്തതുകൊണ്ടാണ്. മനസ്സിലായോ? അതുകൊണ്ട് അച്ഛനും അമ്മമാർക്കും നിങ്ങൾ ഒരു കാര്യം ചെയ്യണം. ക്ലാസ്സിൽ പഠിച്ച എല്ലാ സംഭവവും മാത്സ്, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി അതുപോലെ പഠിപ്പിച്ചു കൊടുക്കണം. മനസ്സിലായോ? എന്നിട്ട് എക്സാമിനേഷൻ കഴിഞ്ഞ് അതേ ചോദ്യം പേപ്പർ അച്ഛന് കൊടുത്തിട്ട് എഴുതാൻ പറയും, അമ്മക്ക് കൊടുത്തിട്ട് എഴുതാൻ പറയും. അന്ന് മുതൽ അച്ഛനും അമ്മയും പറയും മക്കൾ എങ്ങനെ പഠിച്ചാലും ഒരു വിരോധമില്ല, നമ്മളെടുത്ത് ഇടപെടണ്ട, ഞാൻ എന്റെ പണി നോക്കിക്കോളാം, നിങ്ങൾ പഠിക്കണം. കാരണം അത്ര എളുപ്പമല്ല എന്ത്
ഈ സംഭവം പഠിക്കാറുള്ളത്. ആണോ? ആണോ? അതുകൊണ്ട് ഓരോരാൾക്കും ഓരോ പണിയുണ്ട്. പിന്നെ അമ്മ ദോശ ഉണ്ടാക്കുമ്പോ അച്ഛൻ അടുത്ത് പോയിട്ട് ഈ ഭാഗത്ത് ആദ്യം, പിന്നെ അപ്പുറത്ത് തിന്നിട്ട്, പിന്നെ ഇവിടുന്ന് മറിച്ചിടാവൂ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ എന്ത് പറയും? എന്ത് ചെയ്യും? അത് എറിഞ്ഞിട്ട് പറയും ഇപ്പൊ പണി നോക്കാൻ പറയും, എനിക്ക് എന്റെ പണി അറിയാൻ പറയും. പറയുമല്ലോ? അപ്പൊ എല്ലാ മക്കളും എന്ത് ചെയ്യണം? അച്ഛനും അമ്മയോട് പറയും എനിക്ക് എന്റെ പണി അറിയാം, അച്ഛൻ അച്ഛന്റെ പണി എടുക്കും. പക്ഷെ അവനവന്റെ പണി അവനവൻ എങ്ങനെ ചെയ്യണം? കൃത്യമായിട്ട് ചെയ്യണം. മനസ്സിലായോ? ഏറ്റവും നല്ല കുട്ടികളാണെങ്കിൽ ചെയ്യാനുള്ള ഏറ്റവും നല്ല മാർഗം ഞാൻ പറഞ്ഞുതരാം. ആലപ്പുഴയില് രേഷ്മ എന്ന് പറഞ്ഞൊരു സ്റ്റുഡന്റ് ഉണ്ടായിരുന്നു. ഗൗരിയൊക്കെയുള്ള സമയത്ത്, ഗൗരി 5ാം ക്ലാസ്സിലാണ്, രേഷ്മ 7ാം ക്ലാസ് 8ാം ക്ലാസ്സാണ്. അമ്മ മുമ്പിൽ കൊണ്ടുവന്നിട്ട് ലൈസൻസോടുകൂടിയാണ് പറയുന്നത്, അവർ പറഞ്ഞോളൂ പറയാൻ പറ്റും. കൊണ്ടുവിട്ടിട്ട് പറഞ്ഞു 7ാം ക്ലാസ്സിലേക്ക് പഠിക്കണം. കൊള്ളില്ല സാറേ, എന്ത് ചെയ്യും? ഞാൻ പറഞ്ഞു ഇങ്ങോട്ട് വിട്ടതാണ്, ശരിയാക്കി തരാം. ഇപ്പൊ MBBS ഫൈനൽ ഇയർ ആണ്. എന്താ ചെയ്തോ അറിയോ? എല്ലാ ചാപ്റ്ററും പഠിച്ചാൽ ഒരു ബെസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാക്കിയിട്ട് ഫ്രണ്ട്സിന് കൊടുക്കും. എന്നിട്ട് പറയും ആൻസർ ഇഫ് യു ക്യാൻ. ഏറ്റവും നല്ല സ്റ്റുഡന്റ് എന്ന് പറയുന്നത് ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കുന്ന ആളല്ല, ഏറ്റവും ടഫായിട്ടുള്ള ചോദ്യം ഉണ്ടാക്കുന്ന ആളാണ്. ഒരു സ്ഥലത്തും കിട്ടാത്ത ചോദ്യം ഓരോ ചാപ്റ്ററും വായിച്ചിട്ട് നിങ്ങൾ ഉണ്ടാക്കിയിട്ട് ആർക്ക് കൊടുക്കണം? സുഹൃത്തിന് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കണം. എന്നിട്ട് അവരോട് പറയാം ധൈര്യം ഉണ്ടെങ്കിൽ ആൻസർ എഴുതാം. അപ്പൊ നിങ്ങൾക്കും നിങ്ങളുടെ ഫ്രണ്ട്സ് എന്ത് തരും? കുറെ ചോദ്യങ്ങൾ ഉണ്ടാക്കി തരും. തരുമോ ഇല്ലയോ? അതിനൊക്കെ ആൻസർ എഴുതി കൊടുത്താൽ ഓരോ കുട്ടികൾക്കും അങ്ങനെ അന്യോന്യം ആൻസർ എഴുതി ശീലിച്ചാൽ എക്സാമിനേഷൻ ക്വസ്റ്റ്യൻ വരുമ്പോൾ ഇതാ നമ്മൾ 4-5 പ്രാവശ്യം എഴുതിയതാവുക. പിന്നെ ഏറ്റവും നല്ല സ്റ്റുഡന്റ് എഴുതുന്ന ആൻസർ ഷീറ്റ് നിങ്ങൾ വായിക്കുമ്പോഴാണ് എങ്ങനെയാണ് ആൻസർ ഷീറ്റ് എഴുതാന്ന് പഠിക്കുക. മനസ്സിലാവുണ്ടോ? നമ്മൾ പുസ്തകം മാത്രം നോക്കിയാൽ ആൻസർ ഷീറ്റ് പഠിക്കില്ല. എങ്ങനെ എഴുതണമെന്ന് പഠിക്കണമെങ്കിൽ അത് കണ്ടുപിടിക്കണം. അതുകൊണ്ട് എക്സാമിനേഷൻ ഈസ് വെരി സിമ്പിൾ. ഹൗ ടു റൈറ്റ് എക്സാംസ്, ഹൗ ടു പെർഫോം ഇൻ എക്സാംസ്, ഹൗ ടു എൻജോയ് യുവർ എക്സാം ഹാൾ. എക്സാം ഹാളിൽ ഇരിക്കുമ്പോൾ എങ്ങനെ ഇരുത്തോ? നിങ്ങളെ കുറച്ച് വിട്ടുവിട്ടിട്ടായിരിക്കും. ആണോ അല്ലയോ? അല്ലേ? സാധാരണ VVIP ഇരിക്കുമ്പോൾ എങ്ങനെ ഇരിക്കുക? മിനിസ്റ്റർമാരൊക്കെ ഇരിക്കുമ്പോൾ ദൂരെ ദൂരെ ഇരിക്കുക. ആണോ അല്ലയോ? അപ്പൊ എക്സാം ഹാളിലെ VVIP ആരാ? കാൻഡിഡേറ്റ്സ് ആണ്. ആണോ അല്ലയോ? അപ്പൊ നിങ്ങൾക്ക് VVIP ആവാൻ പറ്റിയിട്ടുള്ള സ്കൂളിലെ ഏക സ്ഥലം ഏതാ? എക്സാം ഹാൾ. അപ്പൊ എങ്ങനെ ഇരിക്കണം? VVIP ആയിട്ട് ഇരിക്കണം. ഭയമൊന്നും പാടില്ല. പിന്നെ ടീച്ചർമാരൊക്കെ എങ്ങനെ വിളിക്കാൻ നിങ്ങളുടെ അടുത്തേക്ക്? ഇങ്ങനെ ആക്കിയാൽ ഇൻവിജിലേഷൻ വന്നിട്ടുള്ള ടീച്ചർമാരെടുത്ത് എന്താ വേണ്ടേ ചോദിക്കുമല്ലോ. അപ്പൊ നിങ്ങളുടെ ടീച്ചറെ നിങ്ങളുടെ സർവന്റ് ആക്കി മാറ്റാൻ പറ്റിയ ഏക സ്ഥലം ഏതാ? എക്സാം ഹാൾ. ഫ്രീ ആയിട്ട് പേപ്പർ തരുന്ന ഏക സ്ഥലം ഏതാ? എക്സാം ഹാൾ. എന്തൊക്കെ സുഖമുള്ള സ്ഥലം എക്സാം ഹാൾ. അതുകൊണ്ട് ഞാനൊക്കെ എക്സാമിനേഷന് എന്റെ LLB MBA എക്സാമിനൊക്കെ 300 പേപ്പർ ഉണ്ട്. മാഷന്മാരി വായിക്കട്ടെ. കാരണം കുറെ കാലമായി അവര് തരുന്നതിനോട് നമ്മൾ വായിക്കുന്നു. നമ്മൾ എഴുതുന്ന അവരെ കൊണ്ട് വായിപ്പിക്കാൻ പറ്റിയ ഏക സ്ഥലം ഏതാ? എക്സാം ഹാൾ. അതുകൊണ്ട് എക്സാം എന്ത് ചെയ്യണം? ശരിക്കും എൻജോയ് എക്സാംസ്. ഹൗ ടു സ്റ്റഡി, ഹൗ ടു പ്രിപ്പയർ. Dr. TPS. 30 points to students, 20 points to parents and teachers. റൈറ്റ്? കൃത്യമായിട്ട് എങ്ങനെ പഠിക്കണം, എന്ത് പഠിക്കണം, എങ്ങനെ പഠിക്കണം, ഇത് രണ്ടും അറിഞ്ഞാൽ WWWH where, when, how, why, what to study. ഇത് അറിഞ്ഞാൽ പഠനം ഇങ്ങനെ നമ്മൾ വിളിച്ചെടുത്തു. ഓരോ വിഷയവും പഠിക്കാൻ എളുപ്പം. റൈറ്റ്? സന്തോഷം. നീ എന്തെങ്കിലും ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. എനിക്ക് എത്ര വേണമെങ്കിലും പറയാം. അധികം പറഞ്ഞാൽ അധികം പ്രസംഗിയാവും. അതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ചോദ്യം, നല്ല കാൻഡിഡേറ്റ്സ് ആരെങ്കിലും 1-2 ചോദ്യങ്ങൾ. Come on. Fast. 6, 5, 4. ആർക്കും ചോദ്യം എന്താ ഞാൻ പറഞ്ഞു? ഇത് കേൾക്കുമ്പോൾ എന്ത് സുഖം. ചോദ്യം ഏതൊക്കെ ഒരാൾ മൈക്ക് അങ്ങോട്ട് വരും, കൈപൊക്കെയാണ്. ഇനി ക്വസ്റ്റ്യൻസ്, പഠനമോ എന്തെങ്കിലുമൊക്കെ എന്ത് വേണമെങ്കിലും ചോദിച്ചു. ഇത്രയും ആൾക്കാരുടെ അടുത്ത് ചോദ്യമില്ല. എന്തിന്ന ധീരത, എന്തിന്ന ധീരത. അയ്യോ, നിങ്ങളുടെ പാരന്റ്സ് നിങ്ങളെക്കാളും ബെറ്റർ. മക്കൾ വന്നപ്പോഴത്തേക്കും പാരന്റ്സ് ഒക്കെ താണു, ധൈര്യം പോയി. ഉറക്കെ എന്തിന്ന ധീരത, ഇപ്പോൾ പഠിക്കുവിൻ, പുത്തനൊരായുധമാണോ നിനക്ക്, പുസ്തകം കയ്യിലെടുത്തോളൂ. എന്താ എടുക്കേണ്ടത് കയ്യില്? പുസ്തകം. ഏറ്റവും നല്ല കുട്ടികൾക്ക് 2 സ്വഭാവമാണ്: നോട്ട് ടേക്കിംഗ്, നോട്ട് മേക്കിംഗ്. എന്താണ് നോട്ട് ടേക്കിംഗ്,
ഇന്നിപ്പോ ഈ പറഞ്ഞിട്ടുള്ള സംഭവങ്ങളൊക്കെ വെറും നോട്ട്സ് ആയിട്ട് എഴുതാൻ പറ്റണം. പത്രപ്രവർത്തകരൊക്കെ അങ്ങനെയാണ്. അവരിങ്ങനെ നടന്നു പോയിട്ടൊരു പടക്കം എടുത്തിട്ട് അവിടെ ഇവിടെ കേട്ടു. നാളെ പത്രത്തിൽ വരുമ്പോൾ ബ്യൂട്ടിഫുൾ ഹെഡിങ്, നൈസ് സ്റ്റോറി. സ്റ്റോറി എന്നാ പറയാം. പത്രത്തിൽ വരുന്ന എല്ലാ ന്യൂസിനും എന്താ പറയാ? സ്റ്റോറി എന്ന് പറയും. They make a beautiful story. നിങ്ങൾ ഒരു പ്രഭാഷണം കേട്ടാൽ അതിന്റെ കണ്ടന്റ് എഴുതി നല്ല സ്റ്റോറി ആക്കി മാറ്റാൻ പറ്റിയാൽ നിങ്ങൾ നല്ല എഴുത്തുകാരായി. ഇതൊക്കെ പഠിക്കണം. യു മസ്റ്റ് നോ ഹൗ ടു കമ്മ്യൂണിക്കേറ്റ്, യു മസ്റ്റ് നോ ഹൗ ടു റൈറ്റ്. ഇതൊക്കെ അറിയണം. നമ്മൾ വളരെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കുറെ പുസ്തകങ്ങളെ കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുന്നു. പ്രോബബ്ലി എ സീരീസ് ഓഫ് ബുക്സ് വിൽ കം ഓൺ ഡിഫറെന്റ് ടോപ്പിക്സ്. നിങ്ങളൊക്കെ പ്രതീക്ഷിക്കാത്ത തരത്തിലേക്ക് കുറെ പുസ്തകങ്ങൾ വരാൻ പോകും. നമ്മൾ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. കുറെ ചോദ്യങ്ങളും ഉത്തരങ്ങളും മാത്രമായിട്ടുള്ള ഒരു പുസ്തകം, റൈറ്റ്? അതിൽ മാത്സും ഫിസിക്സും കെമിസ്ട്രി ബയോളജി എല്ലാം ചേരുന്ന ഒരു പുസ്തകമാണ്. ജീവിതം ചേരുന്ന ഒരു പുസ്തകം. അതാണ് പ്ലാൻ ചെയ്തത്. അപ്പൊ നല്ല ചോദ്യങ്ങൾ ആരെങ്കിലും ചോദിക്കും. ഭഗവത്ഗീതയൊക്കെ കുറെ 2-3 പ്രാവശ്യം പഠിപ്പിച്ചു. യുണൈറ്റഡ് നേഷൻസിലൊക്കെ ഭഗവത്ഗീതയുടെ യുണൈറ്റഡ് നേഷൻസിന്റെ യോഗ അഡ്വൈസറി ബോർഡിലുണ്ട്. അവിടെ പഠിപ്പിച്ചപ്പോഴും ഞാൻ പറയാനുള്ളത്, കൃഷ്ണനല്ല ഭഗവത്ഗീത ഉണ്ടാക്കിയത്. ആരാ? അർജുനാണ്. അർജുനൻ ചോദിച്ചത് കൊണ്ടാണ് കൃഷ്ണൻ ഉത്തരം പറഞ്ഞത്. അപ്പൊ നല്ല ചോദ്യങ്ങളാണ് ഓരോ പുസ്തകത്തിന്റെയും ഓരോ ക്ലാസിന്റെയും കാതൽ. ഓരോ ക്ലാസിന്റെയും കാതൽ അങ്ങനെയാണ്. അപ്പൊ നല്ല ചോദ്യം വേണം. ചോദിക്കും. പ്രഭാഷണം കേൾക്കണമെങ്കിൽ യൂട്യൂബിൽ പോയാൽ 10,000 ഉണ്ടാവും ലൈവായിട്ട് ഈ സബ്ജക്ട് മാത്രം റിലേറ്റഡ് ആയിട്ട്. അതല്ലാതെ ഒരു 4,000 ഒരു 10,000 ഉണ്ടാവും. പക്ഷേ ചോദ്യങ്ങൾ ഇവിടെ മാത്രമേ കിട്ടുള്ളൂ. നല്ല ചോദ്യം. വണ്ടർഫുൾ. കം ഹിയർ. യാ, യു വാണ്ട് ടു കം ഹിയർ? കം. Leave that mic to you. Leave that mic to you. Yeah, mouthpiece. Yeah, use this. Sir is a wrong word. ബ്രിട്ടീഷുകാർ പണ്ട് സാർ ഐസക് ന്യൂട്ടൺ, സർ സി വി രാമൻ, സർ ഡോക്ടർ ടി.പി. എസ് ഒക്കെ ആണെങ്കിൽ ഇഷ്ടമായിരുന്നു. പക്ഷെ അത് കിട്ടും. അവരിപ്പോ അവരെ തന്നെ ഉപേക്ഷിച്ചു. നീ അങ്ങ് ഭാവിയിൽ അങ്ങാണ്ട് ഗൾഫിലോ അമേരിക്കയിലോ ബ്രിട്ടനിലോ എവിടെയെങ്കിലും പോയിട്ട് നിന്റെ പ്രൊഫസർ സാർ എന്ന് വിളിച്ചാൽ അപ്പ കയറ്റോട്ട് എടുക്കും. പ്രൊഫസർ ഡോക്ടർ ടി.പി.എസ്. ഓക്കെ, ഡോക്ടർ ഈസ് എ ഹയർ ടൈറ്റിൽ ദാൻ സർ. നിങ്ങൾ ആരെയും വിളിക്കുന്ന ഒരു ടൈറ്റിലാണ് സർ. ആണോ അല്ലയോ? കണ്ട പൊളിറ്റീഷ്യൻ സാർ എന്ന് വിളിക്കില്ലേ? ഇല്ലേ? കണ്ടക്ടർക്ക് ബാക്കി കിട്ടണമെങ്കിൽ സാർ എന്ന് വിളിക്കില്ലേ? എന്തിനാ അങ്ങനെ എല്ലാരും സാർ എന്ന് വിളിക്കണം? സാർ മേഡം എന്നൊക്കെയുള്ള തെറ്റായ ധാരണയാണ്. നമ്മൾ എത്ര തെറ്റുകൾ ഉപയോഗിക്കണം അറിയാം. ലോർഡ് കൃഷ്ണ എന്താ പറയാ? ലോർഡ് എന്ന് പറഞ്ഞാൽ ജഡ്ജിനെ വിളിക്കുന്ന പേരാണ്. ഫീമെയിൽ രൂപം എന്താണെന്നറിയോ? ഏത് ക്ലാസ്സിൽ പഠിക്കണം? 7th. ലോർഡിന്റെ ഫീമെയിൽ എന്താണ്? മെയിലിന്റെ ഫീമെയിൽ എന്താ? ഫീമെയിൽ. ഗേളിന്റെ ബോയ്. ബോയുടെ ഗേൾ. ഷീ ഈസ് എ ബോയ്, ഹി ഈസ് എ ഗേൾ. ആണോ? He is a boy, right? So boy, girl. Lord എന്താണ്? ലേഡി എന്നാണ്. അപ്പൊ ലോർഡ് കൃഷ്ണ എന്ന് വിളിക്കുന്നതിന് പകരം ലേഡി സീത, ലേഡി ദുർഗ, ലേഡി ദേവി എന്നൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? ആലോചിച്ചൊക്കെ എത്ര ലോജിക്കലാണ് ക്വസ്റ്റ്യൻ ആണോ അല്ലയോ? നമ്മൾ ആരെങ്കിലും ഒരു ദേവിന്റെ ക്ഷേത്രത്തിൽ പോയിട്ട് ലേഡി ദേവി നമസ്കാരം എന്ന് പറയോ? പറയില്ലല്ലോ. അപ്പൊ വാക്കുകൾ ഉപയോഗിക്കുമ്പോ എന്ത് ചെയ്യണം? ചിന്തിച്ചിട്ട് ആലോചിച്ചിട്ട് ഉപയോഗിക്കണം. ഓക്കെ. സർ, ഞാൻ 17 പഠിക്കുന്ന ഒരു കുട്ടിയാണ്. ഐ വിഷ് ടു ബിക്കം an IAS officer. So Astrophysics. IAS officer. IAS Indian Administrative Service. അപ്പോൾ അതിന് ഏറ്റവും നല്ല ട്രെയിനിങ്. ഏറ്റവും നല്ല ട്രെയിനിങ് എപ്പോൾ? സിവിൽ സർവീസ് പ്രിലിംസ് ആൻഡ് ബുക്ക്. എന്താണ്? സിവിൽ സർവീസ് പ്രിലിംസ് ആൻഡ് ബുക്ക്. ഇത് മാത്രം ശ്രദ്ധിച്ചിട്ട് ഇത് മാത്രം ഫോളോ ചെയ്താൽ ഇനി എത്ര കൊല്ലം കഴിഞ്ഞാല് 8, 9, 10, 11, 12 1, 2, 3 ഗ്രാജുവേഷൻ മിനിമം. ബിടെക് ആണെങ്കിൽ 4 വർഷം, പിന്നെ മെഡിക്കൽ ആണെങ്കിൽ 5 വർഷം. അത് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് 10 കൊല്ലം കഴിയുമ്പോ നമ്മളുടെ പേര് അന്യൂന IAS ആയിട്ട് മാറും. ജസ്റ്റ് ഫോളോ ദാറ്റ്. പത്രം എങ്ങനെ വായിക്കണം, എങ്ങനെയാണ് സെലക്ഷൻ, എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് പഠിക്കേണ്ടത്, എന്നിട്ട് കൃത്യമായിട്ട് പത്രം വായിക്കുക, നല്ല നോട്ട് ഉണ്ടാക്കുക, ഇംഗ്ലീഷ് കോംപ്രഹെൻഷൻ വായിക്കുക, ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ നന്നാവുക, ഗ്രാമർ അസലായിട്ട് പഠിക്കുക. പിന്നെ ജനറൽ നോളജ്, ഓരോ സ്ഥലത്തും യാത്ര ചെയ്യുക, ഓരോ സ്ഥലത്തെ കുറിച്ച് പഠിക്കുക, കുറെ ആൾക്കാരെ കുറിച്ച് പഠിക്കുക, ഹിസ്റ്ററി പഠിക്കുക, ജിയോഗ്രഫി പഠിക്കുക. ഫിനിഷ്. Done. Got it? Yeah. പ്രൊഫസർ, ഞാൻ 6th പഠിക്കുന്നോണ്ട് എനിക്ക് ആസ്ട്രോണോട്ട് ആവാനായിട്ട് ISR ആസ്ട്രോണോട്ട് ആവാൻ ആഗ്രഹം. അപ്പൊ അതിന് മിക്കവാറും ആൾക്കാരുടെ ധാരണ സ്പേസ് ഡിപ്പാർട്ട്മെന്റിലുള്ള സയന്റിസ്റ്റിന് സ്പേസിനെ കുറിച്ച് അറിയാം. അസ്ട്രോണമി എന്നുള്ള സ്പേസ് ആണ്. സത്യം പറഞ്ഞ സ്പേസ് ഡിപ്പാർട്ട്മെന്റിൽ ഒരു സയന്റിസ്റ്റിനും സ്പേസിനെ കുറിച്ച് അറിയില്ല. ഞങ്ങള്
റോക്കറ്റ് അയച്ചിട്ട് മുകളിലൊരു സാറ്റലൈറ്റ് കൊണ്ടുപോകും. ആ സാറ്റലൈറ്റിന് കേൾക്കാനും ബാക്കിയുള്ളവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും പറ്റുന്നതിനാണ് ഇൻസാറ്റ് എന്ന് പറയാം. കാണാൻ പറ്റുന്നതിനാണ് IRS, ഇന്ത്യൻ റിമോട്ട് സെൻസിങ്. നിങ്ങൾ ഗൂഗിൾ മാപ്പിൽ കാണുന്ന മാപ്പ് ഉണ്ടാക്കുന്നതാണ് എന്റെ ജോലി. മനസ്സിലായോ? ഗൂഗിൾ മാപ്പ് ഉണ്ടാവുന്നതിന് 10-30 കൊല്ലം കാർഗിൽ വാർ ഉണ്ടാക്കാനും വീരപ്പനെ പിടിക്കാനും ഒക്കെയുള്ള മാപ്പ് ഉണ്ടാക്കാനാണ് എന്റെ മാപ്പ് അർഹിക്കാത്ത പണി. മനസ്സിലായോ? വീരപ്പനെ പിടിക്കാനുള്ള മാപ്പ് ഞാനാ കൊടുത്തത്. കാർഗിൽ വാർ മാപ്പ് ഞാനാ കൊടുത്തത്. അഫ്ഗാനിസ്ഥാനിലും ഹൈജാക്ക് ചെയ്ത എയർക്രാഫ്റ്റ് എവിടെയാണെന്ന് കണ്ടുപിടിച്ചു കൊടുത്തത് ഞാനാണ്. അപ്പൊ ഈ പണിയാണ് നമ്മൾ ചെയ്തത്. അപ്പൊ എനിക്ക് ഭൂമിയെ കുറിച്ച് അറിയോ, സ്പേസിനെ കുറിച്ച് അറിയോ? ഭൂമിയെ കാണാൻ വേണ്ടി സ്പേസിൽ സാറ്റലൈറ്റ് വെക്കുന്നതാണ് സ്പേസ് ഡിപ്പാർട്ട്മെന്റ്. അതിൽ കുറച്ച് സ്പേസിനെ കുറിച്ച് അറിയണം. അപ്പൊ കൃത്യമായിട്ട് അറിയണമെങ്കിൽ അസ്ട്രോണമി, അസ്ട്രോഫിസിക്സ് ഡിപ്പാർട്ട്മെന്റ് ആണ്. ഓക്കെ, ഒരു വാട്സപ്പ് അയച്ച. അടുത്ത കാലത്ത് ഞാൻ ഡാർജിലിംഗിൽ പോയി. ഡാർജിലിംഗിൽ ഇങ്ങനെ ഡ്രൈവ് ചെയ്യുമ്പോൾ ഒരു ബോർഡ് കണ്ടു. ആ ബോർഡ് എന്താ അറിയോ? അസ്ട്രോണമി അസ്ട്രോഫിസിക്സ് സെന്റർ, നാഷണൽ സെന്റർ ഫോർ അസ്ട്രോഫിസിക്സ്. ഉടനെ എന്റെ സ്പേസ് ഡിപ്പാർട്ട്മെന്റിൽ പഠിക്കുന്ന ഒരു കുട്ടിക്ക് അയച്ചു കൊടുത്തു. ഇപ്പം കൊച്ചിയില് സ്പേസ് അസ്ട്രോണമി പഠിപ്പിക്കുന്ന ഒരു MSc ഉണ്ട്. അതില് 15 സീറ്റിൽ ആകെ 3 കുട്ടികളാണ്. പഠിക്കാൻ ആളില്ല. എന്താ കാരണം അറിയോ? വെറും തിയറി പഠിപ്പിക്കുന്ന സ്ഥലം. അപ്പൊ ശരിക്കും അസ്ട്രോണമി പഠിക്കണമെങ്കിൽ പൂനെയിൽ ആണ് ഒരു നല്ല സ്ഥലം. അവിടെ ഇന്ത്യയിൽ ഒരു 20 പേർക്കേ കിട്ടുള്ളൂ. അവിടെ കിട്ടണമെങ്കിൽ മാത്സ്, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ഒക്കെ നന്നായിട്ട് പഠിക്കുക. 11th and 12th കഴിയുക. ആ സമയത്തും ഇതേ ബോധം ഉണ്ടെങ്കിൽ ഇപ്പൊ ഉണ്ടാവണമെന്നില്ല. 6ാം ക്ലാസ് പഠിക്കുന്ന ആൾക്ക് 6, 7, 8, 9, 10, 11, 12 6 കൊല്ലം കഴിയുമ്പോഴത്തേക്കും ആളാകെ മാറും. മനസ്സിലായോ? ഇപ്പൊ ഒരു സ്ഥലത്ത് മാത്രം ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഏതോ ഒരു സംഭവം കണ്ട് അത് ഇഷ്ടമെന്ന് പറഞ്ഞിട്ട് തീരുമാനിക്കരുത്. പക്ഷെ പഠിക്കണം, ഏറ്റവും നല്ലപോലെ പഠിക്കാം. അസ്ട്രോണമി ക്ലബ്ബുകളുണ്ട്. കൊച്ചിൻ യൂണിവേഴ്സിറ്റി ടെലസ്കോപ്പ് ഉണ്ടാക്കുന്ന ക്യാമ്പുകൾ ഉണ്ടാവാറുണ്ട്. ഓക്കെ, അങ്ങനെ ഡിഫറെന്റ് സ്ഥലത്ത് ഡിഫറെന്റ് പ്രാക്ടീസ് ചെയ്യാം. അത് മാത്രം പോരാ, അടുക്കളയിൽ കുക്കിംഗ് പഠിക്കാം. രാത്രി ഇഷ്ടംപോലെ വാച്ച് സ്കൈ എന്ന് പറഞ്ഞിട്ട് ആപ്പ് കിട്ടും സ്മാർട്ട് ഫോണിൽ വീട്ടില്. അത് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇന്ന ഭാഗത്ത് ഇന്ന ഗ്രഹം ഇന്ന് എന്ന് പറഞ്ഞ് കാണാൻ പറ്റും. അതിന്റെ പേരുകള് ഇതൊക്കെ പഠിക്കാൻ. അത് പഠിക്കാനല്ല, ഒരു തമാശ, എന്റർടൈൻമെന്റ്. ഓക്കെ, അങ്ങനെ പഠിച്ചു തുടങ്ങിയ ഒരു ശരത് ചന്ദ്രൻ എന്ന് പറയുന്ന ആള് 6ാം ക്ലാസ് 7ാം ക്ലാസ് കഴിയുമ്പോൾ വന്നു. 12ാം ക്ലാസ് കഴിഞ്ഞപ്പോ തിരിച്ചു വന്നിട്ട് പറഞ്ഞു എനിക്ക് ഇപ്പോഴും അതെന്നെ ഇഷ്ടമാണ്. അങ്ങനെയാണ് ഇപ്പൊ ജർമ്മനിയിലെ റിസർച്ച് നടത്തുന്നത് അസ്ട്രോഫിസിക്സ്. അപ്പൊ നല്ല സ്റ്റുഡൻസ് ഉണ്ടാവാം. ചിലർ കണ്ടിന്യൂസ് ആയിട്ട്. എന്താ മോളുടെ പേര്? വണ്ടർഫുൾ, ജയനി. അപ്പൊ ജയനി നല്ല അസ്ട്രോഫിസിക്സ് ഒരു സയന്റിസ്റ്റ് ആവട്ടെ. ഓക്കെ, പക്ഷെ സ്പേസ് ഡിപ്പാർട്ട്മെന്റ് അല്ല കേന്ദ്രം. ISRO പോയാലും അസ്ട്രോണമി, അസ്ട്രോനോട്ടും അസ്ട്രോഫിസിക്സ് ഒന്നും പഠിക്കില്ല. ഓക്കെ, ജോയിൻ ഫോർ ദ ഹയർ. ഒന്ന് IISc, പിന്നെ ഐസർ പൂനെ, ബിക്കോസ് ഓഫ് ജയന്ത് നർലേക്കർ. ആരാണ് ഇന്ത്യയിലെ ലോകത്തിലെ ഏറ്റവും നല്ല അസ്ട്രോഫിസിക്സ് മാൻ ഇൻ ഇന്ത്യ? ജയന്ത് നർലേക്കർ. ഞാൻ അദ്ദേഹത്തിന്റെ ക്ലാസ്സിലൊക്കെ ഇരുന്ന് കേട്ട് പഠിച്ചിട്ടുണ്ട്. ഓക്കെ, നല്ല വിവരമുള്ള ഒരാൾ. ഫോളോ. പിന്നെ കുറെ ഇപ്പൊ അടുത്ത കാലത്ത് സ്പേസ് സയൻസിനെ കുറിച്ച് സെന്റ് ആൽബർട്ട്സ് കോളേജിലെ സ്പേസ് ഡേയിൽ ഞാനായിരുന്നു ഗസ്റ്റ്. അന്ന് കോസ്മോളജിയെ കുറിച്ച് നല്ലൊരു ക്ലാസ് ഉണ്ട്. ജസ്റ്റ് ഫോളോ മീ. അതിനകത്ത് കുറെ ക്ലാസ്സുകളുണ്ട്. ഞാൻ സ്പേസ് ആണ് അറിയില്ല എന്ന് പറഞ്ഞാലും ജനറൽ ആയിട്ടുള്ള എന്റെ ഇൻട്രസ്റ്റ് കൊണ്ടും അറിയാനുള്ള താല്പര്യം കൊണ്ടും ഈ ഒരു കൺഫ്യൂഷൻ കൊണ്ടും കുറെ ചോദ്യം വന്നപ്പോൾ ഞാൻ പഠിക്കാൻ തുടങ്ങി. സോ ഐ നോ ദ കോസ്മോളജി, കോസ്മോഫിസിക്സ്, വാട്ട്സ് ഹാപ്പനിങ് അറൗണ്ട് ദ സ്പേസ്. മനസ്സിലായോ? അനന്തമന്യാദം അവർണ്ണനീയം ഈ ഭൂമികോളം തിരിയുന്ന മാർഗം അതിങ്കലെങ്ങാണ്ടൊരിടത്തിരുന്ന് നോക്കുന്ന മർത്യൻ കഥ എന്തറിഞ്ഞു പറയാണ് അല്ലേ? അതുകൊണ്ട് നമുക്ക് നോക്കി കണ്ടുപിടിക്കാൻ പറ്റിയ നല്ല കുറെ സീരീസ് ഉണ്ട്. അതൊക്കെ കാണാം. കുറെ ഡോക്യുമെന്ററീസ് ഉണ്ട്. അതൊക്കെ കാണാം. സ്പേസ് ഡോക്യുമെന്ററീസ്, ബ്യൂട്ടിഫുൾ ഡോക്യുമെന്ററീസ് ആണ്. കീപ് വാച്ചിങ്, റൈറ്റ്? കീപ് കോൺടാക്ടിങ്, ഐ വിൽ ഫീഡ് യു വാട്ട് എവർ യു വാണ്ട്. കുറെ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ജസ്റ്റ് ടോക്ക് ടു മീ, ഐ വിൽ ഗിവ് യു എ Gmeet. ഞാൻ ഹൈദരാബാദിലാണ്. വി വിൽ ഹാവ് എ Gmeet 1-to-1. ആസ്ക് ലോട്ട് ഓഫ് ക്വസ്റ്റ്യൻസ്. അങ്ങനെ ചോദിച്ച കുറെ ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കുന്ന MSc BSc ഒക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് ഞാൻ ചോദ്യത്തിന് ഉത്തരം കൊടുക്കുന്ന യൂട്യൂബ് എന്റെ യൂട്യൂബിലുണ്ട്. അതും കാണും. 6ലിരിക്കുമ്പോൾ 6നേക്കാളും മുകളിൽ ചിന്തിക്കണം. അപ്പോഴേ ആ ലെവലിലേക്ക് എത്തും. ഡോണ്ട് ബി ഓൺ ദാറ്റ് ലെവൽ. സയൻസ് ആണ്. ഓക്കെ, സയന്റിസ്റ്റ് ആണ്. ഓക്കെ, സയന്റിസ്റ്റ് ആവണം എന്നുള്ള ധാരണയില് എന്ത് സയന്റിസ്റ്റ് ആവണം? ഇതാണ് പലരുടെയും ധാരണ. സയന്റിസ്റ്റ് എന്ന് പറഞ്ഞാൽ സയൻസും മാത്സും ഫിസിക്സും പഠിക്കുന്നതാണ്. എന്റെ മകൻ സോഷ്യൽ സയന്റിസ്റ്റ് ആണ്. മനസ്സിലാവുന്നുണ്ടോ? സയന്റിസ്റ്റ് എന്ന് പറഞ്ഞാൽ
സയന്റിസ്റ്റ് എന്ന് പറഞ്ഞാൽ സയൻസ് പഠിക്കുന്നതെന്ന് അർത്ഥമില്ല. ലാംഗ്വേജ് പഠിച്ചിട്ട് എന്താവാം, അതിലും സയന്റിസ്റ്റ് ആവാം. അതുകൊണ്ട് പഠിക്കുന്ന വിഷയത്തിൽ അഗാധമായി പഠിക്കുന്ന ആളെയാണെന്ന് പറയാം സയന്റിസ്റ്റ്. നോയിങ് മോർ ആൻഡ് മോർ അബൌട്ട് ലെസ് ആൻഡ് ലെസ്. ചെറിയ കാര്യത്തെ കുറിച്ച് കുറേ പഠിക്കുമ്പോഴാണ് ആരാവുക, നമ്മള് സയന്റിസ്റ്റ് ആവുക. ഓക്കെ, അതുകൊണ്ട് ഏത് വിഷയവും, എന്റെ മകൻ പൊളിറ്റിക്കൽ സയന്റിസ്റ്റ് ആണ്, സോഷ്യൽ സയന്റിസ്റ്റ് ആണ് എന്ന് പറയാം. അവന് സ്പേസ് സയന്റിസ്റ്റ് ആണ്. എന്ത് സ്പേസാ? ഈ സ്പേസ് അല്ല, മനുഷ്യന്മാരുടെ ഇടയിലുള്ള സ്പേസ് ആണ് അവന്റെ PhD. ഒരു കമ്പ്യൂട്ടർ സയൻസ് പഠിച്ചാലും കമ്പ്യൂട്ടർ സയന്റിസ്റ്റ് ആവും, സ്റ്റാറ്റിസ്റ്റിക്സ് പഠിച്ചാലും സ്റ്റാറ്റിസ്റ്റിക്സ് സയന്റിസ്റ്റ് ആവും. പക്ഷെ അയാൾ ചെയ്യുന്നത് ലോകത്തെ കുറിച്ചാണെങ്കിൽ അയാൾ ആരായി മാറും? മെഡിക്കൽ സയന്റിസ്റ്റ് ആണ്. ഒരു കുട്ടി വന്നിട്ട് ദന്തിസ്ട്രി ആവുമ്പോ എല്ലാവരുടെയും വായിൽ കഴിയണമെന്നൊന്നുമില്ല. എന്റെ മരുമകള് BDS കഴിഞ്ഞു, നാനോ ടെക്നോളജിയിൽ M.Tech കഴിഞ്ഞു, IIT PhD കഴിഞ്ഞു, ഇപ്പൊ കേംബ്രിഡ്ജിൽ സയന്റിസ്റ്റ് ആണ്. സബ്ജക്ട് എന്താണ്? നമ്മളൊക്കെ പല്ലടക്കാൻ പോകുമ്പോ കുറെ കെമിസ്ട്രി ഉള്ളിലിടുമല്ലോ അല്ലെ? ഒട്ടിക്കുമ്പോ കുറെ കെമിസ്ട്രി ഉള്ളിലിടുന്നില്ലേ? അത് എപ്പോഴെങ്കിലും അതൊരു ഘടകം ശരീരത്തിനുള്ളിൽ കയറിയാൽ അത് ക്യാൻസറസ് ആണോ? അതാണ് ഗവേഷണം. മനസ്സിലാവുന്നു? മൈക്രോ പാർട്ടിക്കിളില്ലേ, അതിന്റെ സ്മെല്ല് അടിച്ചാൽ മതി ക്യാൻസർ വരാൻ. അപ്പൊ നമുക്കൊക്കെ പലപ്പോഴും ഇന്ന് ക്യാൻസർ ഡേ ആണ്. യു നോ ദാറ്റ്? ഇന്ന് ക്യാൻസർ ഡേ ആണ്, 4th February. ലോകത്തിൽ ഏറ്റവും കൂടുതൽ ക്യാൻസർ ഉണ്ടാവാൻ കാരണം ഇപ്പൊ ഈ പറഞ്ഞില്ല, ചെറിയൊരു എക്സാമ്പിൾ നമ്മൾ എപ്പോഴും ആലോചിക്കാറുണ്ടോ? പല്ല് ഡോക്ടറെ പോയിട്ട് പല്ല ചികിത്സിച്ചിട്ട് അതിന്റെ വെള്ളമൊക്കെ ചിലപ്പോൾ ഉണ്ടാവും. പല്ലിന്റെ ഒരു കഷ്ണുള്ളപ്പോൾ ഉണ്ടാവും. മതി, അത് മതി. നമ്മുടെ ശരീരത്തിന്റെ ഫുൾ ബാലൻസ് മാറ്റി ഓരോ സെല്ലിന്റെയും സൈസ് മാറ്റാൻ അത് മതി. ഇപ്പം വേർഡ് പറഞ്ഞതുപോലെ പണ്ട് കുറെ എനർജിയെ കുറിച്ച് പഠിച്ചിരുന്നു. നിങ്ങൾ കുറേ സമയം ഇലക്ട്രോ മാഗ്നറ്റിക് എനർജിയുടെ അടുത്ത് പോയി നിന്നാൽ നിങ്ങളുടെ സെൽ പാറ്റേൺസ് മാറും. സെൽഫോൺ കുറേ സമയം കയ്യിൽ വെച്ചിരുന്നാൽ തലയുടെ ഭാഗത്ത് വെച്ചാൽ തലയുടെ ബ്രെയിൻ മൂവ്മെന്റ്സ് മാറും. മൈക്രോവേവ് ഓവന്റെ മുമ്പിൽ കുറേ സമയം ഇരുന്ന് കഴിഞ്ഞാൽ, അതുകൊണ്ടാണ് മൈക്രോവേവ് ഓവന്റെ മുമ്പിൽ ഒട്ടിച്ചിട്ടുണ്ട് പ്രഗ്നന്റ് വുമൺ ഡോണ്ട് ഓപ്പറേറ്റ്. എന്താ കാരണം? അങ്ങനെ ആയാൽ അബോർഷൻ ആവും. കമ്പൽസറി 4 ഫീറ്റിൽ അപ്പുറത്ത് വെക്കണം. അപ്പൊ സ്ഥിരമായിട്ട് ഗാഡ്ജറ്റ്സ് ഉപയോഗിക്കണം, നല്ലോണം ഉപയോഗിക്കണം. ഞാനൊക്കെ 5-10 ഗാഡ്ജറ്റിന്റെ ഇടയിലാണ് ജീവിക്കുന്നത്. പക്ഷെ കണ്ടിന്യൂസ് ഫോർ ലോങ് ടൈം കോൺസ്റ്റന്റ്ലി ഈസ് ഡേഞ്ചറസ്. മനസ്സിലാവുന്നു? അപ്പൊ ഓരോ സംഭവത്തെ കുറിച്ചും ഇത്തരം റിസർച്ചുകൾ വരുന്നത്. അതൊക്കെ പഠിക്കുന്നവര് സോഷ്യൽ സയന്റിസ്റ്റ് ആണ്, മെഡിക്കൽ സയന്റിസ്റ്റ് ആണ്, ഡെന്റിസ്ട്രി സയന്റിസ്റ്റ് ആണ്. ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ള ഡോക്ടർ എന്ന് പറയുന്നത് നാളെ വരാൻ പോകുന്ന ഡെർമറ്റോളജി. കാരണം എല്ലാവർക്കും അത്യാവശ്യമായിട്ട് ബീയിങ് ഗുഡ് ഒന്നും അല്ല, സൈക്കോളജിക്കൊന്നും പ്രാധാന്യം തരുന്നു. നല്ലതായിട്ട് കാണില്ലെങ്കിലും എന്തായാൽ മതി അല്ലേ? നമുക്ക് നന്നായാൽ മതി എന്നാ പറയാ സാധാരണ. പക്ഷെ ഇപ്പൊ തിരിഞ്ഞായി, ഇങ്ങനെയായി നന്നായില്ലെങ്കിലും നന്നായിട്ട് കണ്ടാൽ മതി. അതുകൊണ്ട് ഫേഷ്യൽ ആണ് ഏറ്റവും വലിയ പ്രാധാന്യ സംഭവം. ലുക്കിംഗ് ഗുഡ്, അതിനുവേണ്ടി കുറെ കാശ് കൊടുക്കുന്ന ആൾക്കാരാണ്. Come on. Yeah. Indian Foreign Service. Wonderful. Very good. എന്തിനു വേണ്ടിയാ? ഓക്കെ, പലരുടെയും നമ്മോട് ചോദിച്ചത് എന്താ പേര് പറഞ്ഞ? ശ്രാവന്തിയുടെ ആഗ്രഹം IFS, ഇന്ത്യൻ ഫോറിൻ സർവീസ്. കുറേ രാജ്യങ്ങളിൽ പോവാം. നമ്മുടെ ഇന്ത്യയില് ഒരു 4000 IFS ഉണ്ടെങ്കിൽ അതിൽ 400 പേർക്ക് ഭാഗ്യമുണ്ടെങ്കിൽ ഒരു 200 രാജ്യത്ത് പോകും. ബാക്കിയുള്ളവരൊക്കെ എന്താ പണി ചെയ്യുന്ന അറിയുമോ? ചെറിയൊരു ടേബിളും ഒരു ചെയറും കൊടുത്ത് ഓരോ രാജ്യത്തെ കുറിച്ച്, നമ്മളൊക്കെ ഞാൻ ക്യാബിനറ്റ് സെക്രട്ടറിയേറ്റ് വർക്ക് ചെയ്യുമ്പോൾ കുറെ IFSകാരുടെ പണി ഓരോ രാജ്യത്തെ കുറിച്ചുള്ള പത്രം വായിച്ചിട്ട് അതിന്റെ ബ്രീഫ് നോട്ട് ഉണ്ടാക്കിയിട്ട് ഓരോ മിനിസ്റ്ററിലേക്ക് അയച്ചു കൊടുക്കും. വെറും ക്ലർക്കിന്റെ പണി. പക്ഷെ അതിൽ ഏറ്റവും പ്രഗത്ഭരായ IFS ഓഫീസർ എവിടെയൊക്കെ ആയിട്ട് പോകും? ചെറിയ ചെറിയ രാജ്യങ്ങളിലൊക്കെ കമ്മീഷണറായിട്ട് പോകും. ഇപ്പൊ ഞാൻ ഫിജിയിൽ പോയ സമയത്ത് IFS, ഫിജിയിലൊക്കെ പോവാന്ന് പറഞ്ഞാൽ IFSന്റെ ലാസ്റ്റ് ഓപ്ഷനാണ്. ഒരാൾക്കും ഇഷ്ടമല്ല അവിടെ പോകാൻ. കാരണം ആരും പോകാറില്ല അവിടെ. ഇതുവരെ കേട്ടിട്ടില്ലാത്ത രാജ്യം, കുറെ ഹിഡിമ്പനും ഹിഡിമ്പിമാരുള്ള സ്ഥലം. അതിനിടയിൽ ഇടയ്ക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാൻ നമ്മളെ പോലെ ആരെങ്കിലും പോയാൽ നമ്മളെ ഹോസ്റ്റ് ചെയ്യാന്നുള്ളതാണ് അവരുടെ പണി. അവിടെയൊക്കെ കമ്മീഷനായിട്ട് എന്താ കാര്യം? IFS ആണ്. അതുകൊണ്ട് എല്ലാവരും ആ നിലയിൽ എത്താറില്ല. പക്ഷെ ഏറ്റവും ടോപ്പ് മോസ്റ്റ് IFS ഇവിടെ കമ്മീഷണറായിട്ട് പോകും US, പിന്നെ ചൈനയില്,
ഏറ്റവും ഫേമസ് ആയിട്ടുള്ള സ്ഥലം. അപ്പൊ അവിടെയും ഈ ഹയറാർക്കി ഉണ്ട്. ഒരു ജോലി കിട്ടിയത് കൊണ്ട് ഉടനെ അങ്ങോട്ട് പോസ്റ്റ് ചെയ്യുന്നൊന്നുമില്ല. അപ്പൊ നല്ലപോലെ പഠിച്ച് IFS കെട്ടി പിന്നെയും പഠനം തുറന്ന് മുന്നോട്ട് പോയാല് ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിന്റെ സെയിം എക്സാമിനേഷൻ പലരും IAS-ഉം IPS-ഉം കഴിഞ്ഞാൽ ഓപ്റ്റ് ചെയ്യുന്നത് ഇന്ത്യൻ ഫോറിൻ സർവീസ് ആണ്. ഓക്കെ, അതിന് താഴെയാണ് ബാക്കിയുള്ള ഓപ്ഷൻസ് ഒക്കെ. പിന്നെ ഒരു IFS കൂടി. അതുകൊണ്ടാണ് ഞാൻ മോളോട് ചോദിച്ചത് എന്ത് IFS ആണ്? ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസ്. എന്റെ ബ്രദർ ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസ് ആയിരുന്നു. സയൻസ് ടെക്നോളജി ഒക്കെ പഠിക്കുന്നവർക്ക് ഗ്രാജുവേഷന് ശേഷം സയൻസ് ആൻഡ് ടെക്നോളജി പഠിക്കുന്നവർക്ക് മാത്രം ബയോളജി ഓപ്ഷൻ എടുത്തിട്ട് എഴുതാൻ പറ്റുന്നതാണ് ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസ്. അതാണ് കുറച്ചും കൂടി കുറെ ജനങ്ങളുമൊക്കെ ആയിട്ട് ഇടപെട്ടിട്ടൊക്കെ ജീവിക്കാൻ പറ്റിയിട്ടുള്ള നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ഇൻവോൾവ്മെന്റ് ഇന്ത്യൻ ഫോറിൻ സർവീസിൽ ഇല്ല. ഓക്കെ, അവര് വേറെ രാജ്യങ്ങളിലുള്ള ജോബ് കിട്ടിയാൽ മാത്രമേ ഇന്ററാക്ഷൻ ഉണ്ടാവുള്ളൂ, അതല്ലെങ്കിൽ ഫയലും ഒക്കെ ആവും ജീവിതം. അപ്പൊ IAS ആയാൽ മിക്കവാറും കുറച്ച് ജനങ്ങളൊക്കെ ആയിട്ട് ഇടപെടും. അതിലും ഉണ്ടാവും കുറെ പേര് ഇങ്ങനെയൊക്കെ ഡെസ്ക് ജോബ് ചെയ്യുന്നത്. IPS-ലും ഉണ്ടാവും, എല്ലാത്തിലും ഉണ്ടാവും. ഫൈൻ, IRS-ലും ഉണ്ടാവും. പക്ഷെ നല്ല പൊസിഷനിൽ കിട്ടിയാൽ യു ക്യാൻ ബിക്കം എ ഗുഡ് ഓഫീസർ. യാ, ഇതിന്റെ ഒറിജിൻ ഓഫ് എല്ലാ മിക്കവാറും ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്ന വാക്കുകൾ ഇപ്പൊ മോൻ പറഞ്ഞ എക്സാമ്പിൾ അതിൽ എന്തുകൊണ്ടാണ് EG എന്ന് എഴുതുന്നതെന്നാണ്. മിക്കവാറും ഭാരതത്തിൽ ഉപയോഗിക്കുന്ന ലോകത്തിൽ ഉപയോഗിക്കുന്ന ഇംഗ്ലീഷിന്റെ ഒറിജിൻ ഗ്രീക്ക് ആൻഡ് ലാറ്റിൻ ആണ്. ഏത് ഭാഷയാണ്? ഗ്രീക്ക് ആൻഡ് ലാറ്റിൻ ആണ്. അതുകൊണ്ടാണ് നമുക്കൊരു വിഷയം മനസ്സിലാവാത്തപ്പോ മാത്സിലും ഫിസിക്സിലും കെമിസ്ട്രിയിലും ഒക്കെ വരുമ്പോൾ നമ്മൾ പറയുന്നത് ദിസ് ഈസ് ഗ്രീക്ക് ആൻഡ് ലാറ്റിൻ ടു മീ, എനിക്ക് മനസ്സിലാവാത്ത ഭാഷയാണ്. അപ്പൊ എല്ലാ ഭാഷയുടെയും ഒറിജിൻ എവിടെയാണെന്ന് പോയി നോക്കുക. ഓക്കെ, ഗൂഗിളിൽ പോയിട്ട് തപ്പുക ഒറിജിൻ ഓഫ് ദിസ് വേർഡ്. അത് നോക്കുമ്പോൾ അവർ ഉപയോഗിക്കുന്ന ഷോർട്ട് ഫോം ആണ് EG. ഓക്കെ, എല്ലാ വാക്കുകൾക്കും ഒരു 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 ഒറിജിൻ ഉണ്ട്. അത് പോയി തപ്പി നോക്കാം. സോഷ്യൽ സയൻസിൽ പിന്നെ ജിയോഗ്രഫി ആണോ ഹിസ്റ്ററി ആണോ സിവിക്സ് ആണോ? ഹിസ്റ്ററി ആണ്. വണ്ടർഫുൾ, വെരി ഗുഡ്. ഹിസ്റ്ററി മാത്സിസ്റ്റ് ആണ്. മാത്സിസ്റ്റ് ആയിട്ടുള്ളവർക്ക് ഹിസ്റ്ററി പഠിക്കണമെങ്കിൽ വളരെ എളുപ്പമായിട്ടുള്ള ഒരു മാർഗം, നമ്മുടെ ലൈൻ സ്ട്രെയിറ്റ് ലൈൻ ഉണ്ടല്ലോ, അതിൽ 0 നെഗറ്റീവ് നമ്പേഴ്സ് പോസിറ്റീവ് നമ്പേഴ്സ്. ആ നെഗറ്റീവ് നമ്പേഴ്സിൽ BC എഴുതുക, പോസിറ്റീവ് നമ്പേഴ്സിൽ AD എഴുതാം. ടെക്സ്റ്റ് ബുക്കിൽ ഒരു ചാപ്റ്റർ എടുക്കുക, ആ ചാപ്റ്ററിലുള്ള എല്ലാ സംഭവവും നമ്മുടെ നമ്പർ ലൈനിൽ മാർക്ക് ചെയ്ത് വെക്കുക. അങ്ങനെ മാർക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഓർക്കാൻ എളുപ്പം. അപ്പൊ ഹിസ്റ്ററി ഒരു ചാപ്റ്റർ ബിക്കംസ് എ പിക്ചർ ഇൻ ഫ്രണ്ട് ഓഫ്. പിന്നെ നമ്മുടെ ബന്ധവുമായിട്ട് റിലേഷനുമായിട്ട് ബന്ധപ്പെടുത്താം, നമ്മുടെ ജീവിതമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് വേണം എന്ത് ചെയ്യാൻ? ഹിസ്റ്ററി പഠിക്കാൻ. മനസ്സിലാവുണ്ടോ? ഇപ്പൊ നെഹ്റു മരിച്ചത് എപ്പോഴാ? ഓർമ്മിക്കാൻ ബുദ്ധിമുട്ടാണ്. ഓർമ്മിക്കാൻ പറ്റുമോ? എളുപ്പം, ഞാൻ ജനിച്ച വർഷമാണ്. അങ്ങനെയാണ് ഞാൻ ഓർക്കുക. മനസ്സിലായോ? നെഹ്റു മരിച്ചത് ഞാൻ ജനിച്ച വർഷം. അങ്ങനെ ഓർത്ത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ ജനിച്ച വർഷം എനിക്ക് ഓർമ്മ ഉണ്ടാവുമല്ലോ. യെസ് ഓർ നോ? അപ്പൊ 1964 നെഹ്റു മരിച്ചു. ഇന്ദിരാഗാന്ധി മരിച്ചത് എപ്പോഴാ? ഞാൻ കൊച്ചിൻ യൂണിവേഴ്സിറ്റി MSc ചേർന്ന വർഷം. അപ്പൊ ഞാൻ അത് ഓർത്തു. 1984 ഇന്ദിരാഗാന്ധി മരിച്ചത്. മനസ്സിലായോ? 1989 എനിക്ക് ജോലി കിട്ടിയപ്പോഴാണ് രാജീവ് ഗാന്ധി മരിച്ചത്. എളുപ്പമാണ് പഠിക്കാൻ. പിന്നെ സ്വാമി വിവേകാനന്ദൻ രാമകൃഷ്ണനെ കണ്ടത് ഇന്ന വർഷം. ഒരു ലൈൻ വരയ്ക്കുക, രാമകൃഷ്ണനെ കണ്ടു, സ്വാമി വിവേകാനന്ദൻ എത്ര കൊല്ലം. അത് കഴിഞ്ഞ് ഇവിടെ വരെയാണ് അയാൾ ജീവിച്ചത്. ആ ഒരു ലൈനായിട്ട് വരയ്ക്കുക, അവിടെ സ്വാമി വിവേകാനന്ദൻ എഴുതി വെക്കുക. കംപ്ലീറ്റ് കാര്യങ്ങൾ. 1920 മഹാത്മാഗാന്ധി പിക്കെയും കോൺഗ്രസ് പ്രസിഡന്റ്. ഇന്ന കൊല്ലാണ് അയാൾ ഇന്ന സ്ഥലത്ത് പോയത്. മനസ്സിലായോ? അണ്ടർസ്റ്റുഡ്? 1803 എന്ത് സംഭവിച്ചു, 1808 എന്ത് സംഭവിച്ചു, ഇതൊക്കെ കൃത്യമായിട്ട് ലൈനിൽ വരച്ചു കഴിഞ്ഞാൽ പഠിക്കാൻ. പിന്നെ ചില ട്രിക്ക്. ഇപ്പൊ ഫെബ്രുവരി 28 നമ്മൾ എന്തായിട്ട് ആഘോഷിക്കാൻ പോകുന്നത്? സയൻസ് ഡേ, റൈറ്റ്? എന്താണ് സയൻസ് ഡേയുടെ പ്രത്യേകത? CV രാമൻ ജനിച്ചതോ അടിച്ചു പോയത് അല്ല, അദ്ദേഹത്തിന് നോബൽ സമ്മാനം കിട്ടിയത് എപ്പോഴാ? ഫെബ്രുവരി 28. അദ്ദേഹം മരിച്ചത് 82 വർഷത്തിലാണ്. 28 തിരിച്ചിട്ട് അയാൾ മരിച്ച വർഷം കിട്ടി. എത്ര കൊല്ലം ജീവിച്ചു? എത്ര വർഷം. മനസ്സിലായോ? ഏത് പ്രായത്തിലാണ് കിട്ടിയത് നോക്കുക. അത് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ അയാൾ ജനിച്ച കൊല്ലം കിട്ടി. 1888. എളുപ്പം ഇങ്ങനെ റിലേറ്റ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ മാത്സിലൂടെ ഹിസ്റ്ററി പഠിക്കും. സംഭവങ്ങളൊക്കെ ഓർക്കാം, എഴുതി വെക്കാം. പിന്നെ നടന്നിട്ടുള്ള സംഭവങ്ങളൊക്കെ
ഗ്രാഫായിട്ട് വരച്ച് മാപ്പായിട്ട് വരച്ച് ഇന്ന ആള് ഇന്ന സ്ഥലത്ത് നിന്ന് ഇന്ന സ്ഥലത്തേക്ക് പോയി. ഔറംഗസേബ് ഡൽഹിയിൽ നിന്ന് ദൗലത്താബാദിലേക്ക് വന്നത് ഇന്ന കൊല്ലം, ഒരു ആറോ മാർക്കറ്റ് അവിടെ വരച്ചു വെക്കുക. പഠിച്ചു. ഇപ്പൊ ജിയോഗ്രഫിയിലൂടെ ഹിസ്റ്ററി പഠിക്കും.